Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 10 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 10 പേരാണ് റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. സോ ഈ ചാപ്റ്റർ 10 ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതിൽ നമ്മൾ നേരത്തെ ചാപ്റ്റർ 9 നമ്മൾ നോക്കിയിട്ടുള്ളത് റിലേറ്റഡ് സർവീസസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുള്ളത്. റിലേറ്റഡ് സർവീസ് എന്തൊക്കെയാണ് റിലേറ്റഡ് സർവീസ്? ആ റിലേറ്റഡ് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള 2 സ്റ്റാൻഡേർഡ്സ് നമ്മൾ നോക്കി. എന്തൊക്കെയാണ്? SRS 4400 പിന്നെ SRS 4410 ഈ 2 സ്റ്റാൻഡേർഡ്സ് നമ്മൾ കവർ ചെയ്തു. നമ്മൾ ഈ ചാപ്റ്റർ 10 നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിവ്യൂ ആണ്. ഓക്കെ, റിവ്യൂ എൻഗേജ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് റിവ്യൂ എൻഗേജ്മെൻ്റ് അതൊക്കെ നമ്മൾ നോക്കും. ടോപ്പിക് ആ സാധനം നോക്കുക എന്ന് വെച്ചാൽ ലാസ്റ്റ് ചാപ്റ്റർ നോക്കിയത് റിലേറ്റഡ് സർവീസ് ആയിരുന്നു. ഇവിടെ നോക്കുന്നത് റിവ്യൂ റിലേറ്റഡ് സംഭവങ്ങളാണ്. നമ്മളൊരു ഓഡിറ്റ് അല്ലെങ്കിൽ റിവ്യൂ എങ്ങനെയാണ് ചെയ്യുക, എന്ത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതിനെന്ത് പറയുന്നുണ്ട്? 2 സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. SRE 2400 SRE 2410. മറ്റേ ലാസ്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്തായിരുന്നു? 4000 ആണ് എസ്. ഈ സ്റ്റാൻഡേർഡിൽ അത് മാറിയിട്ട് എന്താണ്, കാരണം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. മറ്റേത് 4000 സീരീസ് ആയിരുന്നു എന്ത് റിലേറ്റഡ് സർവീസ്. ഈ റിവ്യൂ എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ 2000 സീരീസാണ്. നമ്പേഴ്സ് ബാക്കിയുള്ള നമ്പേഴ്സ് സെയിം ആണ്, 400 പിന്നെ 410. ഓക്കെ, സോ SRE 2400 എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റ്സ് ടു റിവ്യൂ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും 410 എന്ന് വെച്ചാൽ റിവ്യൂ ഓഫ് ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പെർഫോംഡ് ബൈ ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് എൻറ്റിറ്റി. അപ്പോൾ ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ 2 സ്റ്റാൻഡേർഡ്സ് നമുക്ക് കവർ ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. സോ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് നോക്കുന്ന 2 കാര്യങ്ങളാണ്. എന്താണ് റിവ്യൂ? നമ്മൾ റിലേറ്റഡ് സർവീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഷുറൻസ് കൊടുക്കാത്തൊരു സർവീസാണ് റിലേറ്റഡ് സർവീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ എന്താണ് റിവ്യൂ സർവീസ്, നമ്മൾ എൻഗേജ്മെൻറ്റ് നമ്മൾ നോക്കണം. രണ്ടാമതായിട്ട് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്. റിവ്യൂ എൻഗേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് ഇത് നമുക്ക് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് എന്താണ് റിവ്യൂ? വാട്ട് ഈസ് റിവ്യൂ? റിവ്യൂ ഈസ് എ ലിമിറ്റഡ് അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ്, നമ്മൾ റിലേറ്റഡ് എൻഗേജ്മെൻറ്റ് സർവീസ് എന്തായിരുന്നു, അതിൽ അഷ്വറൻസേ ഇല്ല, നമ്മളൊരു ഒപ്പീനിയൻ ഒന്നും കൊടുക്കുന്നില്ല 2 സ്റ്റാൻഡേർഡ്സിലായാലും. പക്ഷേ ഇവിടെ റിവ്യൂവിൽ എന്താണ്, ഒരു ലിമിറ്റഡ് അഷ്വറൻസ് നമ്മൾ കൊടുക്കും. സോ റിവ്യൂ ഈസ് എ ലിമിറ്റഡ് അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. Limited assurance means the engagement risk is reduced to an acceptable level, but it is still higher than in a reasonable assurance engagement. അപ്പോൾ എന്താണ് ഒരു ലിമിറ്റഡ് അഷ്വറൻസ് വെച്ചാൽ എൻറ്റിറ്റീൻ്റെ, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീൻ്റെ റിസ്ക് എന്താണ്, ഒരു അക്സെപ്റ്റബിൾ ലെവൽ വരെ കുറഞ്ഞിട്ടുണ്ട്, ഒരു ലെവൽ വരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താണ്, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ഹയർ ദാൻ ഇൻ എ റീസണബിൾ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. നമ്മളൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു അഷ്വറൻസ് ഉണ്ടല്ലോ, ആ ഒരു അഷുറൻസ് അല്ലെങ്കിൽ ആ ഒരു റിസ്ക് അത്രയും കുറഞ്ഞിട്ടില്ല റിസ്ക്. അതാണ് പറഞ്ഞത്, റിസ്ക് ഉണ്ട്. ഈ ഒരു ലിമിറ്റഡ് അഷുറൻസ് എന്ന് വെച്ചാൽ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ നോട്ട് മോർ ദാൻ ഒരു റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന മാതിരത്തെ ഒരു അഷുറൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് റിസ്ക് അത്രയും കുറഞ്ഞിട്ടില്ല. ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റ് പ്രൊവൈഡ്സ് എ ലോവർ ലെവൽ ഓഫ് അഷുറൻസ് കമ്പയർഡ് ടു ആൻ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ആണ് കൊടുക്കുന്നത്. They involve fewer procedures but still gather enough evidence to draw conclusion. അപ്പോൾ നമ്മൾ കുറച്ച് എവിഡൻസ് മാത്രമേ, കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. അതേമാതിരി തന്നെ നമ്മൾ ആവശ്യത്തിന് നമുക്കൊരു കൺക്ലൂഷൻ നമുക്ക് എത്താൻ വേണ്ടിയുള്ളൊരു എവിഡൻസ് നമ്മൾ ഗ്യാദർ ചെയ്യും. പക്ഷേ നമ്മൾ പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കുറവായിരിക്കും. എ റിവ്യൂ എൻഗേജ്മെൻറ്റ് അപ്ലൈസ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ജസ്റ്റ് ലൈക്ക് എൻ ഓഡിറ്റ്. അപ്പോൾ ഈ റിവ്യൂ എൻഗേജ്മെൻറ്റും എന്താണ്, ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ മോഡിലാണ് അപ്ലൈ ചെയ്യുക. നമ്മൾ ഓഡിറ്റും എന്താണ് അങ്ങനെ തന്നെയാണ് ചെയ്യുക.
സോ അതേമാതിരി തന്നെയാണ് ഇവിടെയും ചെയ്തത്. ദെൻ റിവ്യൂ, സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണെന്നുള്ളത്. സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ് അപ്ലൈ വെൻ പ്രാക്ടീഷണർ റിവ്യൂസ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ പ്രാക്ടീഷണർ എന്താണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിവ്യൂ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുക. ഫോളോയിങ് SRE ആർ അപ്ലിക്കബിൾ. അപ്പോൾ താഴെ പറഞ്ഞ എന്താണ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ് ആണ് അപ്ലിക്കബിൾ ആവുന്നത്. ഒന്ന് വെച്ചാൽ 2400 എൻഗേജ്മെൻറ്റ് ടു റിവ്യൂ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും, രണ്ടാമത്തെ വെച്ചാൽ SRE 2410 റിവ്യൂ ഓഫ് ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പെർഫോംഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് ഓഫ് ദ എൻറ്റിറ്റി. It is important to note that the standards on quality control SQC applies to all services covered under the engagement standards. അപ്പോൾ എന്താണ് ഈ SQC നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും SQC 1 മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ SQC 1 മാത്രമേ ഇതുവരെ ഒരു ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. സോ ക്വാളിറ്റി കൺട്രോളിലെ SQC 1 എന്താണ് എല്ലാ സ്റ്റാൻഡേർഡ്സിനും അപ്ലിക്കബിൾ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ്സിലും ഈ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ്സിലും എന്താണ് SQC 1 അപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ ആ ഒരു ഫേം, ഈ ഒരു എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്ന ഫേം എന്ത് ചെയ്യണം, അവർ പാലിക്കേണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് SQC 1 ഡീൽ ചെയ്യുന്നത്. അത് ചാപ്റ്റർ 1 നമ്മൾ എന്താണ് ഓൾറെഡി പറഞ്ഞ ടോപ്പിക്കാണത്. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ചാപ്റ്റർ 1 ജസ്റ്റ് അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ്സ് ആർ പാർട്ട് ഓഫ് എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് എൻഷുറിങ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഭാഗമാണ് റിവ്യൂ എൻഗേജ്മെൻറ്റും. Quality control in individual review engagement follows SQC 1, ensuring compliance with professional standard. അപ്പോൾ എന്താണ് SQC 1 ആണ് ഫോളോ ചെയ്യുന്നത്, എന്താണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡാണ് SRE 2400 എൻഗേജ്മെൻറ്റ് ടു റിവ്യൂ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇതിൽ പ്രാക്ടീഷണറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ? SRE 2400 ഔട്ട്ലൈൻസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രാക്ടീഷണർ വെൻ റിവ്യൂയിങ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യുമ്പോൾ പ്രാക്ടീഷണറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ത് SRE 2400 ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, ദിസ് അപ്ലൈസ് വെൻ ദ പ്രാക്ടീഷണർ ഈസ് നോട്ട് ദ ഓഡിറ്റർ ഓഫ് ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് എപ്പോഴാണ് നടക്കുക, എപ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്, ഈ ഒരു റിവ്യൂ സ്റ്റാൻഡേർഡ്സ് അപ്ലിക്കബിൾ ആവുകയെന്ന് വെച്ചാൽ ഈ ഒരു പ്രാക്ടീഷണർ, ഈ ഒരു റിവ്യൂ പ്രാക്ടീസ്, ഈ റിവ്യൂ എന്താണ് ചെയ്യുന്ന ആൾ എന്തല്ല, അയാൾ ആ ഒരു ഫേമിൻ്റെ ഓഡിറ്റർ അല്ല. ഓഡിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും, റിവ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഓഡിറ്റർ അല്ലാത്ത ഒരാൾ വന്ന് റിവ്യൂ ചെയ്യുമ്പോഴാണ് എന്ത് വരിക, ഈ SRE 2400 അപ്ലിക്കബിൾ ആവുക. ഇറ്റ് ഓൾസോ ഡിഫൈൻസ് ദ ഫോം ആൻഡ് കണ്ടൻറ് ഓഫ് ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ പ്രാക്ടീഷണർ റിപ്പോർട്ടിൻ്റെ ഫോമും കണ്ടൻറ്റും എന്താണ് ഈ SRE 2400 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നൗ പർപ്പസ് ഓഫ് റിവ്യൂ എൻഗേജ്മെൻറ്റ്, നമ്മൾ എന്തിനാണ് ഈ റിവ്യൂ എൻഗേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്? എ റിവ്യൂ എൻഹാൻസസ് യൂസേഴ്സ് കോൺഫിഡൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് അണ്ടർ എ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ നമ്മൾ ഓഡിറ്റുമാതിരി തന്നെ, ഓഡിറ്റ് എന്തിനാണ് ചെയ്യുന്നത്, നമ്മളെന്താണ് നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കുക. ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് വെച്ചാൽ നമ്മൾ ഒപ്പീനിയൻ കൊടുത്തിട്ട് തന്നെ ഒരു റിപ്പോർട്ട്, ഒരു കൺക്ലൂഷൻ എത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കാനാണ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ഇവിടെയും അതിൻ്റെ ഒരു സെയിം ഒബ്ജക്റ്റീവാണ് ഇവിടെയും വരുന്നത്. എന്താണ് യൂസറിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് എന്താണ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ റിവ്യൂ എൻഗേജ്മെൻറ്റ് നടത്തുന്നത്. സോ നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് പ്രകാരമാണോ ഈ ഒരു FS ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ആണ് റിവ്യൂ ചെയ്യുന്നത്. ദ പ്രാക്ടീഷണേഴ്സ് കൺക്ലൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ലിമിറ്റഡ് അഷുറൻസ്. അപ്പോൾ പക്ഷേ നമ്മൾ ഓഡിറ്റുമാർ നമ്മളെന്താണ് ഓഡിറ്റിൻ്റെ അതേ പർപ്പസാണ് ചെയ്യുന്നതെങ്കിലും ഓഡിറ്റിൻ്റെ അത്രയും വർക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ഇവിടെ ചെയ്യില്ല. അതുകൊണ്ടാണ് ലിമിറ്റഡ് അഷുറൻസ് എന്ന് പറയുന്നത്. മീനിങ് ഇറ്റ് ഇൻവോൾവ്സ് ഫ്യൂവർ പ്രൊസീജിയേഴ്സ് കമ്പയർഡ് ടു ആൻ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിനെ കമ്പയർ ചെയ്തിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രാക്ടീഷണർ ചെയ്യുള്ളൂ. ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട് എക്സ്പ്ലെയിൻസ് ദ നേച്ചർ ഓഫ് ദ റിവ്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഈ റിവ്യൂ എൻഗേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണ് പ്രാക്ടീഷണർ റിപ്പോർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഹെൽപ്പിംഗ് ദ യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ കൺക്ലൂഷൻ. എന്ത് കൺക്ലൂഷനിലാണോ പ്രാക്ടീഷണർ എത്തിയിട്ടുള്ളത് ആ കാര്യം യൂസേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഈ ഒരു റിവ്യൂവിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് പെർഫോം ചെയ്യുക? ദ പ്രാക്ടീഷണർ പ്രൈമറിലി റിലൈസ് ഓൺ ഇൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ടു ഗ്യാദർ എവിഡൻസ്. അപ്പോൾ എവിഡൻസിന് വേണ്ടിയിട്ട് നോർമലി
പ്രൈമർലി ഒരു പ്രാക്ടീസ് ചെയ്യുന്ന രണ്ട് പ്രൊസീജിയേഴ്സാണ്. ഒന്ന് ഇൻക്വയറിയും രണ്ടാമത്തത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും. ഓക്കെ, ഇഫ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഈസ് സസ്പെക്റ്റഡ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറും വെച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ് നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ദ പ്രാക്ടീഷണർ പെർഫോം അഡീഷണൽ പ്രൊസീജിയേഴ്സ് ടു ക്ലാരിഫൈ ദ ഇഷ്യൂ. ആ ഒരു ഇഷ്യൂ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അഡീഷണൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യും. Then review of financial information. ഒബ്ജക്റ്റീവ് ഇൻ എ റിവ്യൂ അണ്ടർ SRE 2004 അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ത് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മൾ നോക്കാം എന്താണ് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത് നോക്കാം. രണ്ടാമത്തത് കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് നോക്കുന്നത്. സോ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇൻ എ റിവ്യൂ അണ്ടർ SRE 2400. ഒബ്റ്റെയിൻ ലിമിറ്റഡ് അഷുറൻസ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ ലിമിറ്റഡ് അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ കൺക്ലൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. ആൻഡ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് നമ്മൾ റിപ്പോർട്ട് ഫൈൻഡിങ്സ്. നമ്മളെന്താണ് നമ്മൾ കണ്ടുപിടിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് പിന്നെ വിഡ്രോവൽ ഫ്രം എൻഗേജ്മെൻ്റ് ആണ്. ഇഫ് ലിമിറ്റഡ് അഷുറൻസ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ്, ഒരു ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻഗേജ്മെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സമ്മറായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലിമിറ്റഡ് അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ദ പ്രാക്ടീഷണർ പ്രൈമർലി പെർഫോംസ് ഇൻക്വയറി ആൻഡ് എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്ന് ഇൻക്വയറിയും ഒന്ന് അനലിറ്റിക്കൽ പ്രൊസീജിയറാണ് പ്രൈമറി പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുക. ടു ഡിറ്റർമൈൻ ഇഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഫസ്റ്റ് ചെയ്യുക. ഇനി എക്സ്പ്രസ് കൺക്ലൂഷൻ. ദ പ്രാക്ടീഷണർ കൺക്ലൂഡ്സ് വെദർ എനിത്തിങ് ഹാസ് കം to their attention indicating that the financial statement are not prepared in accordance with the applicable financial reporting framework. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറും ചെയ്തതിന് ശേഷം അപ്പോൾ ഓർഡർ എന്താണ് ചെറിയൊരു കാര്യം ഒരു ഡൗട്ട് തോന്നി. അപ്പോൾ അതിന് കൂടുതൽ അഡീഷണൽ പ്രൊസീജിയർ പെർഫോം ചെയ്തു. അപ്പോൾ എന്ത് മനസ്സിലായി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരമല്ല പ്രിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെയാകുമ്പോൾ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം, ആ കൺക്ലൂഷനിലേക്ക് എത്തണം. അങ്ങനെ വന്ന് അതിനുശേഷം എന്താണ് റിപ്പോർട്ട് ഫൈൻഡിങ്സ്. ദ പ്രാക്ടീഷണർ ഇഷ്യൂസ് എ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. സമ്മറൈസിങ് ദ റിവ്യൂ ആസ് റിക്വയർഡ് ബൈ SRE 2004. അപ്പോൾ SRE 2000 പറയുന്ന രീതിയിലുള്ള ഒരു റിവ്യൂ, ആ ഒരു കണ്ടൻറ്റും ഫോർമാറ്റും വെച്ചുള്ളൊരു റിപ്പോർട്ട് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. സമ്മറൈസിങ് ദ റിവ്യൂ. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നതാണ് ലിമിറ്റഡ് അഷുറൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ വിഡ്രോ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്ലെയിം കൺക്ലൂഷൻ സ്റ്റേറ്റ് ദാറ്റ് നോ ഒപ്പീനിയൻ ക്യാൻ ബി ഗിവൺ. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡിസ്ക്ലെയിം ചെയ്യണം. നമുക്കൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ നമ്മളൊരു ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കണം. പിന്നെ എന്താണ് വിഡ്രോ ഫ്രം എൻഗേജ്മെൻറ്റ് ഇഫ് ലോ പെർമിറ്റ്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒബ്ജക്റ്റീവ് ഓഡിറ്ററിൻ്റെ അല്ല പ്രാക്ടീഷണറിൻ്റെ ആസ് പെർ SRE 2400. ഇനി കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോളാണ്. ദ പ്രാക്ടീഷണർ മസ്റ്റ് ഫോളോ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഇൻക്ലൂഡിങ് ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ റിലേറ്റഡ് സർവീസ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇൻഡിപെൻഡൻസ് എന്താണ് അതിൽ വലിയൊരു കാര്യമില്ല. കാരണം നമ്മൾ വേറെ സർവീസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്താണ് അതിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമില്ലായിരുന്നു. സോ പക്ഷേ ഈ റിവ്യൂ എൻഗേജ്മെൻറ്റ് എന്താണ് ഇൻഡിപെൻഡൻസ് നമ്മൾ ഒരു എത്തിക്കൽ ഗൈഡ് ലൈൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ എൻഗേജ്മെൻറ്റ് പാർട്ണർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ഓവറോൾ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ദ റിവ്യൂ. അപ്പോൾ ആ റിവ്യൂവിൻ്റെ ഓവറോൾ ക്വാളിറ്റി കൺട്രോൾ എന്താണ് എൻഗേജ്മെൻറ്റ് പാർട്ണറിൻ്റെ എന്ന് വെച്ചാൽ ആ പ്രാക്ടീഷണറിൻ്റെയാണ് റെസ്പോൺസിബിലിറ്റി. അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. സോ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് എന്താണ്, അതൊരു ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ SQC 1 അത് പഠിക്കുന്നുണ്ട്, ചാപ്റ്റർ 1 നോക്കിയാൽ മതി. ദ പ്രാക്ടീഷണർ ഷുഡ് നോട്ട് അക്സെപ്റ്റ് എ റിവ്യൂ എൻഗേജ്മെൻറ്റ് അൺലെസ് സർട്ടൻ കണ്ടീഷൻസ് ആർ മെറ്റ്. അപ്പോൾ ചില കണ്ടീഷൻസ് എന്താണ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യാൻ പാടില്ല, ആ റിവ്യൂ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഒരു ക്വാളിറ്റീൻ്റെ ഭാഗമാണ്. കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എൻഗേജ്മെൻറ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആ എൻഗേജ്മെൻറ്റ് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ റിവ്യൂ എൻഗേജ്മെൻറ്റ് ഷുഡ് നോട്ട് ബി അക്സെപ്റ്റഡ്. അപ്പോൾ റിവ്യൂ എൻഗേജ്മെൻറ്റ് നമ്മൾ എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടാത്തത്, അത് എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ നോ റാഷണൽ പർപ്പസ് ഇഫ് ദ എൻഗേജ്മെൻറ്റ് ഡസ് നോട്ട് സെർവ് എ ലോജിക്കൽ പർപ്പസ്. ഒരു ലോജിക്കൽ പർപ്പസ് എന്താണ് ആ ഒരു എൻഗേജ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ലോജിക്കൽ പർപ്പസ് ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യരുത്. ദെൻ ഇൻഅപ്രോപ്രിയേറ്റ് സ്കോപ്പ് എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇഫ് ലിമിറ്റേഷൻസ് ഓൺ സ്കോപ്പ് പ്രിവെൻറ്റ് എ മീനിങ് ഫുൾ റിവ്യൂ.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി അവർ ഭയങ്കര ലിമിറ്റ് ചെയ്തു, നമ്മളുടെ സ്കോപ്പ് ഭയങ്കര ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു മീനിങ് ഫുൾ റിവ്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. ദെൻ റിവ്യൂ ഇസ് നോട്ട് സ്യൂട്ടബിൾ ഇഫ് എൻ ഓഡിറ്റ് ഓർ കമ്പൈലേഷൻ ഇസ് മോർ അപ്രോപ്രിയേറ്റ്. അപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ ഒരു സ്ഥാപനം ഉണ്ട്, അവർ നമ്മളോട് പറഞ്ഞു ഒരു റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ നമ്മൾക്ക് മനസ്സിലായി അത് റിവ്യൂ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ശരിക്കും ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഒരു കമ്പൈലേഷൻ ആണ് ചെയ്യേണ്ടത്. അത് പ്രോപ്പറായിട്ട് കമ്പൈലേഷൻ എന്താണെന്ന് അറിയാലോ, SRS 4410 പ്രകാരമാണ് കമ്പൈലേഷൻ ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയാണ്. സോ അതൊന്നെങ്കിൽ ഓഡിറ്റോ അല്ലെങ്കിൽ കമ്പൈലേഷനാണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായാലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. ദെൻ എത്തിക്കൽ ഇഷ്യൂ എക്സിസ്റ്റ് ഇഫ് ഇൻഡിപെൻഡൻസ് റിക്വയർമെൻറ്റ്സ് കനോട്ട് ബി മെറ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റില്ലെങ്കിൽ അവർ നമ്മളെ കൂടുതലായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. അൺറിലയബിൾ ഇൻഫർമേഷൻ ഇഫ് എസെൻഷ്യൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇസ് മിസ്സിംഗ് ഓർ അൺറിലയബിൾ. അപ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മിസ്സിങ്ങോ അല്ലെങ്കിൽ അൺറിലയബിളോ ആണെങ്കിൽ, അത് എസെൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആ ഒരു എൻഗേജ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. ദെൻ മാനേജ്മെൻറ്റ് ഇൻറ്റഗ്രിറ്റി ഇഷ്യൂസ് ഇഫ് ദ മാനേജ്മെൻറ്റ് ഇൻറ്റഗ്രിറ്റി ഈസ് ക്വസ്റ്റ്യനബിൾ മേക്കിംഗ് എ ഫെയർ റിവ്യൂ ഇമ്പോസിബിൾ. അപ്പോൾ എന്താണ്, മാനേജ്മെൻറ്റ് ഒരു ഇൻറ്റഗ്രിറ്റി, അവിടെ ഒരു ഹോണസ്റ്റ് എന്താണ്, അതൊന്നും ശരിയില്ല, അതൊരു ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം നമുക്കൊരു ഡൗട്ട് ഉണ്ട് അവരുടെ കാര്യത്തിൽ, അവർ ഫ്രോഡ് കാണിക്കുന്നുണ്ടോ, അവർ കുറേ കാര്യങ്ങൾ കൺസീൽ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ റിവ്യൂ ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡൗട്ട് ഉണ്ട്. സോ ആ സിറ്റുവേഷനിൽ എന്താണ്, നമ്മൾ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ സ്കോപ്പ് ലിമിറ്റേഷൻ ബൈ മാനേജ്മെൻറ്റ് ഇഫ് മാനേജ്മെൻറ്റ് റെസ്ട്രിക്ട് ദ പ്രാക്ടീഷണർ വർക്ക് ടു ദ എക്സ്റ്റെൻറ്റ് ദേ കനോട്ട് കൺക്ലൂഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു റെസ്ട്രിക്ഷൻ എന്താണ്, മാനേജ്മെൻറ്റ് കൊടുക്കുകയാണ്, പ്രാക്ടീഷണറിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്പോഴും നമ്മൾ ആ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഈ സിറ്റുവേഷൻസിലേക്കാണ് നമ്മൾ എന്താണ് ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, അപ്പോൾ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിറ്റർ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രീ കണ്ടീഷൻസ് എന്തൊക്കെയാണ്. ബിഫോർ അക്സെപ്റ്റിംഗ് എ റിവ്യൂ എൻഗേജ്മെൻറ്റ് ദ പ്രാക്ടീഷണർ മസ്റ്റ് എൻഷ്യൂർ ദാറ്റ് സെർട്ടൈൻ കണ്ടീഷൻസ് ആർ മെറ്റ്. ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുള്ള കാര്യം പ്രാക്ടീഷണർ നോക്കണം. ദീസ് കണ്ടീഷൻസ് ഹെൽപ്പ് ഇൻ ഡിറ്റർമൈനിങ് വെദർ ദ റിവ്യൂ എൻഗേജ്മെൻറ്റ് ഇസ് അപ്രോപ്രിയേറ്റ് ആൻഡ് ക്യാൻ ബി കണ്ടക്റ്റഡ് എഫക്റ്റീവ്ലി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ഒരു ഹെൽപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് ആണെന്നും അതേമാതിരി തന്നെ നമുക്കൊരു കൺക്ലൂഷൻ അത് നല്ല രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള എന്ന് വെച്ചാൽ പ്രീ കണ്ടീഷൻസ് ഫോർ അക്സെപ്റ്റിംഗ് എ റിവ്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രീ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, അതൊരു പ്രീ കണ്ടീഷനാണ്. The practitioner must check if the financial reporting framework used to prepare the financial statement is acceptable. അപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അത് അക്സെപ്റ്റബിൾ ആണോ എന്നുള്ള കാര്യം ഫസ്റ്റ് എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ നോക്കണം. അതിനുശേഷം മാനേജ്മെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി. മാനേജ്മെൻറ്റ് മസ്റ്റ് അക്നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് പ്രൊവൈഡിംഗ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് access to all relevant records, documents and other information, then additional information that practitioner requests for the review and unrestricted access to key personnel within the entity. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെയിൻലി രണ്ട് പ്രീ കണ്ടീഷൻസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കുക. രണ്ടാമത്തത് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി അവർ അക്നോളജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ ആ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസാണ് താഴെ പറയുന്ന ഈ 6 കാര്യങ്ങളും 6 കാര്യങ്ങളും എന്താണ്, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസാണ്. അടുത്ത സ്ലൈഡിലാണ് അടുത്ത കാര്യങ്ങളുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. സോ എൻഷുറിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ലൈൻ വിത്ത് ദ ആപ്ലിക്കബിൾ സ്റ്റാൻഡേർഡ്സ്. അത് മാനേജ്മെൻറ്റ് അവരുടെ റെസ്പോൺസിബിളായ രീതിയിൽ ചെയ്തിട്ടുണ്ടോ കാര്യം നമ്മൾ നോക്കണം. ദെൻ ഇത് അതിൻ്റെ കണ്ടാട്ടോ, ഒന്നും പോയിൻ്റ് അല്ല. Then internal control, implementing necessary internal controls to prevent material misstatement due to fraud or error. അതെന്താണ്, അതും മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻറ്റേർണൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യലും അതെന്താണ്, മെയിൻറ്റെയിൻ ചെയ്യലും. ഇതൊക്കെ നമ്മൾ നോർമൽ ഓഡിറ്റ് കേസിൽ നമ്മളെന്താണ്, സാധാ ഓഡിറ്റ് കേസിൽ നമ്മൾ SA 210 പ്രകാരം നമ്മളുള്ള ഒരു കണ്ടീഷൻസാണ് ഇതൊക്കെ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി പറയുന്നത്. ദെൻ പ്രൊവൈഡിങ് ആക്സസ് ടു ഇൻഫർമേഷൻ, എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ്റെ ആക്സസ് നമുക്ക് തരിക. മാനേജ്മെൻറ്റ് മസ്റ്റ് അഗ്രീസ് ടു ഗിവ് ദ പ്രാക്ടീഷണർ എന്തൊക്കെ ഇൻഫർമേഷനാണെന്ന് വെച്ചാൽ
ഈ 3 കാര്യങ്ങളാണ് എന്ത് ഓഡിറ്റ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി. ബാക്കിയുള്ളത് എന്താണ്? മാനേജ്മെൻറ്റ് തരേണ്ട ഇൻഫർമേഷൻസ് ആണ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തരേണ്ടതെന്ന് വെച്ചാൽ ആക്സസ് ടു റിലവൻറ്റ് റെക്കോർഡ്, ഡോക്യുമെൻ്റ് ആൻഡ് അതർ ഇൻഫർമേഷൻ. പിന്നെ എന്താണ് ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ ദാറ്റ് ദ പ്രാക്ടീസ് റിക്വസ്റ്റ് ഫോർ ദ റിവ്യൂ. അപ്പോൾ പ്രാക്ടീഷണർ എന്താണ് അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും അതിൻ്റെ ആക്സസും എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് തരണം. പിന്നെ എല്ലാ കീ പേഴ്സണിൻ്റെ അടുത്തും നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാതെ ആക്സസ് കിട്ടണം. സോ ഈ 3 കാര്യങ്ങൾ, റെക്കോർഡ്, ഡോക്യുമെൻ്റ് ആൻഡ് അതർ ഇൻഫർമേഷൻ, പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ റിക്വസ്റ്റഡ് ബൈ ദ പ്രാക്ടീഷണർ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഓൾ കീ പേഴ്സൺ. ഈ 3 ഡീറ്റെയിൽസും എന്താണ് ഇൻഫർമേഷൻസും ഓഡിറ്റർ തരണം. അപ്പോൾ 3 റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്തുള്ളത്? മാനേജ്മെൻറ്റ് ഉള്ളത്. ഓഡിറ്റർ തരണം എന്നല്ല, മാനേജ്മെൻറ്റ് തരണം കേട്ടോ. സോറി, പറഞ്ഞാൽ മാറിപ്പോയതോ. 3 റെസ്പോൺസിബിലിറ്റീസ് ആണ് മാനേജ്മെൻറ്റ് ഉള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? FSൻ്റെ പ്രിപ്പറേഷൻ. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ കൺട്രോൾ. ആൻഡ് മൂന്നാമത്തത് ഗിവിങ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. അപ്പോൾ ഈ 3 റെസ്പോൺസിബിലിറ്റീസ് ആണ് മാനേജ്മെൻറ്റ് ഉള്ളത്. ഇതാണ് എന്ത്? ഒരു പ്രീ കണ്ടീഷൻ. രണ്ടാമത്തെ പ്രീ കണ്ടീഷനാണിത്. ഫസ്റ്റത്തെ പ്രീ കണ്ടീഷൻ വെച്ചാൽ എന്തായിരുന്നു? FRF അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കുക. ദെൻ അടുത്ത നോക്കുക ആക്ഷൻസ് ഇഫ് പ്രീ കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ്. അപ്പോൾ ഈ 2 പ്രീ കണ്ടീഷൻസും ഇല്ല. FRF പ്രോപ്പറും അല്ല, മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടും ചെയ്യുന്നില്ല. സോ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം ഒരു പ്രാക്ടീഷണർ? If the practitioner find that any of the preconditions are not met, they must discuss the issue with the management or those charged with the governance. അപ്പോൾ ഈ ഇഷ്യൂ എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് അടുത്തോ അല്ലെങ്കിൽ TCWൻ്റെ അടുത്തോ പോയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇഫ് ദ ഇഷ്യൂ കനോട്ട് ബി റിസോൾവ്, ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് നോട്ട് അക്സെപ്റ്റ് ദ എൻഗേജ്മെൻറ്റ് അൺലെസ് റിക്വയർഡ് ബൈ ലോ റെഗുലേഷൻ. ആ ഒരു എൻഗേജ്മെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? പ്രാക്ടീഷണർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ നിയമം പറയുകയാണെങ്കിൽ, ലോ റെഗുലേഷൻ പറയുകയാണെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. However, if forced by law to accept the engagement, അപ്പോൾ എന്താണ്? നിയമം ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ദ പ്രാക്ടീഷണർ കനോട്ട് ക്ലെയിം കംപ്ലയൻസ് വിത്ത് SRE 2400 ഇൻ ദ റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളുടെ റിപ്പോർട്ടിൽ പറയാൻ പറ്റില്ല 2400 നമ്മൾ കംപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മളത് പ്രകാരമല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. സോ നിയമം ഇപ്പോൾ പ്രീ കണ്ടീഷൻസ് ഉണ്ട്, ആ പ്രീ കണ്ടീഷൻസ് എന്താണ്? ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രാക്ടീഷണർ പറയുകയാണ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പക്ഷേ നിയമം പറയുകയാണ് നിങ്ങൾ എന്തായാലും ചെയ്യണം, ലോ റെഗുലേഷൻ പറയുകയാണ് എന്തായാലും ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ചെയ്യും, ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് എന്ത് ഫോളോ ചെയ്യില്ല? നമ്മൾ SRE 2400 ഫോളോ ചെയ്യില്ല. സെയിം കേസ് നമുക്ക് ഏതിനും വരുന്നുണ്ട്. SRS 4410 SRS അല്ല, SA 810 നമുക്ക് സെയിം കേസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെന്താണ് ഒരു സമ്മറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്? അതിപ്പോൾ അവരുടെ ക്രൈറ്റീരിയ മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്? നമുക്ക് വിഡ്രോ ചെയ്യാം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു എൻഗേജ്മെൻറ്റ്. പക്ഷേ നിയമം നമ്മളെ ഫോഴ്സ്ഫുള്ളി ആ ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ലോ റെഗുലേഷൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണ്ട? നമ്മൾ SA 810 ഫോളോ ചെയ്യുന്ന നമ്മളെ റിപ്പോർട്ടിൽ കൊടുക്കാൻ പാടില്ല. കൊടുക്കാൻ പാടില്ല. Then actions if pre-conditions are discovered after acceptance. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രീ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ആ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇഫ് ദ പ്രാക്ടീഷണർ റിയലൈസ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെൻറ്റ് ദ പ്രീ കണ്ടീഷൻസ് ആർ നോട്ട് മെറ്റ്. അപ്പോൾ പ്രീ കണ്ടീഷൻസ് എന്താണ്? മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എൻഗേജ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ഫോർ എക്സാമ്പിൾ, മാനേജ്മെൻറ്റ് നമുക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി അക്നോളജ് ചെയ്യുന്നതാണ് വൺ ഓഫ് ദ പ്രീ കണ്ടീഷൻ ആണല്ലോ. അപ്പോൾ അതിലുള്ള കാര്യങ്ങളാണ് എന്ത്? ഒന്ന്, പ്രോപ്പറായ രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക അക്കോർഡിംഗ് ടു അപ്ലിക്കബിൾ FRF. രണ്ടാമത്തെ വെച്ചാൽ ഇൻറ്റേർണൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. മൂന്നാമത്താണെന്ത്? നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ്, അവൈലബിൾ ആവേണ്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? അതിൻ്റെ ആക്സസ് തരിക. സോ അതിൻ്റെ ആക്സസ് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഓക്കെ ഞങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ചില ഇൻഫർമേഷൻസ് ചോദിക്കുമ്പോൾ എന്ത് തരുന്നില്ല? അവർ ആ ഇൻഫർമേഷൻ നമുക്ക് തരുന്നില്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത് വെച്ചാൽ ആ ഒരു പ്രീ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് പ്രാക്ടീഷണർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? മാനേജ്മെൻ്റ് അടുത്തോ അതേമാതിരി തന്നെ ഗവർണൻസിൻ്റെ അടുത്തോ പോയിട്ട് എന്ത് ചെയ്യണം? ആ കാര്യം ഡിസ്കസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സെക്കൻഡ്ലി, ഡിറ്റർമൈൻ ഇഫ് ദ ഇഷ്യൂ ക്യാൻ ബി റിസോൾവ്. ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നോക്കണം. എന്ന് വെച്ചാൽ നമുക്ക് അഡീഷണൽ പ്രൊസീജിയറുകളും പെർഫോം ചെയ്തിട്ട്.
മൂന്നാമത് ഡിസൈഡ് വെദർ ടു കണ്ടിന്യൂ ഓർ വിഡ്രോ ഫ്രം ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു എൻഗേജ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യണം. ഇഫ് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ എന്ത് ചെയ്യണം, ഡിസൈഡ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇഷ്യൂ ഇൻ ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ റിപ്പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ഇതാക്കണം, മെൻഷൻ ചെയ്യണം. ഒരു ഒപ്പിനിയൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടോ. Agreeing to the terms of engagement. Before performing a review engagement, the practitioner must agree on the engagement terms. അപ്പോൾ എന്താണ്, റിവ്യൂ എൻഗേജ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ എൻഗേജ്മെൻറ്റ് ടേംസ് എഗ്രി ചെയ്തിരിക്കണം വിത്ത് ദ മാനേജ്മെൻറ്റ് ഓർ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. അപ്പോൾ നമ്മൾ നോർമൽ കേസ് തന്നെ നമ്മൾ ഇത്രയും നമ്മൾ ഓരോ ചാപ്റ്റർ നോക്കിയ കാര്യം തന്നെ നമ്മളെന്താണ്, എൻഗേജ്മെൻറ്റ് ടേംസ് നമ്മൾ മാനേജ്മെൻറ്റായിട്ടും TCWG ആയിട്ടും എന്താണ് പ്രാക്ടീഷണർ അഗ്രി ചെയ്തിരിക്കണം. The agreed terms must be documented in the engagement letter or another written agreement. അപ്പോൾ ഈ ഒരു അഗ്രി ചെയ്യുന്ന ടേംസ് നമ്മൾ എന്ത് ചെയ്യണം, എൻഗേജ്മെൻറ്റ് ലെറ്ററിലോ അല്ലെങ്കിൽ അനദർ റിട്ടേൺ അഗ്രിമെൻറ്റിലോ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ഫോർ റിക്കറിംഗ് എൻഗേജ്മെൻറ്റ് കേസിൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് ചെക്ക് ഇഫ് ദ ചേഞ്ചസ് ഇൻ ദ സർക്കംസ്റ്റാൻസസ് റിക്വയറിംഗ് റിവൈസിങ് ദ ടേംസ് ഓർ റിമൈൻഡിങ് മാനേജ്മെൻറ്റ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു റിക്കറിംഗ് എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്, ഓരോ കൊല്ലമായിട്ടാണ് പോകുന്നത് ഈ ഒരു എൻഗേജ്മെൻറ്റ്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് മാറിയിട്ടുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, എന്തിനു വേണ്ടിയിട്ട് നമ്മളുടെ ഈ എൻഗേജ്മെൻറ്റ് ടേംസ് റിവൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മാറി അതുകൊണ്ട് നമ്മളെന്താണ് എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. സോ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ ചെക്ക് ചെയ്യണം. ചേഞ്ചസ് ടു ദ എൻഗേജ്മെൻറ്റ് ടേംസ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ടേമിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് നോട്ട് അഗ്രി ടു ദ ചേഞ്ച് എൻഗേജ്മെൻറ്റ് ടേംസ് വിത്തൗട്ട് എ വാലിഡ് റീസൺ. അപ്പോൾ എന്താണ്, ആ ഒരു മാറ്റം വന്നിട്ടുള്ള എൻഗേജ്മെൻറ്റ് ടേം അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, അഗ്രി ചെയ്യാൻ പാടില്ല, ഒരു വാലിഡ് റീസൺ ഇല്ലാതെ. ഓക്കെ. ഇഫ് റിക്വസ്റ്റഡ് ടു ചേഞ്ച് ഫ്രം എ റിവ്യൂ എൻഗേജ്മെൻറ്റ് എ നോൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് മാറ്റിയിട്ട് ഒരു നോൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് ആക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ റിലേറ്റഡ് സർവീസ്, ഒരു കമ്പാരിസൺ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ എന്താണ് അഗ്രീഡ് അപ്പോൺ പ്രൊസീജിയറോ ആക്കാൻ പറഞ്ഞാൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് ഡിറ്റർമൈൻ ഇഫ് ദ ചേഞ്ച് ഇസ് ജസ്റ്റിഫൈഡ്. ആ ഒരു ചേഞ്ച് എന്താണ്, ജസ്റ്റിഫൈബിൾ ആണോ എന്നുള്ള കാര്യം എന്ത് നോക്കണം, പ്രാക്ടീഷണർ നോക്കണം. സോ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റിൽ നിന്നും ഒരു നോൺ അഷുറൻസ് എൻഗേജ്മെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ എൻഗേജ്മെൻറ്റ് മാറ്റാൻ വേണ്ടി പറയുകയാണെങ്കിൽ അത് ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ള കാര്യം എന്താണ്, പ്രാക്ടീഷണർ ഡിറ്റർമൈൻ ചെയ്യണം. ഇഫ് എൻഗേജ്മെൻറ്റ് ടേംസ് ആർ മോഡിഫൈഡ് ദ പ്രാക്ടീഷണർ ആൻഡ് മാനേജ്മെൻറ്റ് മസ്റ്റ് അഗ്രി ഓൺ ദ ന്യൂ ടേംസ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് എന്താണ്, മോഡിഫൈ ചെയ്തു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീഷണറും അതേമാതിരി തന്നെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ആ പുതിയ ടേം അഗ്രി ചെയ്യണം. പെർഫോമിങ് ദ റിവ്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിവ്യൂ എൻഗേജ്മെൻറ്റ്സ് പെർഫോം ചെയ്യേണ്ടത്? ഓക്കെ, ഫസ്റ്റ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ മെറ്റീരിയാലിറ്റി. ദ പ്രാക്ടീഷണർ മസ്റ്റ് അസസ് മെറ്റീരിയാലിറ്റി ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ ഹോൾ. അപ്പോൾ മൊത്തം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ മെറ്റീരിയാലിറ്റി എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ അസസ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയാലിറ്റി. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ദ എൻറ്റിറ്റി. നമ്മൾ പിന്നെ എന്താണ്, എൻറ്റിറ്റീനെ മനസ്സിലാക്കണം. The practitioner must study the entity's operation, environment and reporting framework to identify areas of possible misstatements. അപ്പോൾ ഏതൊക്കെ ഏരിയാസിലാണ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻറ്റിറ്റിൻ്റെ ഓപ്പറേഷൻ, എൻവിറോൺമെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് മനസ്സിലാക്കണം. ദെൻ പെർഫോം പ്രൊസീജിയേഴ്സ്. ദ പ്രാക്ടീഷണർ മസ്റ്റ് കണ്ടക്ട് ഇൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റിൻ്റെ പ്രൈമറി 2 പ്രൊസീജിയേഴ്സ് ആണെന്ത്, ഇൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം ടു അഡ്രസ് ദ റിസ്ക് ആൻഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ അഡീഷണൽ പ്രൊസീജിയേഴ്സ്. ആവശ്യമുണ്ടെങ്കിൽ ഇഫ് നെസസറി ദ പ്രാക്ടീഷണർ മേ പെർഫോം എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്. ദെൻ ഇനി നമുക്കെന്താണ് ഈ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് നോക്കാനുള്ള ഓരോ ടോപ്പിക്കിലാണിത്. അപ്പോൾ അതിൽ ഫസ്റ്റാണ് മെറ്റീരിയാലിറ്റിനെ റിവ്യൂ എൻഗേജ്മെൻറ്റ്. ഓരോ പ്രൊസീജിയേഴ്സാണ്, നമ്മൾ പറഞ്ഞ ഓരോ പ്രൊസീജിയേഴ്സാണ്, അതിൽ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. സോ ഫസ്റ്റ് വൺ മെറ്റീരിയാലിറ്റിനെ റിവ്യൂ എൻഗേജ്മെൻറ്റ്.
Materiality is the importance of financial information in decision making. The practitioner must apply materiality when designing procedures and reassess materiality if new information arises during the review. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്താണ്? ഒരു ഫിനാൻസ് ഇൻഫർമേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു 10 കോടി ടേൺ ഓവറുള്ളൊരു സ്ഥാപനത്തിന് എന്താണ് ഒരു 500 രൂപ മെറ്റീരിയൽ അല്ല. സോ ഇതിനൊരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതെന്താണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യില്ല. സോ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയാലിറ്റി. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഏത് എമൗണ്ട് മുതൽ ഏത് എമൗണ്ട് വരെയാണ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഏത് എമൗണ്ട് ആണ് ഇതിൻ്റെ ത്രഷോൾഡ് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയാലിറ്റീൻ്റെ കേസിൽ ഓഡിറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മെറ്റീരിയാലിറ്റി അപ്ലൈ ചെയ്യണം. എപ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സ് ഓഡിറ്റ് അല്ലെങ്കിൽ റിവ്യൂ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മെറ്റീരിയാലിറ്റി അപ്ലൈ ചെയ്യണം. നമ്മളിപ്പോൾ എന്താ പറയുക, ഇൻക്വയറി ആയാലും അനലിറ്റിക്കൽ പ്രൊസീജിയർ ആയാലും ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു 10 കോടീൻ്റെ ടേൺ ഓവർ ഉണ്ട് സ്ഥാപനത്തിന് 500 കോടീൻ്റെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഇൻക്വയറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റിൻ്റെ അത്രയും പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയാലിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി എന്ത് ചെയ്യണം, നമ്മൾ മെറ്റീരിയാലിറ്റി റീഅസസ് ചെയ്യണം. ചില പുതിയ ഇൻഫോർമേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 500 രൂപേൻ്റെ ഒരു മിസ്റ്റേക്ക് കണ്ടു, പക്ഷേ ഇതേ ഒരു മിസ്റ്റേക്ക് നമ്മൾ പിന്നെ സാമ്പിൾ എടുത്ത് നോക്കിയ സമയത്ത് ഇങ്ങനത്തെ ഒരു 500 രൂപേൻ്റെ ഒരു 50 മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. അതൊരു പുതിയ ഇൻഫോർമേഷൻ ആണല്ലോ. ആ ഒരു പുതിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു 500 ഒരു ഇമ്മെറ്റീരിയൽ കാര്യമല്ല, അതൊരു മെറ്റീരിയൽ ആയുള്ള കാര്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നമ്മൾ ഇൻക്വയറി നടത്തണം. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി. ദ പ്രാക്ടീഷണർ മസ്റ്റ് ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എൻറ്റിറ്റി including the business environment and industry, the financial reporting framework and areas where misstatements are likely. അപ്പോൾ എന്താണ് പ്രാക്ടീഷണർ എൻറ്റിറ്റിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തണം. അതാണ് രണ്ടാമത്തെ പ്രൊസീജിയർ ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ട പ്രൊസീജിയർ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബിസിനസ്സിൻ്റെ എൻവിറോൺമെൻറ്റും അതിൻ്റെ ഇൻഡസ്ട്രി നമ്മൾ എന്താണ് മനസ്സിലാക്കണം, പിന്നെ അതിൻ്റെ FRF നമ്മൾ മനസ്സിലാക്കണം. ദെൻ എവിടേക്കാണ് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് മനസ്സിലാക്കണം. Then designing and performing procedure. The practitioner must conduct inquiry and analytical procedures. അപ്പോൾ ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറാണ് മെയിനായിട്ട് പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. അത് എവിടേക്കാണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്രസ് ഓൾ മെറ്റീരിയൽ ഐറ്റംസ് ഇൻക്ലൂഡിങ് ഡിസ്ക്ലോഷേഴ്സ്. അപ്പോൾ എല്ലാ മെറ്റീരിയൽ ഐറ്റത്തിൻ്റെ മുകളിലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയറിയും ചെയ്യണം, അതേമാതിരി തന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയറും ചെയ്യണം, ഇൻക്ലൂഡിങ് ഡിസ്ക്ലോഷേഴ്സ്. ദെൻ ഫോക്കസ് ഓൺ ഹൈ റിസ്ക് ഏരിയാസ് വേർ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ലൈക്ലി. അപ്പോൾ ഹൈ റിസ്ക് ഏരിയാസ് ഉണ്ടാവും, ഒരു റിസ്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയ. അപ്പോൾ ചില ഒരു സിറ്റുവേഷനിൽ ചില ഒരു ഏരിയ എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പർ അല്ല, സോ അവിടെ എന്താണ് റിസ്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. സോ ആ ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറും പെർഫോം ചെയ്യണം. അപ്പോൾ 2 ഏരിയാസിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഒന്ന് വെച്ചാൽ മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ മുകളിലും, രണ്ടാമത്തെ വെച്ചാൽ ഹൈ റിസ്ക് ഏരിയൻ്റെ മുകളിലും. ദെൻ ദ പ്രാക്ടീഷണർ മേ ഓൾസോ പെർഫോം അതർ പ്രൊസീജിയേഴ്സ്. മറ്റ് പ്രൊസീജിയേഴ്സും എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ പെർഫോം ചെയ്യണം. സച്ച് ആസ് റിവ്യൂയിങ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രാക്ട് ഇഫ് ദേ എഫക്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവും, അതെന്ത് ചെയ്യണം, അത് റിവ്യൂ ചെയ്യണം. സോ അഡീഷണൽ പ്രൊസീജിയേഴ്സും പെർഫോം ചെയ്യണം. ദെൻ ഇൻക്വയറി പ്രൊസീജിയേഴ്സ്. ഇൻക്വയറി ഇൻവോൾവ്സ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ, റിലവൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ് റിലവൻറ്റ് ഇൻഫർമേഷൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ത് ഇൻക്വയറീസ്. സോ ഇൻക്വയറി എന്ന് വെച്ചാൽ എന്താണ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ഗ്യാദർ റിലവൻറ്റ് ഇൻഫർമേഷൻ. റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ത് ഇൻക്വയറി. ദ പ്രാക്ടീഷണർ മേ ഇൻക്വയർ അബൌട്ട്. അപ്പോൾ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് പ്രാക്ടീഷണർ ഇൻക്വയർ ചെയ്യുക എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്, ജഡ്ജ്മെൻറ്റ് യൂസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സും ജഡ്ജ്മെൻറ്റ്സും അതെന്താണ്, അത് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ഇൻക്വയർ ചെയ്യണം. ഫസ്റ്റ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സും ജഡ്ജ്മെൻറ്റ്സും യൂസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, ഡീൽസ് ബിറ്റ്വീൻ ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് ഓണർ ഓർ അഫിലിയേറ്റ്സ്. അപ്പോൾ എന്താണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയറി ചെയ്യണം. ദെൻ കോംപ്ലക്സ് ഓർ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ ദാറ്റ് കുഡ് എഫക്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എഫക്ട് ചെയ്യാൻ കാരണമാവുന്ന ഏതെങ്കിലും കോംപ്ലക്സോ അല്ലെങ്കിൽ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇൻക്വയറി ചെയ്യണം. ദെൻ ഫ്രോഡ് റിസ്ക് ഇൻക്ലൂഡിങ് സസ്പെക്റ്റഡ് ഫ്രോഡ്. അപ്പോൾ എന്തെങ്കിലും ഫ്രോഡ് റിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സസ്പെക്റ്റഡ് ഫ്രോഡ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയറി ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ 500 രൂപേൻ്റെ മിസ്റ്റേക്ക് വന്നു, പക്ഷേ നമ്മൾ കൂടുതൽ നോക്കിയപ്പോഴാണ് അത് 50 ഉണ്ടെന്ന് മനസ്സിലായത്. 50 അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലായി. സോ എന്താണ്, അതൊരു സസ്പെക്റ്റഡ് ഫ്രോഡാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് ഇൻക്വയറി ചെയ്യണം. ദെൻ സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ് ഒക്യൂറിങ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ബട്ട് ബിഫോർ ദ റിവ്യൂ ഈസ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങി, പക്ഷേ അത് റിപ്പോർട്ട് ഡേറ്റിന് എന്താണ്
ശേഷമാണ് ഒരു ഇവൻറ്റ് നടന്നത്. പക്ഷേ നമ്മൾ റിവ്യൂ കഴിഞ്ഞിട്ടില്ല. ഓഡിറ്റ് കഴിഞ്ഞു, അതിൻ്റെ റിപ്പോർട്ടും കഴിഞ്ഞു, പക്ഷേ റിവ്യൂ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡേറ്റ് പീരീഡിൻ്റെ ഇടയിൽ നടക്കുന്ന സബ്സിക്വൻറ്റ് ഇവൻറ്റ്സ് അതിനെക്കുറിച്ചിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്വയറി നടത്തണം. ദെൻ ഗോയിങ് കൺസേൺ അസംഷൻ എൻഷുറിങ് ദ എൻറ്റിറ്റി ക്യാൻ കണ്ടിന്യൂ ഓപ്പറേഷൻ. അപ്പോൾ എന്താണ്, എൻറ്റിറ്റിക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, മുന്നോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയറി നടത്തണം. ദെൻ മെറ്റീരിയൽ കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് കണ്ടിൻജൻസീസ് ദാറ്റ് മൈറ്റ് എഫക്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സും അതേമാതിരി തന്നെ കണ്ടിൻജൻസീസ് ഉണ്ടോ, ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയറീസ് നടത്തണം. പ്രാക്ടീഷണർ നടത്തണം. ദെൻ ദ പ്രാക്ടീഷണർ മേ ഓൾസോ റിക്വസ്റ്റ് നോൺ ഫിനാൻഷ്യൽ ഡാറ്റ ഇഫ് റിലവൻറ്റ്. അപ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ ഡാറ്റ അല്ലാതെ നോൺ ഫിനാൻഷ്യൽ ഡാറ്റയും ആവശ്യമുണ്ടെങ്കിൽ, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ കണക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെൻട്രീൻ്റെ വാല്യൂഷൻ, അത് ഫിനാൻഷ്യൽ ഡാറ്റയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും നോൺ ഫിനാൻഷ്യൽ ഡാറ്റാസ് എന്താണ്, എംപ്ലോയീസ് പ്രാക്ടീഷണറിന് വേണമെങ്കിൽ എന്താണ്, അതും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ഇൻക്വയറി നോക്കി. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയറാണ് അടുത്തത്. എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയർ? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് റിവ്യൂയിങ് ഫിനാൻഷ്യൽ ഡാറ്റ ടു ഐഡൻറ്റിഫൈ അൺയൂഷ്വൽ പാറ്റേൺ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റാസ് റിവ്യൂ ചെയ്തിട്ട് എന്താണ്, നമ്മൾ അതിലെന്തെങ്കിലും അൺയൂഷ്വൽ പാറ്റേൺ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്ത്, അനലിറ്റിക്കൽ പ്രൊസീജിയർ. സോ നമ്മൾ എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയറിൽ ചെയ്യുന്നത്, റിവ്യൂയിങ് ആണ് ചെയ്യുന്നത്. എന്ത്, ഫിനാൻഷ്യൽ ഡാറ്റ. എന്തിനു വേണ്ടിയിട്ട്, അതിൽ അൺയൂഷ്വൽ പാറ്റേൺ ഉണ്ടോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. The practitioner must ensure the data from accounting system is reliable being performing analysis. അപ്പോൾ എന്താണ്, നമ്മൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്ന ഡാറ്റ അതെന്താണ്, ഈ ഒരു അനാലിസിസ് പെർഫോം ചെയ്യാൻ എന്താണ്, റിലയബിൾ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം ബിഫോർ പെർഫോമിങ് അനാലിസിസ്. അപ്പോൾ ഈ ഒരു അനലിറ്റിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, ഈ ഒരു ഡാറ്റ റിലയബിൾ ആണോ എന്നുള്ള കാര്യം ആര് നോക്കണം, പ്രാക്ടീഷണർ എൻഷുർ ചെയ്യണം. ദെൻ analytical procedures help detect error, inconsistencies and trends in financial statement. അപ്പോൾ എന്താണ്, അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുക, എറർ ഡിറ്റക്ട് ചെയ്യാൻ, ഇൻകൺസിസ്റ്റൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആ ട്രെൻഡ്, ആ ഒരു പാറ്റേണിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ. അതേമാതിരി തന്നെ ട്രെൻഡ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ആദ്യം 5% പിന്നെ 10%, പിന്നെ 15%, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേണിലാണ് നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ പോകുന്നത്. സോ ഇതൊരു അൺയൂഷ്വൽ പാറ്റേൺ, കാരണം അങ്ങനെ ഒരേ ഒരു 5% കൂടി വരികയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ അങ്ങനത്തെ ഒരു പാറ്റേൺ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണോ കൊടുക്കുന്നത്, അതിൽ എന്തെങ്കിലും ഫോർജറി വരുന്നുണ്ടോ എന്നുള്ള കാര്യം എന്താണ് ചെക്ക് ചെയ്യണം. സോ എന്തെങ്കിലും ഒരു ട്രെൻഡ് വരുന്നുണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രാക്ടീഷണറിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനലിറ്റിക്കൽ പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇൻ റിവ്യൂ. അപ്പോൾ ഇൻക്വയറിൻ്റെയും അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇൻക്വയറി ഈസ് എ കീ സോഴ്സ് ഓഫ് എവിഡൻസ് റിഗാർഡിംഗ് മാനേജ്മെൻറ്റ്സ് ഇൻറ്റൻറ്റ്. അപ്പോൾ എന്താണ്, ഇൻക്വയറി എന്ന് വെച്ചാൽ ഒരു കീ സോഴ്സ് ഓഫ് എവിഡൻസ് ആണ്. ഹവർ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ മേ ബി ലിമിറ്റഡ്. പക്ഷേ ഇൻക്വയറിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു റിസോഴ്സ് ചിലപ്പം എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ. ഇൻ സച്ച് എ കേസ് എന്ന് വെച്ചാൽ ഇൻക്വയറി എന്താണ്, ഒരു സോഴ്സ് ഓഫ് എവിഡൻസ് ആണ് റിഗാർഡിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു എവിഡൻസ്, അത് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള എവിഡൻസ് ആണ് എന്ത്, ഇൻക്വയറി. പക്ഷേ ചില കേസുകളിൽ എന്താണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ലിമിറ്റഡ് ആയിരിക്കും. ആ കേസിൽ എന്ത് ചെയ്യണം, അഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ത്രൂ. കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ്സ് പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ക്യാരിങ് ഔട്ട് സ്റ്റേറ്റഡ് ഇൻറ്റൻഷൻ. അപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻറ്റൻഷൻസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട്, പണ്ടത്തെ ഒരു പാറ്റേൺ നോക്കിയിട്ട്. രണ്ടാമത്തെ വെച്ചാൽ മാനേജ്മെൻറ്റ്സ് റീസൺ ഫോർ ചൂസിങ് എ സ്പെസിഫിക് ആക്ഷൻ. ഒരു ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷനോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനോ വാട്ടെവർ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ എന്ത് റീസണാണ് മാനേജ്മെൻറ്റിനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ദെൻ മാനേജ്മെൻറ്റ്സ് എബിലിറ്റി ടു ഫോളോ ത്രൂ വിത്ത് ആക്ഷൻ. അപ്പോൾ ആ ഒരു ആക്ഷൻ ഫോളോ ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് എബിലിറ്റി. സോ ഈ 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒരു ആക്ഷൻ ഉണ്ട്, ആ ആക്ഷൻ പണ്ട് എങ്ങനെയാണോ മാനേജ്മെൻറ്റ് ചെയ്തത്. രണ്ടാമത്തത് ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, ആ ഇൻറ്റൻഷൻ പണ്ട് എങ്ങനെയാണോ മാനേജ്മെൻറ്റ് ചെയ്തത്, ഇപ്പോൾ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ട്, അതിൻ്റെ റീസൺ എന്താണ്, അതേമാതിരി തന്നെ അത് ചെയ്യാനുള്ള എബിലിറ്റി മാനേജ്മെൻറ്റ് ഉണ്ടോ. ഈ കാര്യങ്ങൾ 3 നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റൻഷനെ കുറിച്ചിട്ട്.
എപ്പോൾ നമുക്ക് സപ്പോർട്ടിങ് ഇൻഫർമേഷൻസ് കുറവാണെങ്കിൽ, ഒരു മാനേജ്മെൻറ്റ് ഇൻറ്റൻഷനെ കുറിച്ച് നമ്മൾ എവിഡൻസ് വാങ്ങി പക്ഷേ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ കുറവാണ്, ആ സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്താണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ നോക്കാം? പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് സ്റ്റേറ്റഡ് ഇൻറ്റൻഷൻ, പിന്നെ റീസൺ ഫോർ ചൂസിങ് ദ സ്പെസിഫിക് ആക്ഷൻ ആൻഡ് എബിലിറ്റി ടു ഫോളോ ദ ആക്ഷൻ. ദെൻ applying professional skepticism is essential to evaluate management's responses and detect any potential misstatements. അപ്പോൾ എന്താണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം? മറ്റൊരാൾ പറഞ്ഞ കാര്യം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാത്ത ഒരു സ്വഭാവമാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. സോ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്താണ്? എസെൻഷ്യൽ ടു ഇവാലുവേറ്റ് മാനേജ്മെൻറ്റ് റെസ്പോൺസ്, മാനേജ്മെൻറ്റ് റെസ്പോൺസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ് പൊട്ടൻഷ്യൽ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിറ്റക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഇൻക്വയറി പ്രൊസീജിയർ. അപ്പോൾ ഇൻക്വയറി പ്രൊസീജിയേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഇൻക്വയറി ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ്. എൻറ്റിറ്റിനെയും എൻവിറോൺമെൻറ്റിനെയും മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഐഡൻറ്റിഫൈ ഏരിയ പ്രോൺസ് ടു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അതാണെന്ത് ഇൻക്വയറീസിൻ്റെ ബെനിഫിറ്റ്. ഒന്ന് വെച്ചാൽ എൻറ്റിറ്റിയും എൻവിറോൺമെൻറ്റും മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ analytical procedures assist in updating the practitioner's understanding of the entity and environment. നമുക്ക് ഓൾറെഡി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് റിഗാർഡിംഗ് ദ എൻറ്റിറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ്. അതെന്താണ്? അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ് എന്തെങ്കിലും ഇൻക്വയറി ചെയ്തിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഉണ്ടാക്കും. ആ അണ്ടർസ്റ്റാൻഡിങ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്യും. ദെൻ ഐഡൻറ്റിഫൈ ഇൻകൺസിസ്റ്റൻസീസോ അൺയൂഷ്വൽ ട്രെൻഡ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകൺസിസ്റ്റൻസീസോ അല്ലെങ്കിൽ അൺയൂഷ്വൽ ട്രെൻഡ്സോ നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ദെൻ കൊറോബറേറ്റിംഗ് അതർ ഇൻക്വയറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ മറ്റ് ഇൻക്വയറീസും പ്രൊസീജിയേഴ്സിനെ എന്താണ് കൊറോബറേറ്റ് ചെയ്യും. കൊറോബറേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരീകരിക്കുക. എന്ത് ഒരു ഇൻക്വയറി നമ്മൾ നടത്തി, അത് നമുക്കൊരു എവിഡൻസ് കിട്ടി. സോ ആ എവിഡൻസ് കറക്റ്റ് ആണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സിൻ്റെ റിസൾട്ട് സ്ഥിരീകരിക്കാനോ അനലിറ്റിക്കൽ പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യും. ദെൻ ആക്ടിങ് ആസ് അഡീഷണൽ പ്രൊസീജിയേഴ്സ് വെൻ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ സസ്പെക്റ്റഡ്. അപ്പോൾ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്താണ് ഒരു അഡീഷണൽ പ്രൊസീജിയർ ആയിട്ട് നമുക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ആക്ട് ചെയ്യും. എക്സാമ്പിൾ എ കമ്പാരിസൺ ഓഫ് മന്ത്ലി റവന്യൂ ആൻഡ് കോസ്റ്റ് അക്രോസ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ടു ഡിറ്റക്ട് ഇൻകൺസിസ്റ്റൻസീസ്. അതാണ് അനലിറ്റിക്കൽ പ്രൊസീജിയറിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. എന്താണ് നമ്മളൊരു റവന്യൂം കോസ്റ്റ് എന്താണ് മന്ത്ലി കമ്പയർ ചെയ്യുക, എന്തിന് ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൻ്റെ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ എന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ മെത്തേഡ്സ് ഓഫ് പെർഫോമിംഗ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അപ്പോൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉള്ളത് അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. വേരിയസ് മെത്തേഡ്സ് റേഞ്ച് ഫ്രം സിമ്പിൾ കമ്പാരിസൺ ടു അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. പ്രാക്ടീഷണർക്ക് അപ്പോൾ എന്താണ് സിമ്പിളായിട്ടൊരു കമ്പാരിസൺ മുതൽ ഒരു അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വരെ എന്താണ് നമുക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ പ്രാക്ടീഷണറിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ പ്രാക്ടീഷണർ ക്യാൻ കമ്പയർ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് ഫോർ കൺസിസ്റ്റൻസി. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് കമ്പയർ ചെയ്യാൻ പറ്റും. ദെൻ ഡെവലപ്പ് എക്സ്പെക്ടേഷൻസ് യൂസിങ് ഇൻഡസ്ട്രി ഡാറ്റ. അപ്പോൾ ഇൻഡസ്ട്രി ഡാറ്റ യൂസ് ചെയ്തിരുന്നതാണ് നമുക്ക് എക്സ്പെക്ടേഷനും. ഇൻഡസ്ട്രിയിൽ എന്താണ് 50% ആണ് എല്ലാവരും പ്രോഫിറ്റായിട്ട് പോകുന്നത്, പക്ഷേ നമുക്കാകെ 40%, 30% ഉള്ളൂ. സോ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് അതിൻ്റെ റീസൺ നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദെൻ പ്രൊസീജിയേഴ്സ് ഫോർ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്. സ്പെസിഫിക് സർക്കംസ്റ്റാൻസിൽ ഫസ്റ്റ് പറഞ്ഞാണത് റിലേറ്റഡ് പാർട്ടീസ്. ദ പ്രാക്ടീഷണർ ഷുഡ് റിമെയിൻ അലേർട്ട് ഫോർ അൺഡിസ്ക്ലോസ്ഡ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാത്ത എന്തെങ്കിലും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം എന്താണ് പ്രാക്ടീഷണർ നോക്കണം. ഇഫ് അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ ഒക്യൂസ്, എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ പ്രാക്ടീഷണർ ഷുഡ് ഇൻക്വയർ അബൌട്ട് ദെയർ നേച്ചർ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് റിലേറ്റഡ് പാർട്ടി. അപ്പോൾ റിലേറ്റഡ് പാർട്ടിക്ക് ആ ഒരു അൺയൂഷ്വൽ ട്രാൻസാക്ഷനിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ ഒരു നേച്ചറും എന്താണ് നമ്മളുടെ പ്രാക്ടീഷണർ ഇൻക്വയർ ചെയ്യണം. ദെൻ അസസ് ദ ബിസിനസ് റാഷണൽ ബിഹൈൻഡ് സച്ച് എ ട്രാൻസാക്ഷൻ. അപ്പോൾ ബിസിനസ് റാഷണൽ എന്ന് വെച്ചാൽ എന്ത് ലോജിക്കിൻ്റെ മോഡിലാണ് ഈ ഒരു അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പ്രാക്ടീഷണർ അസസ് ചെയ്യണം. ഓക്കെ. ദെൻ ഫ്രോഡ് ആൻഡ് നോൺ കംപ്ലയൻസ് വിത്ത് ലോസ്. അപ്പോൾ രണ്ടാമത്തെയാണിത് ഫ്രോഡ് അല്ലെങ്കിൽ നോൺ കംപ്ലയൻസ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് സ്പെസിഫിക് പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്? ഈ ഫ്രോഡ് ഓർ നോൺ കംപ്ലയൻസ് ഇസ് സസ്പെക്ട്. അപ്പോൾ ഒരു നോൺ കംപ്ലയൻസോ അല്ലെങ്കിൽ ഫ്രോഡോ നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ദ പ്രാക്ടീഷണർ മസ്റ്റ്
കമ്മ്യൂണിക്കേറ്റ് കൺസേൺ ടു സീനിയർ മാനേജ്മെൻറ്റ് ഓർ ഗവർണൻസ്. അത് ഫസ്റ്റ് തന്നെ മാനേജ്മെൻറ്റ് അടുത്തോ അല്ലെങ്കിൽ ഗവർണൻസിൻ്റെ അടുത്തോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ റിക്വസ്റ്റ് മാനേജ്മെൻറ്റ്സ് അസസ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ എഫക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ എഫക്റ്റ് മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്യണം. മാനേജ്മെൻറ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. കാരണം അങ്ങനത്തെ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ എന്താണ് ഒരു കംപ്ലയൻസോ വന്ന്, അപ്പോൾ ആ ഒരു നോൺ കംപ്ലയൻസ് എങ്ങനെയാണ് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് മാനേജ്മെൻറ്റ് അടുത്ത് പ്രാക്ടീഷണർ റിക്വസ്റ്റ് ചെയ്യണം. ദെൻ ഡിറ്റർമൈൻ വെദർ ടു റിപ്പോർട്ട് ഫ്രോഡ് ഓർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എക്സ്റ്റേണൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോഡ് കണ്ടുപിടിച്ചു, അത് 1 കോടിക്ക് മുകളിലാണെങ്കിൽ നമ്മൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 143 സബ്സെക്ഷൻ 12 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. സോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യണം. സോ അടുത്തതാണ് എന്ത്, ഗോയിങ് കൺസേൺ കൺസിഡറേഷൻസ്. ഇഫ് ഡൗട്ട് അറൈസിങ് അബൌട്ട് ദ എൻറ്റിറ്റീസ് എബിലിറ്റി ടു കണ്ടിന്യൂ ദ പ്രാക്ടീഷണർ മസ്റ്റ്. അപ്പോൾ എന്താണ്, എൻറ്റിറ്റിക്ക് കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡൗട്ട് വരികയാണെങ്കിൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം, ഇൻക്വയർ അബൌട്ട് മാനേജ്മെൻറ്റ് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ദർ ഫിസിബിലിറ്റി. അപ്പോൾ മാനേജ്മെൻറ്റ് ഫ്യൂച്ചർ പ്ലാനും അതിൻ്റെ ഫിസിബിലിറ്റി എന്ത് ചെയ്യണം, പ്രാക്ടീഷണറെ ഇൻക്വയർ ചെയ്യണം. ദെൻ ഇവാലുവേറ്റ് ദ റീസൺസ് ടു ഡിസൈഡ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മിസ്ലീഡിങ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മിസ്ലീഡിങ് ആണ് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്താൻ ഉള്ള കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. സോ ഇവാലുവേറ്റ് റെസ്പോൺസസ് ടു ഡിസൈഡ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മിസ്ലീഡിങ്. ദെൻ അസസ് ഓൾ റിലവൻറ്റ് ഇൻഫർമേഷൻ. എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. ഡിറ്റർമൈൻ ഇഫ് ദ എൻറ്റിറ്റി ക്യാൻ കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ്. അപ്പോൾ എൻറ്റിറ്റിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മൾ അസസ് ചെയ്യണം. ദെൻ അടുത്ത ടോപ്പിക്കാണ് യൂസിങ് വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. മറ്റൊരാൾ ചെയ്ത വർക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പ്രൊസീജിയറാണ് പെർഫോം ചെയ്യേണ്ടത്. ദ പ്രാക്ടീഷണർ മേ റിലൈ ഓൺ വർക്ക് ഫ്രം അതർ പ്രൊഫഷണൽ ഇൻക്ലൂഡിങ്. എന്തൊക്കെ വർക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക വെച്ചാൽ, ഫസ്റ്റ് അതർ ഓഡിറ്റേഴ്സ് ഓർ എക്സ്പേർട്സ് ഇൻ നോൺ അക്കൗണ്ടിങ് ഫീൽഡ്. അപ്പോൾ നോൺ അക്കൗണ്ടിങ് ഫീൽഡിൽ ഒരു എക്സ്പേർട്ടിൻ്റെ വർക്കോ അല്ലെങ്കിൽ മറ്റ് ഓഡിറ്റേഴ്സിൻ്റെ വർക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വെച്ചാൽ ഒരു റിവ്യൂ എൻഗേജ്മെൻറ്റ് നടത്തുന്ന ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എൻഷുറിങ് ദ വർക്ക് പെർഫോംഡ് ഈസ് ആഡിക്വേറ്റ് ഫോർ റിവ്യൂ പർപ്പസ്. അപ്പോൾ റിവ്യൂ പർപ്പസിന് എന്താണ് ഈ ഒരു വർക്ക്, ഓഡിറ്ററിൻ്റെ വർക്കോ അല്ലെങ്കിൽ അതർ എക്സ്പേർട്ട് ഇൻ നോൺ അക്കൗണ്ടിങ് ഫീൽഡ് മറ്റൊരു എക്സ്പേർട്ടിൻ്റെ വർക്കോ നമുക്ക് ഒരു റിവ്യൂ പർപ്പസിന് ആഡിക്വേറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, എൻഷുറും ചെയ്യണം അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. അടുത്ത ടോപ്പിക്കാണെന്ത്, റിവ്യൂ ഓഫ് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. വെൻ റിവ്യൂയിങ് എ ഗ്രൂപ്പ് എൻറ്റിറ്റി, ഒരു ഗ്രൂപ്പ് എൻറ്റിറ്റി നമ്മൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ദ പ്രാക്ടീഷണർ ഷുഡ് പ്ലാൻ പ്രൊസീജിയേഴ്സ് ടു മീറ്റ് റിവ്യൂ ഒബ്ജക്റ്റീവ്. അപ്പോൾ റിവ്യൂ ഒബ്ജക്റ്റീവ് എന്താണ്, മീറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ പ്ലാൻ ചെയ്യണം ഫസ്റ്റ് തന്നെ. ദെൻ എൻഷ്യൂർ ദ റിവ്യൂ അലൈൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് വൈൽ കൺസിഡറിങ് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ട് എന്താണ്, റിവ്യൂ സ്റ്റാൻഡേർഡുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം, സ്റ്റാൻഡേർഡ്സുമായിട്ട്. ദെൻ വെൻ അഡീഷണൽ പ്രൊസീജിയേഴ്സ് ആർ റിക്വയർഡ്. അപ്പോൾ മറ്റെന്തെങ്കിലും അഡീഷണൽ പ്രൊസീജിയേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇഫ് എ പ്രാക്ടീഷണർ സസ്പെക്ട് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി മെറ്റീരിയലി മിസ്റ്റേക്കഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറും മാത്രം നടത്തി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് ഇതിനെക്കൊണ്ട് മാത്രം ചെയ്യില്ല, ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ദേ മസ്റ്റ് പെർഫോം എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ടു ഡിറ്റർമൈൻ വെദർ ദ ഇഷ്യൂ ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഇനഫ് ടു ഇമ്പാക്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ ഹോൾ. അപ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്തൊരു ഇഷ്യൂ അതെന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാൻ ചാൻസ് ഇല്ലാത്തൊരു ഇഷ്യൂ ആണെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ചെയ്യണം. പിന്നെ ദ ഇഷ്യൂ ഡസ് ഇൻ ഫാക്ട് കോസ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ്, ഇതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിന് കാരണമാവുന്നൊരു ഇഷ്യൂ ആണെന്നുള്ള കാര്യം നോക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ എക്സ്ട്രാ പ്രൊസീജിയർ നമ്മൾ പെർഫോം ചെയ്യണം. ദ നീഡ് ഫോർ അഡീഷണൽ പ്രൊസീജിയേഴ്സ് അറൈസ് വെൻ ദ പ്രാക്ടീഷണർ ഫൈൻഡ്സ് ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് റിക്വയർ ഫർദർ വെരിഫിക്കേഷൻ. അപ്പോൾ ഈ അഡീഷണൽ പ്രൊസീജിയേഴ്സ് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ, പ്രാക്ടീഷണേഴ്സ് എന്താണ് ഒരു ഇൻകൺസിസ്റ്റൻസീസ് കണ്ടുപിടിക്കുകയാണ്, അതിന് ഫർദർ വെരിഫിക്കേഷൻ വേണം. എന്ന് വെച്ചാൽ നമ്മൾ സാധനം ഒരു ഇൻകൺസിസ്റ്റൻസി കണ്ടുപിടിച്ചു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഒരു 5%, 10%, ഒരു 15%, ഇങ്ങനത്തെ ഒരു ഇൻകൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഒരേ പാറ്റേൺ, അത് കഴിഞ്ഞിട്ട് 20% ഒന്ന് വെക്കുക, ഇങ്ങനത്തെ ഒരേ പാറ്റേൺ ആണ് പോകുന്നത്. അപ്പോൾ നമ്മളെന്താണ്, നമുക്കൊരു 5% അങ്ങനെ കൂടിക്കൂടി വരികയാണ്. സോ ഇതിലൊരു ഇൻകൺസിസ്റ്റൻസി നമുക്കുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫർദർ വെരിഫിക്കേഷൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം.
പർപ്പസ് ഓഫ് അഡീഷണൽ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഈ അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഇൻക്വയറിക്കും അനലിറ്റിക്കൽ പ്രൊസീജിയറിനും ശേഷം നമ്മൾ ഈ അഡീഷണൽ പ്രൊസീജിയേഴ്സ് എന്തിനാണ് ചെയ്യുന്നത്? ദ ഗോൾ ഓഫ് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ടു കളക്ട് ഇനഫ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ടു ഹെൽപ്പ് ദ പ്രാക്ടീഷണർ കൺക്ലൂഡ് വെദർ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എക്സിസ്റ്റ്. അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനൊരു കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അഡീഷണൽ അപ്രോപ്രിയേറ്റും സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് കൺഫേം ഇഫ് ഐഡൻറ്റിഫൈഡ് ഇഷ്യൂസ് സിഗ്നിഫിക്കൻറ്റ് എഫക്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു ഇഷ്യൂ ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറും വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ള ഇഷ്യൂ എന്താണ്, അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതേമാതിരി തന്നെ അലൗസ് ദ പ്രാക്ടീഷണർ ടു മേക്ക് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് ഓൺ ദ ഫിനാൻഷ്യൽ ആക്യുറസി. അപ്പോൾ ഫിനാൻഷ്യൽ ആക്യുറസിനെ കുറിച്ചുള്ള ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാനും എന്ത് ചെയ്യും? ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ ടൈപ്സ് ഓഫ് അഡീഷണൽ പ്രൊസീജിയേഴ്സ്. അഡീഷണൽ പ്രൊസീജിയേഴ്സിൻ്റെ ടൈപ്പ് എന്തൊക്കെയാണ്? ദ നേച്ചർ ഓഫ് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പെസിഫിക് ഇഷ്യൂ ആൻഡ് റിക്വയർസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അഡീഷണൽ പ്രൊസീജിയറിൻ്റെ നേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ആ ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെയും അതേമാതിരി തന്നെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിയും ബേസിലാണ് അഡീഷണൽ പ്രൊസീജിയർ ഉള്ളത്. കാരണം എന്ത് രീതിയിലാണോ ഓഡിറ്ററിന് വേണ്ടത്, എന്ത് കാര്യമാണ്, ഏത് ഇഷ്യൂ ആണോ ഓഡിറ്റർ എന്താണ് അതിന് ഏത് ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ഓഡിറ്ററിന് അപ്രോപ്രിയേറ്റ് എവിഡൻസ് വേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടും അതേമാതിരി തന്നെ ഓഡിറ്ററിൻ്റെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് അഡീഷണൽ പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദേ ക്യാൻ ഇൻക്ലൂഡ് ഇൻക്വയറി ഓർ അനലിറ്റിക്കൽ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ അറിയാം എന്താണ് അനലിറ്റിക്കൽ പ്രൊസീജിയറും ഇൻക്വയറിയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, പ്രൈമറി പ്രൊസീജിയറാണത്. സോ കണ്ടക്ടിങ് ഇൻക്വയറി ഇൻ ഗ്രേറ്റർ ഡീറ്റെയിൽസ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമ്മൾ ഇൻക്വയറി ചെയ്യും. നമ്മൾ നോർമൽ ഫസ്റ്റ് ഇൻക്വയറി ചെയ്തു, പക്ഷേ അതിന് പുറമെ നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ കൂടുതൽ ഇൻക്വയറി ചെയ്യും. ദെൻ അനലൈസ് എഫക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ഐറ്റം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഐറ്റത്തിൻ്റെ എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യും? എഫക്റ്റഡ് ഫിനാൻഷ്യൽ ഐറ്റം. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഏത് ഫിനാൻഷ്യൽ ഐറ്റത്തിനെയാണോ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ അനലൈസ് ചെയ്യും, ലൈക്ക് റവന്യൂ, എക്സ്പെൻസ് ഓർ ഡിസ്ക്ലോഷേഴ്സ്. ദെൻ കമ്പയറിംഗ് ഡാറ്റ ട്രെൻഡ്സ് ആൻഡ് വേരിയൻസ്. അപ്പോൾ ഡാറ്റ ട്രെൻഡ്സും വേരിയൻസും നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. എക്സാമ്പിൾ, ഇഫ് എ സഡൻ റവന്യൂ ഇൻക്രീസ് സീംസ് അൺയൂഷ്വൽ. അപ്പോൾ ഒരു സഡൻ ആയിട്ടുള്ളൊരു റവന്യൂ ഇൻക്രീസ് അൺയൂഷ്വൽ ആയിട്ട് തോന്നി. നമ്മൾ നേരത്തെ പറഞ്ഞാൽ 5%, 10%, 20% എന്ന് പറഞ്ഞല്ലോ. ദ പ്രാക്ടീഷണർ മേ കമ്പയർ റവന്യൂ ട്രെൻഡ് ഫോർ ദ പാസ്റ്റ് 5 years ടു സീ ഇഫ് ദ ഗ്രോത്ത് ഈസ് ജസ്റ്റിഫൈഡ്. അപ്പോൾ ആ ഗ്രോത്ത് എന്താണ് ജസ്റ്റിഫൈഡ് ആണെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ലാസ്റ്റ് 5 years കാര്യം അവർ ട്രെൻഡായിട്ട് നോക്കി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. ദെൻ അതർ ടൈപ്സ് ഓഫ് പ്രൊസീജിയർ. അപ്പോൾ മറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. നമ്മളെന്താണ് ട്രാൻസാക്ഷൻസ് അത് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക. ദെൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ നടത്തുക, വെരിഫൈയിങ് ബാലൻസ് വിത്ത് എക്സ്റ്റേണൽ പാർട്ടീസ്. ദെൻ ഓക്കെ, ആ രണ്ടുമാണ് അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഉള്ളത്. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇഫ് അക്കൗണ്ട് റിസീവബിൾ ഫിഗർ സീംസ് ഇൻകറക്റ്റ്. അപ്പോൾ അക്കൗണ്ട് റിസീവബിൾസിൻ്റെ ഫിഗർ എന്താണ് ഇൻകറക്റ്റ് ആണെങ്കിൽ ദ പ്രാക്ടീഷണർ മേ കൺഫേം ബാലൻസ് ഡയറക്റ്റ്ലി വിത്ത് ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറായിട്ട് എന്താണ് ആ ഒരു ബാലൻസ് ഡയറക്റ്റ്ലി കൺഫേം ചെയ്യും. അത് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ദെൻ അഡ്രസ്സിങ് ഇവൻറ്റ്സ് ഒക്യൂറിങ് ആഫ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിന് ശേഷം എന്താണ് ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഇഫ് ഇവൻറ്റ് ഒക്യൂർസ് ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ആൻഡ് ദ റിപ്പോർട്ട് ഡേറ്റ്. അപ്പോൾ റിപ്പോർട്ട് ഡേറ്റ് എന്ന് വെച്ചാൽ ഈ റിവ്യൂ റിപ്പോർട്ട് ഡേറ്റിനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിനും ഇടയിലൊരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് എൻഷുർ നെസറി കറക്ഷൻസ് ഓർ ഡിസ്ക്ലോഷേഴ്സ് ആർ മെയ്ഡ്. അതിന് വേണ്ടിയുള്ള നെസറി ആയിട്ടുള്ള കറക്ഷൻസും ഡിസ്ക്ലോഷേഴ്സും നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. ഇഫ് എറേഴ്സ് ഫൗണ്ട്. അപ്പോൾ എന്തെങ്കിലും എറർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഷുഡ് ആസ്ക് ടു കറക്റ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിനോട് പറയണം, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനേജ്മെൻറ്റിനോട് പറയണം. ഇഫ് ന്യൂ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് അറൈസ്. പക്ഷേ എന്തെങ്കിലും പുതിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇവൻ്റാണ് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദേ ഷുഡ് ബി ഡിസ്ക്ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ കാര്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഫേസസ് എ മേജർ ലോ സൂട്ട് ആഫ്റ്റർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിന് ശേഷം ഒരു മേജർ ലോ സൂട്ട് എന്നാണ് കമ്പനി ഫേസ് ചെയ്യാണ്. ദ പ്രാക്ടീഷണർ മസ്റ്റ് എൻഷുർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് ഡിസ്ക്ലോസ്ഡ്. ആ ഒരു ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പ്രാക്ടീഷണർ എൻഷുർ ചെയ്യണം. ദെൻ പ്രാക്ടീഷണേഴ്സ് റെസ്പോൺസിബിലിറ്റി ആഫ്റ്റർ റിപ്പോർട്ടിംഗ് ഡേറ്റ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റിന് ശേഷമുള്ള പ്രാക്ടീഷണറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ആഫ്റ്റർ ഇഷ്യൂയിങ് ദ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു, ഇത് റിവ്യൂ നടത്തിയിട്ട് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ദ പ്രാക്ടീഷണർ ഇസ് നോട്ട് റിക്വയർഡ് ടു പെർഫോം ഫർദർ പ്രൊസീജിയർ. അപ്പോൾ ഒരു ഫർദർ പ്രൊസീജിയർ ഒന്നും പ്രാക്ടീഷണർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗവർ ഇഫ് ന്യൂ ഫാക്ട്സ് എമർജ് ബിഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഒഫീഷ്യലി ഇഷ്യൂഡ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഒഫീഷ്യലി ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു പുതിയൊരു ഫാക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു, പ്രാക്ടീഷണർ അറിയുകയാണെങ്കിൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് ഡിസ്കസ് ദ മാറ്റർ വിത്ത് മാനേജ്മെൻറ്റ് ഓർ ഗവർണൻസ്. മാനേജ്മെൻറ്റ് അടുത്തോ അല്ലെങ്കിൽ ഗവർണൻസിൻ്റെ അടുത്തോ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഡിറ്റർമൈൻ ഇഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നീഡ് അമെൻമെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് അമെൻമെൻറ്റ് വേണോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
ആൻഡ് ആസ്ക് മാനേജ്മെൻറ്റ് ഹൗ ദേ പ്ലാൻ ടു അഡ്രസ് ദ ഇഷ്യൂ. ഓക്കെ, ഈ ഒരു ഇഷ്യൂ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ചോദിക്കണം. എക്സാമ്പിൾ, ഇഫ് ദ കമ്പനി ഡിസ്കവേഴ്സ് എ മേജർ അക്കൗണ്ടിങ് എറർ, ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ മേജർ അക്കൗണ്ടിങ് എറർ കണ്ടു ആഫ്റ്റർ ദ റിപ്പോർട്ട് ഈസ് ഇഷ്യൂഡ് ബട്ട് ബിഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പബ്ലിഷ്ഡ്, ദ പ്രാക്ടീഷണർ മസ്റ്റ് അസസ് ഇഫ് കറക്ഷൻസ് ആർ നീഡഡ്. അപ്പോൾ കറക്ഷൻസ് ആവശ്യമുള്ള കാര്യം എന്താണ്, പ്രാക്ടീഷണർ ചെക്ക് ചെയ്യണം. ദെൻ ആക്ഷൻസ് വെൻ മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു എമൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എമൻഡ് ചെയ്യാൻ എന്താണ് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ചെയ്തു, അപ്പോഴെന്താ ചെയ്യേണ്ടത്? ഇഫ് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് മേക്ക് നെസസറി ആയുള്ള കറക്ഷൻസ് മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല, ആൻഡ് ദ പ്രാക്ടീഷണർ റിപ്പോർട്ട് ഹാസ് ഓൾറെഡി ബീൻ ഇഷ്യൂഡ്, പ്രാക്ടീഷണർ റിപ്പോർട്ട് എന്താണ് ഓൾറെഡി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു, അപ്പോഴെന്ത് ചെയ്യണം? ദേ മസ്റ്റ് നോട്ടിഫൈ മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നുള്ള കാര്യം പറയണം. ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ടു പ്രിവെൻറ്റ് റിലയൻസ് ഓൺ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ പ്രാക്ടീഷണർ റിപ്പോർട്ട് റിലൈ ചെയ്യുന്നത് അതെന്താണ്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻസും എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ എടുക്കണം. എക്സാമ്പിൾ, ഇഫ് എ മെറ്റീരിയൽ ഫ്രോഡ് ഈസ് അൺകവേർഡ് ബട്ട് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു ഡിസ്ക്ലോസ് ഇറ്റ്. അപ്പോൾ എന്താണ്, ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഫ്രോഡ് നമ്മൾ മനസ്സിലാക്കി, പക്ഷേ മാനേജ്മെൻറ്റ് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യം റിഫ്യൂസ് ചെയ്തു. ദ പ്രാക്ടീഷണർ മസ്റ്റ് വാണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് റിലയൻസ് ഓൺ ദ റിപ്പോർട്ട്. ഓക്കെ, റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഇൻ റിവ്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ റിവ്യൂ എൻഗേജ്മെൻറ്റിൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എവിഡൻസ് ഇൻ റിവ്യൂ എൻഗേജ്മെൻറ്റ്. ഇഫ് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ഓർ ചേഞ്ചസ് ദം ഇറ്റ് മേ ഇൻഡിക്കേറ്റ് സീരിയസ് ഇഷ്യൂ. അപ്പോൾ എന്താണ്, ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ്, ഒരു എവിഡൻസിൻ്റെ സോഴ്സാണ് എന്ത് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ. പക്ഷേ മാനേജ്മെൻറ്റ് എന്താണ്, അത് തരാൻ റിഫ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് നമ്മൾ കരുതണം. ആസ്കിങ് ഫോർ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഇൻസ്റ്റെഡ് ഓഫ് വെർബൽ വൺസ് മേക്ക് മാനേജ്മെൻറ്റ് കൺസിഡർ മാറ്റേഴ്സ് മോർ കെയർഫുള്ളി ഇൻവോൾവിങ് ദ ക്വാളിറ്റി ഓഫ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്താണ്, നമ്മളൊരു വെർബലി അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതി തരാൻ, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറയുകയാണെങ്കിൽ അതെന്താണ്, അത് മാനേജ്മെൻറ്റിനെ കൂടുതൽ കെയർഫുള്ളി അത് നോക്കാൻ ഇതാക്കും. എന്ന് വെച്ചാൽ അവരെന്താണ്, ഒരു മിസ്റ്റേക്കുള്ള കാര്യമാണ് അവർ എഴുതി തരുന്നതെങ്കിൽ അവരെന്താണ്, അവർ ആ ഒരു കാര്യത്തിന് ലയബിളാവും. സോ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കെയർഫുൾ ആവും. അതുകൊണ്ട് തന്നെ ആ റെപ്രസെൻറ്റേഷൻ്റെ ക്വാളിറ്റിയും എന്താണ്, ഇമ്പ്രൂവ് ആവും. ദെൻ റിക്വയർഡ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എപ്പോഴാണ് ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ വേണ്ടത്? ആൻഡ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി. ദ പ്രാക്ടീഷണർ മസ്റ്റ് റിക്വസ്റ്റ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഫ്രം മാനേജ്മെൻറ്റ് കൺഫേമിംഗ് ദാറ്റ് ദേ ഹാവ് ഫുൾഫിൽ ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആസ് സ്റ്റേറ്റഡ് ഇൻ ദ എൻഗേജ്മെൻറ്റ് അഗ്രിമെൻറ്റ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ടേംസ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു? എഫേർട്സ് ഉണ്ടാക്കലും പിന്നെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പിന്നെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരലും. സോ അതൊക്കെ അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, മാനേജ്മെൻറ്റ് അടുത്ത് നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വാങ്ങാം. ദെൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മേ ഇൻക്ലൂഡ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഇൻക്ലൂഡ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ. The management confirm they prepare financial statement according to the financial reporting framework ensuring fair representation. അപ്പോൾ ഫെയർ പ്രസൻറ്റേഷൻ എൻഷുർ ചെയ്യുന്ന രീതിയിലാണ്. അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിന് പ്രകാരമായിട്ടാണ് നമ്മൾ എഫേർട്സ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വാങ്ങാം, സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങാം. ദെൻ they must also confirm they provide practitioner with all necessary information and access to record. അപ്പോൾ എല്ലാ റെക്കോർഡ്സും എല്ലാ ഇൻഫർമേഷനും ആക്സസ് തന്നിട്ടുള്ള കാര്യം പ്രൊവൈഡ് ചെയ്യാനും അത് കൺഫേം ചെയ്യാനും എന്താണ്, നമുക്ക് റെപ്രസെൻറ്റേഷൻ വാങ്ങാം. ഇത് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാമ്പിൾ, എ കമ്പനി പ്രിപ്പയർസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോയിങ് IFRS ആൻഡ് പ്രൊവൈഡ്സ് ഓൾ നെസസറി ഫിനാൻഷ്യൽ ഡാറ്റ ടു പ്രാക്ടീഷണർ. ദെൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. മാനേജ്മെൻറ്റ് മസ്റ്റ് കൺഫേം ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ റെക്കോർഡഡ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്, അടുത്ത റിട്ടേൺ റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്തിനാണ് വാങ്ങുക വെച്ചാൽ എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ നെസസറി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും എന്താണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ മാനേജ്മെൻറ്റ് കൺഫേം ചെയ്തിട്ട് എന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തരും. എക്സാമ്പിൾ, ഇഫ് കമ്പനി ബോട്ട് എ ന്യൂ മെഷീൻ, ഒരു പുതിയ മെഷീൻ വാങ്ങി, ദ കോസ്റ്റ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ട്സ്. ആ കോസ്റ്റ് എന്താണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷന് വേണ്ടി നമ്മൾ എന്താണ് അവരെ എഴുതി വാങ്ങാം. Then public statement by management. If a law requires management to make public statement about their responsibilities, these can replace some required return representations. അപ്പോൾ എന്താണ്,
ചില റിട്ടേൺ റെപ്രസെൻറ്റേഷന് പകരം നമുക്ക് എന്തെടുക്കാം, ഒരു മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുള്ള പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാം. ഇപ്പോൾ ഒരു നിയമം പറയാണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലോ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് മതി റിട്ടേൺ റെപ്രസെൻറ്റേഷന് പകരം. സോ ദീസ് ക്യാൻ റീപ്ലേസ് സം റിക്വയർഡ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ്. ഓക്കെ, ദെൻ അഡീഷണൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ്. എന്തൊക്കെയാണ് അഡീഷണൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് വേണ്ടത്? എക്സ്ട്രാ റെപ്രസെൻറ്റേഷൻസ് ഫോർ പ്രാക്ടീഷണേഴ്സ് എവിഡൻസ്. അപ്പോൾ പ്രാക്ടീഷണർ ഒബ്റ്റെയിൻ ചെയ്ത എവിഡൻസിന് എന്താണ് എക്സ്ട്രാ റെപ്രസെൻറ്റേഷൻ മാറി നമുക്ക് അഡീഷണൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാം. ദ പ്രാക്ടീഷണർ മേ ആസ്ക് ഫോർ അഡീഷണൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ടു കംപ്ലീറ്റ് ദെയർ റിവ്യൂ. ആ റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അഡീഷണൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ചോദിക്കാം. ദീസ് മേ റിലേറ്റ് ടു സ്പെസിഫിക് ഐറ്റംസ് ഓർ ഡിസ്ക്ലോഷേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇമ്പാക്ട് ദെയർ കൺക്ലൂഷൻ. അപ്പോൾ അവരുടെ കൺക്ലൂഷനെ ഇമ്പാക്ട് ചെയ്യുന്ന ചില ഐറ്റംസ് ആയിരിക്കും, ഐറ്റംസിനോ ഡിസ്ക്ലോഷേഴ്സിനോ വേണ്ടിയിട്ടായിരിക്കും അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ചോദിക്കുന്നത്. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഹാസ് എ ലീഗൽ ഡിസ്പ്യൂട്ട്, ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് കമ്പനിക്കുണ്ട്, ദ പ്രാക്ടീഷണർ മേ റിക്വസ്റ്റ് കൺഫർമേഷൻ ഫ്രം മാനേജ്മെൻറ്റ് അബൌട്ട് ദെയർ ഡിസ്ക്ലോഷേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. Then disclosure by management. The management must provide written representation confirming they have disclosed important information to the practitioner. അപ്പോൾ എന്താണ്, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും പ്രാക്ടീഷണറിന് കൊടുത്ത് ഡിസ്ക്ലോസ് ചെയ്തുള്ള കാര്യം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, അതിന് നമുക്ക് എന്ത് വാങ്ങാം, റിട്ടേൺ റെപ്രസെൻറ്റേഷൻ പ്രാക്ടീഷണറിന് വാങ്ങാം. ദെൻ റിലേറ്റഡ് പാർട്ടീസ്. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ റിലേറ്റഡ് പാർട്ടീസ് ആൻഡ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ദം. ഇതെല്ലാം എന്താണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ റിലേറ്റഡ് പാർട്ടീസ് ആൻഡ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ദം. ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടും നമുക്ക് എന്ത് വാങ്ങാം, റിട്ടേൺ റെപ്രസെൻറ്റേഷൻ വാങ്ങാം. എക്സാമ്പിൾ, ഇഫ് ദ CEO റിലേറ്റീവ് ഓൺസ് എ സപ്ലയർ കമ്പനി, ദിസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്. അപ്പോൾ CEOൻ്റെ റിലേറ്റീവ് ആണ് സപ്ലയർ കമ്പനി, അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങാൻ പറ്റിയ സിറ്റുവേഷനാണ് ഫ്രോഡ് ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ്. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് എനി നോൺ ഫ്രോഡ് ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ് ദാറ്റ് മൈറ്റ് ഇമ്പാക്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. Then example, if an employee is suspected or stealing company funds, the management must inform the practitioner. അപ്പോൾ ഒരു എംപ്ലോയി എന്താണ്, ഒരു കമ്പനിയുടെ അടുത്ത് ഫണ്ട് സ്റ്റീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, അത് പ്രാക്ടീഷണറിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യണം ഇൻ എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ. അപ്പോൾ എന്താണ്, നിയമം പാലിക്കുന്നില്ലെങ്കിൽ അതും റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരണം. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് എനി നോൺ ഓർ പോസിബിൾ ലീഗൽ വയലൻസ് ദാറ്റ് എഫക്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ലീഗൽ വയലൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അതും ഡിസ്ക്ലോസ് ചെയ്യണം, അതിൻ്റെ ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ തരണം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി വയലേറ്റ്സ് ടാക്സ് ലോസ്, ദിസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. Then going concern assumption. Management must confirm whether the company can continue operating in foreseeable future. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എഴുതി തരണം. കണ്ടിന്യൂക്ക് എന്താണ്, ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എന്താണ്, ആ ഒരു കൺഫർമേഷൻ എന്താണ് മാനേജ്മെൻറ്റ് എഴുതി തരേണ്ടതാണ്. എക്സാമ്പിൾ, ഇഫ് ദ കമ്പനി ഈസ് സ്ട്രഗ്ലിംഗ് ഫിനാൻഷ്യലി, മാനേജ്മെൻറ്റ് മസ്റ്റ് കൺഫേം ഇഫ് ദേ ക്യാൻ സസ്റ്റെയിൻ ഓപ്പറേഷൻ. ദെൻ ഇവൻറ്റ് ആഫ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിന് ശേഷം ഒരു ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടും കൺഫർമേഷൻ തരണം. മാനേജ്മെൻറ്റ് മസ്റ്റ് കൺഫേം ദാറ്റ് ഓൾ ഇവൻറ്റ്സ് റിക്വയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓർ ഡിസ്ക്ലോഷേഴ്സ് ഹാവ് ബീൻ അഡ്രസ്ഡ്. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ടതും അതേമാതിരി ഡിസ്ക്ലോഷേഴ്സ് വേണ്ടതായുള്ള ഇവൻറ്റുകൾ എന്താണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ള കാര്യം മാനേജ്മെൻറ്റ് എന്താണ് കൺഫേം ചെയ്യണം. ദെൻ എക്സാമ്പിൾ, ഇഫ് എ മേജർ കസ്റ്റമർ ഡിക്ലെയർസ് ബാങ്ക്രപ്സി ആഫ്റ്റർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെർ പ്രിപ്പയർഡ്, ഇറ്റ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്. അപ്പോൾ ഒരു മേജർ ആയിട്ടുള്ളൊരു കസ്റ്റമർ എന്താണ്, അയാൾ ബാങ്ക്രപ്റ്റ് ആയിപ്പോയി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിന് ശേഷം, അതെന്ത് ചെയ്യണം, അത് നമ്മളുടെ FSൽ ഡിസ്ക്ലോസ് ചെയ്യണം. അതിൻ്റെ കൺഫർമേഷൻ, ആ കാര്യം ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യത്തിൻ്റെ കൺഫർമേഷനും എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. ദെൻ മെറ്റീരിയൽ കമ്മിറ്റ്മെൻറ്റ്, കോൺട്രാക്ട് ആൻഡ് കണ്ടിൻജൻസീസ്. ഇതാണ് നെക്സ്റ്റ് ടോപ്പിക്, മെറ്റീരിയൽ കമ്മിറ്റ്മെൻറ്റ്, കോൺട്രാക്ട് ആൻഡ് കണ്ടിൻജൻസീസ്. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് സിഗ്നിഫിക്കൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, കോൺട്രാക്ട് ആൻഡ് പൊട്ടൻഷ്യൽ ലയബിലിറ്റീസ് ദാറ്റ് കുഡ് ഇമ്പാക്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇമ്പാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്മിറ്റ്മെൻറ്റ്, കോൺട്രാക്ട് ആൻഡ് പൊട്ടൻഷ്യൽ ലയബിലിറ്റീസ് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി സൈൻഡ് എ ലാർജ് പർച്ചേസ് കോൺട്രാക്ട്, ഇറ്റ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. ദെൻ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ്. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻ വിത്തൗട്ട് ക്യാഷ് പേയ്മെൻറ്റ്. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് ഇല്ലാതെ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം, അത് മാനേജ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ എക്സാമ്പിൾ, ഇഫ് ദ കമ്പനി എക്സ്ചേഞ്ച് ഇക്വിപ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഫോർ ഇറ്റ്, ദിസ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്. അപ്പോൾ നമ്മളൊരു ഇക്വിപ്മെൻറ്റ് നമ്മൾ വാങ്ങി, എക്സ്ചേഞ്ച് ചെയ്ത് നമ്മളൊരു ഇക്വിപ്മെൻറ്റ് കൊടുത്തിട്ട് മറ്റൊരു ഇക്വിപ്മെൻറ്റ് നമ്മൾ വാങ്ങി, ഈ ഒരു കാര്യം ഒരു ക്യാഷ് ഒന്നും കൊടുക്കാണ്ടാണ് വാങ്ങിയിട്ടുള്ളത്, ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമാണ്.
ദെൻ ആക്ഷൻസ് ഇഫ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് ആർ നോട്ട് പ്രൊവൈഡ്. അപ്പോൾ ഈ റിട്ടേൺ റെപ്രസെൻറ്റ് നമുക്ക് തന്നില്ല, നമുക്ക് പ്രൊവൈഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇഫ് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു പ്രൊവൈഡ് റിട്ടേൺ റെപ്രസെൻറ്റേഷൻസ് ദ പ്രാക്ടീഷണർ മസ്റ്റ് ഡിസ്കസ് ദ ഇഷ്യൂ വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ്. അപ്പോൾ മാനേജ്മെൻറ്റ് അടുത്തും ഗവർണൻസിൻ്റെ അടുത്തും പോയി നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. ദെൻ റീവാലുവേറ്റ് മാനേജ്മെൻറ്റ്സ് ഇൻറ്റഗ്രിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഓൾ എവിഡൻസ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതേമാതിരി നമ്മൾ ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള എവിഡൻസിൻ്റെ റിലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? റീഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ടേക്ക് നെസറി ആക്ഷൻസ് ഇൻക്ലൂഡിങ് മോഡിഫൈയിങ് ദ കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ലൈക്ക് മോഡിഫൈയിങ് കൺക്ലൂഷൻ. അങ്ങനെ നെസറി ആക്ഷൻസ് നമ്മൾ എടുക്കണം. പ്രാക്ടീഷണർ എടുക്കണം. എക്സാമ്പിൾ, ഇഫ് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു കൺഫേം ദേ റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻ ദ പ്രാക്ടീഷണർ മസ്റ്റ് ക്വസ്റ്റ്യൻ വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലയബിൾ. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും എന്താണ് റെക്കോർഡ് ചെയ്തിട്ട് എന്താണ് മാനേജ്മെൻറ്റ് കൺഫേം ചെയ്യാൻ മാനേജ്മെൻറ്റ് റിഫ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലയബിൾ ആണോ എന്നുള്ള കാര്യം പ്രാക്ടീഷണർ ഒന്നും കൂടി വെരിഫൈ ചെയ്യണം. ദെൻ വിഡ്രോവൽ ഓർ ഡിസ്ക്ലെയിമർ ഓഫ് കൺക്ലൂഷൻ. The practitioner must withdraw from the engagement or disclaim their conclusion if they have serious doubt about the management's integrity. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അവരത്ര ഇൻറ്റഗ്രൽ അല്ല, അവരത്ര ഹോണസ്റ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. ഓർ മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു കൺഫേം ദെയർ റെസ്പോൺസിബിലിറ്റി ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അവർ കൺഫേം ചെയ്യുന്നില്ല, അത് റിഫ്യൂസ് ചെയ്തു. അപ്പോഴും നമ്മൾ എന്താണ്? ഒരു വിഡ്രോവലോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. Example, if management refuse to confirm that the financial records are complete. Financial records complete ആണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ അവർ റിഫ്യൂസ് ചെയ്താൽ പ്രാക്ടീഷണർ may refuse to provide a review conclusion. Then evaluating evidence and forming the practitioner's conclusion. അപ്പോൾ നമ്മളൊരു എവിഡൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അതേമാതിരി തന്നെ പ്രാക്ടീഷണറുടെ കൺക്ലൂഷൻ ഫോം ചെയ്യുക. Evaluating evidence obtained from procedures performed. The practitioner must check if they have gathered enough appropriate evidence. അപ്പോൾ എന്താണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ്, സഫീഷ്യൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രാക്ടീഷണർ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇഫ് നോട്ട്, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അഡീഷണൽ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി പെർഫോംഡ്. അഡീഷണൽ പ്രൊസീജിയേഴ്സ് ചെയ്യണം. ഇഫ് എക്സ്പെക്റ്റഡ് എവിഡൻസ് ഇസ് നോട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ പ്ലാൻഡ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത എവിഡൻസ് എന്താണ്? ഇസ് നോട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ പ്ലാൻഡ് പ്രൊസീജിയർ. പ്ലാൻ ചെയ്ത പ്രൊസീജിയറിൽ കൂടെ അല്ല നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതെങ്കിൽ അതർ നെസറി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ക്യാരിഡ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പ്രൊസീജിയർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു എക്സ്പെക്ട് ചെയ്ത എവിഡൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് അതർ നെസറി പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ സം കേസസ് എവിഡൻസ് മേ നോട്ട് ബി ഇനഫ് ഫോർ കൺക്ലൂഷൻസ്. അപ്പോൾ ചില കേസുകൾ എന്താണ്? എവിഡൻസ് എന്തായിരിക്കില്ല, ഇനഫ് ആയിട്ടുണ്ടാവില്ല. ദ പ്രാക്ടീഷണർ ക്യാൻ, അപ്പോൾ നമ്മൾ പ്രാക്ടീഷണർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ദ വർക്ക് പെർഫോംഡ്. അപ്പോൾ അവർ ചെയ്ത വർക്ക് എന്ത് ചെയ്യണം? അവർ എക്സ്റ്റെൻഡ് ചെയ്യണം. ദെൻ പെർഫോം അതർ പ്രൊസീജിയേഴ്സ് ആസ് നെസറി. അതേമാതിരി തന്നെ മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വേണമെങ്കിൽ അവർ ചെയ്യണം. ഒന്നുകിൽ എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി ചെയ്ത പ്രൊസീജിയർ എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതർ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുക. If neither is possible, the practitioner may not be able to conclude and must determine the impact on the report. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു അഡീഷണൽ പ്രൊസീജിയർ പെർഫോം ചെയ്യാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഉള്ള പ്രൊസീജിയേഴ്സ് എന്താണ് പെർഫോം ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മേ നോട്ട് ബി ഏബിൾ ടു കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മസ്റ്റ് ഡിറ്റർമൈൻ ദ ഇമ്പാക്ട് ഓൺ ദ റിപ്പോർട്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്ട് എന്താണ്? റിപ്പോർട്ടിൽ കാണിക്കണം. ഡിസ്കസ് ദ ഇഷ്യൂ വിത്ത് മാനേജ്മെൻറ്റ് ഓർ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരികയാണ്, നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം മാനേജ്മെൻറ്റ് അടുത്തും അതേമാതിരി തന്നെ TCWൻ്റെ അടുത്തും ഡിസ്കസ് ചെയ്യണം. കൺസിഡർ ദ ഇമ്പാക്ട് ഓഫ് ലിമിറ്റേഷൻ ഓൺ ദ സ്കോപ്പ് ഓഫ് ദ റിവ്യൂ. അപ്പോൾ ആ റിവ്യൂവിൻ്റെ സ്കോപ്പ് എന്താണ്? കൺസിഡർ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് മാനേജ്മെൻറ്റ് ഈസ് അൺഅവൈലബിൾ ടു റെസ്പോണ്ട് ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ്, ദിസ് മേ ലിമിറ്റ് ദ റിവ്യൂ സ്കോപ്പ്. എന്താണ്? മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? അവർ അൺഅവൈലബിൾ ആണ്, നമ്മളുടെ ഒരു ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യാൻ അവർ അൺഅവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സ്കോപ്പിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ റിവ്യൂ ചെയ്യണം. എത്രമാത്രമാണ് നമ്മളുടെ ഒരു സ്കോപ്പ് അവർ ലിമിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ റിവ്യൂ ചെയ്യണം. ദെൻ അടുത്ത വെച്ചാൽ ഫോമിങ് ദ പ്രാക്ടീഷണേഴ്സ് കൺക്ലൂഷൻ. പ്രാക്ടീഷണറിൻ്റെ കൺക്ലൂഷൻ ഫോം ചെയ്യുക, ആ ടോപ്പിക്കാണ്. അതിൽ കൺസിഡറേഷൻ വെൻ ഫോമിങ് എ കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒരു കൺക്ലൂഷൻ ഫോം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ കറൻറ്റ് ആൻഡ് പ്രയർ പീരീഡ്. അപ്പോൾ കറൻറ്റ് പീരീഡത്തെയും അതേമാതിരി തന്നെ പ്രയർ പീരീഡത്തെയും അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ്
ദെൻ ബയസ് ഇൻ ദ മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ചാൽ എസ്റ്റിമേഷൻ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് മാനേജ്മെൻറ്റ് ജഡ്ജ്മെൻറ്റ്സിൽ എന്തെങ്കിലും ബയസ് ഉണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഇഫ് യൂസിങ് എ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്ക് ഓൾസോ കൺസിഡർ. ഇപ്പോൾ ഒരു ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യണം, ദ ഓവറോൾ പ്രസൻറ്റേഷൻ സ്ട്രക്ചർ ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓവറോൾ പ്രസൻറ്റേഷൻ സ്ട്രക്ചറും കണ്ടൻറ്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് വെദർ ഡിസ്ക്ലോഷേഴ്സ് റെപ്രസെൻറ്റ് ദ ആക്ച്വൽ ട്രാൻസാക്ഷൻസ് ഫെയർലി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആക്ച്വലായിട്ട് ട്രാൻസാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ ഡിസ്ക്ലോഷേഴ്സ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ദെൻ അൺമോഡിഫൈഡ് കൺക്ലൂഷൻ. ഒരു അൺമോഡിഫൈഡ് കൺക്ലൂഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വെൻ സഫിഷ്യൻറ്റ് എവിഡൻസ് ഈസ് ഒബ്റ്റെയിൻഡ് ആൻ അൺമോഡിഫൈഡ് കൺക്ലൂഷൻ ഈസ് ഗിവൺ. അപ്പോൾ ഒരു അൺമോഡിഫൈഡ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഓക്കെ ആണെന്നുള്ളൊരു കൺക്ലൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ based on our review, nothing has come to our attention that causes us to believe that the financial statement do not give a true and fair view or fair presentation framework. അപ്പോൾ എന്താണ് ഒരു അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വേർഡിങ്സ് ഇങ്ങനെയാണ്. എങ്ങനെ? ബേസ്ഡ് ഓൺ അവർ റിവ്യൂ, ഞങ്ങളുടെ റിവ്യൂവിൻ്റെ ബേസിൽ നത്തിങ് ഹാസ് കം ടു അവർ അറ്റൻഷൻ, ഒന്നും ഞങ്ങളുടെ അറ്റൻഷനിലേക്ക് വന്നിട്ടില്ല. ദാറ്റ് കോസ് ദ യൂസ് ടു ബിലീവ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങളുടെ അറ്റൻഷനിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു റിവ്യൂ ആണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? ബേസ്ഡ് ഓൺ അവർ റിവ്യൂ നത്തിങ് ഹാസ് കം ടു അവർ അറ്റൻഷൻ ദാറ്റ് കോസസ് അസ് ടു ബിലീവ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് പ്രിപ്പയർഡ് ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട്. ഒന്നുകിൽ എന്താണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മെറ്റീരിയൽ കാര്യങ്ങളും ചേർത്തിട്ടല്ല ഉണ്ടാക്കിയത് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യവും ഞങ്ങളെ അറ്റൻഷനിലേക്ക് വന്നിട്ടില്ല എന്നുള്ള റിവ്യൂവും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേർഡിങ്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഈ രണ്ട് രീതിയിലുള്ള വേർഡിങ്സാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഇതുവരെ ഓക്കെയാണ്. ഇതുവരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരെ രണ്ടും സെയിം ആണ്. ബേസ്ഡ് ഓൺ അവർ റിവ്യൂ നത്തിങ് ഹസ് കം ടു അവർ അറ്റൻഷൻ ദാറ്റ് കോസസ് അസ് ടു ബിലീവ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നിൽ പറഞ്ഞു വെച്ചാൽ ഡു നോട്ട് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, മറ്റേത് പറഞ്ഞാൽ നോട്ട് പ്രിപ്പയർഡ് ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഫെയർ പ്രസൻറ്റേഷൻ ഫ്രെയിംവർക്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒപ്പീനിയനും ഇതെന്ന് വെച്ചാൽ കംപ്ലയൻസ് ഫ്രെയിംവർക്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒപ്പീനിയനുമാണ്. ദെൻ മോഡിഫൈഡ് കൺക്ലൂഷൻ. നമ്മൾ അൺമോഡിഫൈഡ് അല്ല, ഇനി മോഡിഫൈഡ് കൺക്ലൂഷനാണ് കൊടുക്കുന്നതെങ്കിൽ എ മോഡിഫൈഡ് കൺക്ലൂഷൻ ഈസ് ഗിവൺ വെൻ. എപ്പോഴാണ് ഒരു മോഡിഫൈഡ് കൺക്ലൂഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ദ പ്രാക്ടീഷണർ കനോട്ട് ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് എവിഡൻസ്. അല്ലെങ്കിൽ എന്താവണം? പ്രാക്ടീഷണറിന് എന്താണ് ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ സഫീഷ്യൻറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റിയില്ല. സോ ഈ രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ദെൻ ടൈപ്സ് ഓഫ് മോഡിഫൈഡ് കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയാണ്, നമ്മൾ ചാപ്റ്റർ 7 നോക്കിയാണ്. SA 705 നമ്മൾ നോക്കിയതാണത്. എന്തൊക്കെയാണ് മോഡിഫൈഡ് ഒപ്പീനിയൻ? ടൈപ്സ് ഓഫ് മോഡിഫൈഡ് കൺക്ലൂഷൻസ്. ഇഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മിസ്റ്റേറ്റഡ്, ഒന്നുകിൽ ക്വാളിഫൈഡ് കൺക്ലൂഷൻ കൊടുക്കും അല്ലെങ്കിൽ അഡ്വേഴ്സ് കൺക്ലൂഷൻ കൊടുക്കും. സോ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവസീവ്. എന്താണ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ ആണ് പക്ഷേ പെർവസീവ് അല്ലെങ്കിലാണ് ക്വാളിഫൈഡ് കൊടുക്കുക. മിസ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയലും പെർവസീവ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? അഡ്വേഴ്സ് കൊടുക്കും. എക്സാമ്പിൾ, ഇഫ് റവന്യൂ ഈസ് ഓവർ സ്റ്റേറ്റഡ് ബൈ 5%, റവന്യൂ എന്താണ് 5% ഓവർ സ്റ്റേറ്റ് ചെയ്ത് പോയി, ദ ക്വാളിഫൈഡ് കൺക്ലൂഷൻ മേ ബി ഇഷ്യൂഡ്. ഇതിന് എന്താണ് ക്വാളിഫൈഡ് കൺക്ലൂഷൻ ആണ് കൊടുക്കുക. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റെപ്രസെൻറ്റ് ദ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ്, പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആസ്പെക്ട് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മിസ്റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുക എന്താണ് ഒരു അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് കൊടുക്കുക. ദെൻ ഇഫ് എവിഡൻസ് ഈസ് ഇൻസഫിഷ്യൻറ്റ്, പക്ഷേ നമ്മളൊരു അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിഡൻസ് ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയതുകൊണ്ടല്ല കൊടുക്കുന്നത്. ആ സിറ്റുവേഷനിൽ നമ്മൾ രണ്ട് ഒപ്പീനിയനാണ് കൊടുക്കുക. ഒന്ന് ക്വാളിഫൈഡ് കൺക്ലൂഷൻ അല്ലെങ്കിൽ ഡിസ്ക്ലെയിമർ ഓഫ് കൺക്ലൂഷൻ. ക്വാളിഫൈഡ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ ആണ് പക്ഷേ പെർവസീവ് അല്ല. ഡിസ്ക്ലെയിമർ എന്ന് വെച്ചാൽ മെറ്റീരിയലും ആണ് അതേമാതിരി തന്നെ പെർവസീവ് ആണെങ്കിൽ ഡിസ്ക്ലെയിമർ കൊടുക്കും. ദെൻ റിപ്പോർട്ടിങ് എ മോഡിഫൈഡ് കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു മോഡിഫൈഡ് കൺക്ലൂഷൻ കൊടുക്കുക? യൂസ് ഹെഡിങ്സ് ലൈക്ക് ക്വാളിഫൈഡ് കൺക്ലൂഷൻ, അഡ്വേഴ്സ് കൺക്ലൂഷൻ ഓർ ഡിസ്ക്ലെയിമർ ഓഫ് കൺക്ലൂഷൻ. അപ്പോൾ ഈ ഒരു ഹെഡിങ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ നമ്മളുടെ ആ ഒരു കൺക്ലൂഷൻ നമ്മൾ റിപ്പോർട്ടിൽ റിവ്യൂ റിപ്പോർട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇൻക്ലൂഡ് എ ബേസിസ് ഫോർ കൺക്ലൂഷൻ സെക്ഷൻ ബിഫോർ ദ കൺക്ലൂഷൻ പാരഗ്രാഫ്. അപ്പോൾ കൺക്ലൂഷൻ പാരഗ്രാഫിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ബേസിസ് ഫോർ കൺക്ലൂഷൻ സെക്ഷൻ നമ്മൾ കൊടുക്കണം. ഇഫ് ഇൻവെൻട്രി റെക്കോർഡ്സ് ആർ മിസ്സിംഗ് ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട് ദ ഫിനാൻഷ്യൽ റിസൾട്ട്. അപ്പോൾ എന്താണ് ഇൻവെൻട്രി എന്താണ് മിസ്സിംഗ് ആണ്, അത് ഫിനാൻഷ്യൽ റിസൾട്ടിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസ്ക്ലെയിമർ ഓഫ് കൺക്ലൂഷൻ കൊടുക്കണം. ഇൻഎബിലിറ്റി ടു ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് എവിഡൻസ്. അപ്പോൾ നമുക്ക് സഫീഷ്യൻറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇഫ് എവിഡൻസ് കനോട്ട് ബി എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ ക്വാളിഫൈഡ് കൺക്ലൂഷൻ ഇസ് ഗിവൺ ഇഫ് അൺഡിറ്റക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് കുഡ് ബി മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവസീവ്. അപ്പോൾ നമ്മൾ പറഞ്ഞ തന്നെയാണത്
മെറ്റീരിയലാണ്, പക്ഷേ പെർവസീവ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണം, ക്വാളിഫൈഡ് കൺക്ലൂഷൻ കൊടുക്കണം. പക്ഷേ മെറ്റീരിയലും പെർവസീവും രണ്ടും കൂടിയാണ്, ബോത്ത് ആണെങ്കിൽ നമ്മൾ ഡിസ്ക്ലെയിമർ കൊടുക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണത്. എക്സാമ്പിൾ, ഇഫ് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു പ്രൊവൈഡ് കീ ഫിനാൻഷ്യൽ ഡാറ്റ, കീ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ തന്നിട്ടില്ല, ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡാറ്റ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. കൺക്ലൂഷൻ ആട്ടോ, ഡിസ്ക്ലെയിമർ ഓഫ് കൺക്ലൂഷൻ കൊടുക്കണം. ദെൻ വിഡ്രോവൽ ഫ്രം എൻഗേജ്മെൻറ്റ്. ദ പ്രാക്ടീഷണർ മസ്റ്റ് വിഡ്രോ ഇഫ് ദ മാനേജ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ആക്സസ് ടു നെസസറി ഇൻഫർമേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, ദ മാനേജ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ത്, ആക്സസ് ടു നെസസറി ഇൻഫർമേഷൻ. പ്രാക്ടീഷണർ വിഡ്രോ ചെയ്യണം എപ്പോൾ, മാനേജ്മെൻറ്റ് എന്താണ് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യണം, നമുക്ക് തരുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യണം, പ്രാക്ടീഷണർ വിഡ്രോ ചെയ്യണം. അല്ലെങ്കിൽ പോസിബിൾ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ബോത്ത് മെറ്റീരിയൽ ആൻഡ് പെർവസീവ്. അപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മിസ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എവിഡൻസ് കിട്ടിയില്ല, ഇവർ ഒരു ആവശ്യമുള്ള ഇൻഫർമേഷൻ തന്നില്ല, സോ അതുകൊണ്ട് നമുക്ക് എവിഡൻസ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പോസിബിൾ മിസ്റ്റേറ്റ്മെൻറ്റ്, ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ പറയുകയാണ്, അത് മെറ്റീരിയലോ അല്ലെങ്കിൽ പെർവസീവോ, മെറ്റീരിയലും പെർവസീവും ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എൻഗേജ്മെൻറ്റ് വിഡ്രോ ചെയ്യണം. ദെൻ വിഡ്രോവൽ ഈസ് ലീഗലി പെർമിറ്റഡ്. ഇനി ഈ കാര്യങ്ങൾ വിഡ്രോവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നിർബന്ധമായിട്ടും അത് ലീഗലി പെർമിറ്റഡും ആവണം, അല്ലെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. സോ ഒന്നുകിൽ എന്താണ് നെസസറി ഇൻഫർമേഷൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് അത് കാരണം ഉണ്ടാകുന്ന പോസിബിൾ മിസ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയൽ ആൻഡ് പെർവസീവ് ആണെങ്കിൽ, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ എന്തും വേണം, ലീഗലി പെർമിറ്റും ചെയ്തിട്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഗേജ്മെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഇഫ് മാനേജ്മെൻറ്റ് ഡിനൈസ് ആക്സസ് ടു ബാങ്ക് റെക്കോർഡ്സ്, വിഡ്രോവൽ മേ ബി ഓൺലി ഓപ്ഷൻ. അപ്പോൾ ബാങ്ക് റെക്കോർഡ്സ് തരുന്നില്ലെങ്കിൽ നമുക്ക് എന്തേ ഓപ്ഷൻ ഉള്ളൂ, വിഡ്രോ ചെയ്യാനേ ഓപ്ഷൻ ഉള്ളൂ. ദെൻ ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വെച്ചാൽ, പ്രാക്ടീഷണറുടെ റിപ്പോർട്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് ടൈറ്റിൽ ഓഫ് ദ റിപ്പോർട്ട്, ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കണം. ദ റിപ്പോർട്ട് മസ്റ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട് ഫോർ റിവ്യൂ എൻഗേജ്മെൻറ്റ്. എക്സാമ്പിൾ, ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീഷണർ റിവ്യൂ റിപ്പോർട്ട്. ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ നമ്മൾ ഫസ്റ്റ് റിപ്പോർട്ടിൽ കൊടുക്കണം. രണ്ടാമത്തെ കൊടുക്കേണ്ട സാധനമാണ് അഡ്രസ്സി. ദ റിപ്പോർട്ട് ഷുഡ് സ്പെസിഫൈ ദ ഇൻറ്റൻഡഡ് റെസിപ്പിയൻ ബേസ്ഡ് ഓൺ ദ എൻഗേജ്മെൻറ്റ് സർക്കംസ്റ്റാൻസ്. അപ്പോൾ ആർക്കാണോ നമ്മൾ കൊടുക്കേണ്ടത്, ഇൻറ്റൻഡഡ് റെസിപ്പിയൻ്റ് ആരാണോ അയാളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, അയാളുടെ പേര് നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ലൈക്ക് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് XYZ ലിമിറ്റഡ്. അങ്ങനെ ഒരു എന്താണ് ഇൻറ്റൻഡഡ് റെസിപ്പിയൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിവ്യൂ. നമ്മൾ ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ റിവ്യൂ ചെയ്തിട്ടുള്ളത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലിസ്റ്റ് ചെയ്യണം, അത് മെൻഷൻ ചെയ്യണം, ഇൻക്ലൂഡിങ് ദ ടൈറ്റിൽ ഓഫ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ പീരീഡ് കവർ. ദെൻ റിഫേഴ്സ് ടു എ സമ്മറി ഓഫ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസി ആൻഡ് അതർ എക്സ്പ്ലനേറ്ററി നോട്ട്സ്. അപ്പോൾ അതിന് പുറമെ നമ്മൾ എന്തും കൂടി ചെയ്യണം, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പോളിസീസും അതിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി നോട്ടും നമ്മൾ എന്ത് ചെയ്യണം, റിഫർ ചെയ്യണം, അതിൻ്റെ ഒരു സമ്മറി നമ്മൾ റിഫർ ചെയ്യണം. ദെൻ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാവ് ബീൻ റിവ്യൂഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം നമ്മളുടെ റിപ്പോർട്ടിൽ. അത് ഏത് സെക്ഷനിലാണ് കൊടുക്കേണ്ടത്, ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ, വി ഹാവ് റിവ്യൂഡ് ദ അക്കമ്പനിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓഫ് March 31, 2024 ആൻഡ് ദ റിലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. സോ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കണം, നമ്മളൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കൊടുക്കണം. അതിലെന്തൊക്കെ ഉണ്ട്, നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, പീരീഡ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പീരീഡ് കവർ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളെന്താണ് സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസി കൊടുത്തിട്ടില്ല, ഇത് ടൈറ്റിൽ മാത്രമാണ് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ നമ്മളെന്തൊക്കെ കൊടുക്കണം, സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസും കൊടുക്കണം. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതാണ് ഇവിടെ പറഞ്ഞത്, വി ഹാവ് റിവ്യൂഡ്, അത് നമ്മൾ കൊടുക്കണം, ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ അടുത്ത സെക്ഷനാണ്, നാലാമത്തെ സെക്ഷനാണ് എന്ത്, മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്തിനൊക്കെയാണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആസ് പെർ അപ്ലിക്കബിൾ FRF, ആൻഡ് മാനേജ്മെൻറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ ആണെന്നുള്ള കാര്യം കൂടി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അതും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻസ് നെസറി ഇൻറ്റേർണൽ കൺട്രോൾസ് ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ. അപ്പോൾ ആവശ്യത്തിനുള്ള നെസറി ആയുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിപ്പോർട്ടിൽ കൊടുക്കണം. എക്സാമ്പിൾ, മാനേജ്മെൻറ്റ് എൻഷുർ ഓൾ റവന്യൂ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് കറക്റ്റ്ലി ടു പ്രിവെൻറ്റ് ഫ്രോഡ്. ദെൻ സ്പെഷ്യൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഓപ്ഷനിലാണ്. ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ പർപ്പസ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ദ സ്പെസിഫിക് പർപ്പസ് ഫോർ വിച്ച് ദീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. ഐഡൻറ്റിഫൈ ദ ഇൻറ്റൻഡ് യൂസേഴ്സ് ഓർ റിഫർ ടു എ നോട്ട് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ് ദിസ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആരാണോ ഇൻറ്റൻഡ് യൂസേഴ്സ്, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അവരെ മെൻഷൻ ചെയ്യണം, അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം ആൻഡ് റിഫർ ചെയ്യണം എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രൊവൈഡ് ദിസ് ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത് ഈ ഒരു ഇൻഫർമേഷനാണ്. എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഇൻറ്റൻഡ് യൂസേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ, ഒരു അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ് മാനേജ്മെൻറ്റ് ചൂസസ് എ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് മെൻഷൻ ദെയർ റെസ്പോൺസിബിലിറ്റി ഫോർ ഡിറ്റർമൈനിങ് ഇറ്റ്സ് അക്സെപ്റ്റബിലിറ്റി. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തും കൂടി മെൻഷൻ ചെയ്യണം, മെൻഷൻ ദെയർ റെസ്പോൺസിബിലിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടി മെൻഷൻ ചെയ്യണം എന്ത്, ഇതിൻ്റെ ഒരു അക്സെപ്റ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ. സോ എക്സാമ്പിൾ, എ സ്പെഷ്യൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി പ്രിപ്പയർഡ് ഓൺലി ഫോർ ടാക്സ് അതോറിറ്റി യൂസിങ് എ സ്പെസിഫിക് ഫോർമാറ്റ്. അതെന്താണ്, അത് ഈ ഒരു കേസിൽ വരുന്നതാണ്. ദെൻ അടുത്താണെന്ത്, പ്രാക്ടീഷണേഴ്സ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ നോക്കി, അതിന് ശേഷം സ്പെഷ്യൽ പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇനി നെക്സ്റ്റ് ആണെന്ത്, പ്രാക്ടീഷണേഴ്സ് റെസ്പോൺസിബിലിറ്റി. ദ പ്രാക്ടീഷണേഴ്സ് റെസ്പോൺസിബിലിറ്റി ഈസ് ടു എക്സ്പ്രസ് എ കൺക്ലൂഷൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു കൺക്ലൂഷൻ കൊടുക്കലാണ് ഇയാളുടെ റെസ്പോൺസിബിലിറ്റി. ദ റിവ്യൂ ഈസ് കണ്ടക്റ്റഡ് പെർ റിലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓൺ റിവ്യൂ എൻഗേജ്മെൻറ്റ് SRE ആൻഡ് എനി അപ്ലിക്കബിൾ. അപ്പോൾ എന്താണ് ഈ റിവ്യൂ നമ്മൾ എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്, റിവ്യൂ എൻഗേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നടത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ SRE 2400 പ്രകാരമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. എക്സാമ്പിൾ, ദ പ്രാക്ടീഷണർ ഫോളോ SRE 2400 വൈൽ കണ്ടക്ടിങ് എ റിവ്യൂ എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സെക്ഷനാണ് നേച്ചർ ഓഫ് റിവ്യൂ എൻഗേജ്മെൻറ്റ് നേച്ചർ. എ റിവ്യൂ പ്രൊവൈഡ്സ് ലിമിറ്റഡ് അഷുറൻസ്. റിവ്യൂ എന്താ ചെയ്യുന്നത്, ലിമിറ്റഡ് അഷുറൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, നോട്ട് ദ ആബ്സല്യൂട്ട് അഷുറൻസ് ഓഫ് എൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിൻ്റെ ആബ്സല്യൂട്ട് അഷുറൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദെൻ ദ പ്രാക്ടീഷണർ പെർഫോംസ് ഇൻക്വയറീസ് ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ബട്ട് ഡസ് നോട്ട് കണ്ടക്ട് എ ഫുൾ ഓഡിറ്റ്. അപ്പോൾ ആ ഒരു പ്രാക്ടീഷണർ എന്താ ചെയ്യുന്നത്, ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയറും എന്തായാലും ചെയ്യും, പക്ഷേ ഒരു ഫുൾ ഓഡിറ്റ് അയാൾ കണ്ടക്ട് ചെയ്യുന്നില്ല. ദ സ്കോപ്പ്, ഇതൊക്കെ ഒരു ഇതാട്ടോ റെസ്പോൺസിബിലിറ്റി ആട്ടോ, പ്രാക്ടീഷണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ആ ഒരു സെക്ഷനാണ് നമ്മൾ കൊടുക്കുക. ദെൻ ദ സ്കോപ്പ് ഓഫ് റിവ്യൂ ഈസ് സബ്സ്റ്റാൻഷ്യലി ലെസ് ദാൻ ദാറ്റ് ഓഫ് എൻ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിനെക്കാട്ടും ലെസ് ആണെന്ത് ഒരു റിവ്യൂവിൻ്റെ സ്കോപ്പ്. സോ നോ ഓഡിറ്റ് ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓഡിറ്റ് ഒപ്പീനിയൻ നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളൊരു കൺക്ലൂഷൻ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ, എ റിവ്യൂ മേ ഇൻക്ലൂഡ് ആസ്കിംഗ് മാനേജ്മെൻറ്റ് അബൌട്ട് അൺയൂഷ്വൽ സെയിൽസ് ട്രെൻഡ്സ് ബട്ട് വിൽ നോട്ട് വെരിഫൈ എവറി ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു അൺയൂഷ്വൽ സെയിൽസ് ട്രെൻഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചിട്ട് മാനേജ്മെൻറ്റിനോട് ചോദിക്കും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യില്ല, എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ വെരിഫൈ ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫാണ് എന്ത്, കൺക്ലൂഷൻ പാരഗ്രാഫ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കൺക്ലൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ദ പ്രാക്ടീഷണേഴ്സ് കൺക്ലൂഷൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള പ്രാക്ടീഷണറിൻ്റെ കൺക്ലൂഷൻ നമ്മൾ എന്താണ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം ഇവിടെ. ദെൻ റിഫറൻസ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് നമ്മൾ റിഫർ ചെയ്യണം. യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള FRF. എക്സാമ്പിൾ, ബേസ്ഡ് ഓൺ അവർ റിവ്യൂ, ഇതൊരു എക്സാമ്പിൾ ആട്ടോ. നത്തിങ് ഹാസ് കം ടു അവർ അറ്റൻഷൻ ദാറ്റ് കോസസ് അസ് ബിലീവ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡു നോട്ട് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ അണ്ടർ IFRS. ഇതൊരു ഒപ്പീനിയൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ദെൻ മോഡിഫൈഡ് കൺക്ലൂഷൻ. ഇപ്പോൾ നമ്മളെന്താണ്, ഇപ്പോൾ നമ്മളൊരു അൺമോഡിഫൈഡ് കൺക്ലൂഷൻ്റെ ഒരു എക്സാമ്പിളാണ് നോക്കി. ഇനി മോഡിഫൈഡ് കൺക്ലൂഷൻ നോക്കാം. ഇഫ് ദ കൺക്ലൂഷൻ ഈസ് മോഡിഫൈഡ് ഇൻക്ലൂഡ് എ സെപ്പറേറ്റ് പാരഗ്രാഫ് എക്സ്പ്ലെയിനിങ് ദ റീസൺ ഫോർ മോഡിഫിക്കേഷൻ. അപ്പോൾ ഒരു മോഡിഫൈഡ് കൺക്ലൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോഡിഫൈഡ് കൺക്ലൂഷൻ്റെ റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഒരു സെപ്പറേറ്റ് പാരഗ്രാഫിൽ. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ഹെഡിങ് ലൈക്ക് ക്വാളിഫൈഡ് കൺക്ലൂഷൻ ഓർ അഡ്വേഴ്സ് കൺക്ലൂഷൻ. അപ്പോൾ ഒരു മോഡിഫൈഡ് കൺക്ലൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡിങ് യൂസ് ചെയ്യണം, ലൈക്ക് ക്വാളിഫൈഡ് കൺക്ലൂഷൻ അല്ലെങ്കിൽ അഡ്വേഴ്സ് കൺക്ലൂഷൻ എന്ന രീതിയിൽ. ദെൻ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓൺ ദ ഇഷ്യൂ ദാറ്റ് ലെഡ് ടു ദ മോഡിഫിക്കേഷൻ. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ്റെ കാരണമായുള്ള ഇഷ്യൂ എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ റിപ്പോർട്ടിൽ പ്രൊവൈഡ് ചെയ്യണം. എക്സാമ്പിൾ, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫെയിൽ ടു ഡിസ്ക്ലോസ് എ മേജർ ലോസൂട്ട്. ഒരു മേജർ ലോസൂട്ട് എന്താണ് ഡിസ്ക്ലോസ് ചെയ്യാൻ മറന്നു പോവുകയാണെങ്കിൽ എ ക്വാളിഫൈഡ് കൺക്ലൂഷൻ മൈറ്റ് ബി ഇഷ്യൂഡ്. ദെൻ അടുത്ത സെക്ഷനാണ് എന്ത്, എത്തിക്കൽ റിക്വയർമെൻറ്റ്. ദ റിപ്പോർട്ട് മസ്റ്റ് മെൻഷൻ ദ പ്രാക്ടീഷണേഴ്സ് ഒബ്ലിഗേഷൻ ടു കംപ്ലൈ വിത്ത് എത്തിക്കൽ റിക്വയർമെൻറ്റ് അണ്ടർ SRE.
അപ്പോൾ SRE പ്രകാരം എന്താണ്, നമ്മൾ എത്തിക്കൽ റിക്വയർമെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ട്. SQC 1 പ്രകാരം നമ്മളെന്താണ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. സോ എക്സാമ്പിൾ, ദ കംപ്ലയൻസ് വിത്ത് എത്തിക്കൽ കോഡ് എൻഷുർ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇനി അടുത്ത സെക്ഷനാണ് എന്ത്, ഡേറ്റ് ഓഫ് ദ റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ ഡേറ്റ് നമ്മൾ കൊടുക്കണം. The report must not be dated earlier than the date of the sufficient appropriate evidence has been obtained. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്ത ഡേറ്റിനെക്കാട്ടും മുന്നേ ആവാൻ, ഏർലിയർ ആവാൻ പാടില്ല എന്ത്, ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഡേറ്റ്, റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഡേറ്റ്. എൻഷുർ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് നോട്ട്സ് ആർ കംപ്ലീറ്റ് ആൻഡ് ദാറ്റ് ദോസ് ഇൻ ചാർജ് ഹാവ് ടേക്കൺ റെസ്പോൺസിബിലിറ്റി ഫോർ ദം. അപ്പോൾ നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാ നോട്ട്സും എന്താണ് കംപ്ലീറ്റ് ആണ് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. അതെന്താണ് TCWG, അത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കണം. എക്സാമ്പിൾ, ഈ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഓൺ April 5. April 5 ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ദ റിപ്പോർട്ട് കനോട്ട് ബി ഡേറ്റഡ് ഏർലിയർ ദാൻ 5 April. അപ്പോൾ 5 ഏപ്രിലിനെക്കാട്ടും മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് 5 April ആയതുകൊണ്ട്. ദെൻ പ്രാക്ടീഷണർ സിഗ്നേച്ചർ. അടുത്ത സെക്ഷനാണ് സിഗ്നേച്ചർ നമ്മൾ എഴുതുന്നത്. ദ റിപ്പോർട്ട് മസ്റ്റ് ബി ഇൻക്ലൂഡ് ദ പ്രാക്ടീഷണർ സിഗ്നേച്ചർ. അപ്പോൾ അവർ സൈൻ ചെയ്യണം. എക്സാമ്പിൾ, സൈൻഡ് ബൈ ABC and Company Chartered Accounts with the name of the responsible partner. Then place of signature. The report must specify the location where it was signed. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ സൈൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സിറ്റി, ഓഡിറ്റ് ഫേം, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സിറ്റി അതെന്ത് ചെയ്യണം, അത് മെൻഷൻ ചെയ്യണം. ലൈക്ക് മുംബൈ, ഇന്ത്യ, അങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു റിവ്യൂ എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ നോക്കിയത് വലിയൊരു സെക്ഷനായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ വളരെ സ്പീഡാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. അത് വളരെ വലിയൊരു സെക്ഷനാണ്. നമ്മൾ ഓൾറെഡി നോക്കിയ കുറേ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ നോക്കിയ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണെന്ത്, റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ എങ്ങനെയാണ് ഒരു റിവ്യൂ നടത്തുക. സോ അതിൽ പറഞ്ഞാണ് എംഫസൈസ് ഓഫ് മാറ്റർ ഓർ അതർ മാറ്റർ പാരഗ്രാഫ് ഇൻ ദ പ്രാക്ടീഷണേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നമ്മളെന്താണ് പ്രാക്ടീഷണറിൻ്റെ റിപ്പോർട്ടിൽ നിന്നാണ് നമ്മളൊരു എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫോ അല്ലെങ്കിൽ അതർ മാറ്റർ പാരഗ്രാഫോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. എപ്പോൾ എന്ന് വെച്ചാൽ, എ പ്രാക്ടീഷണർ മേ നീഡ് ടു ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ യൂസേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ യൂസേഴ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, എസെൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ പ്രാക്ടീഷണർ എന്ത് ചെയ്യണം, ഇഫ് ദ പ്രാക്ടീഷണർ ഈസ് കോൺഫിഡൻറ്റ് ദാറ്റ് ദ മാറ്റർ ഈസ് നോട്ട് മെറ്റീരിയൽ മിസ്റ്റേറ്റഡ്. അപ്പോൾ ആ ഒരു കാര്യം മെറ്റീരിയലി മിസ്റ്റേറ്റഡും അല്ല, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രാക്ടീഷണർ എന്തിനും കോൺഫിഡൻ്റ് ആണ്, ഇതൊരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നുള്ള കാര്യത്തിനും കോൺഫിഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ an emphasis of matter paragraph is added. ഒരു emphasis of matter പാരഗ്രാഫാണ് ആഡ് ചെയ്യുക, അല്ലാതെ മോഡിഫിക്കേഷൻ അല്ല. ഓക്കെ, ദിസ് പാരഗ്രാഫ് മസ്റ്റ് റിഫർ ഓൺലി ടു ദ ഇൻഫർമേഷൻ ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാര്യം, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി എന്താണ്, നമ്മൾ SA 706 നമ്മൾ നോക്കിയപ്പോൾ ചാപ്റ്റർ 7 നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സോ ഈ പാരഗ്രാഫ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ TCWG ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ് എന്ത് ചെയ്യുക, ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഓൾറെഡി ഡിസ്കസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കൺക്ലൂഷൻ പാരഗ്രാഫ് അണ്ടർ ദ ഹെഡിങ് എംഫസിസ് ഓഫ് മാറ്റർ. അപ്പോൾ കൺക്ലൂഷൻ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇഫ് എ പ്രാക്ടീഷണർ വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ മാറ്റർ പാരഗ്രാഫ് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ എന്താണ്, പ്രാക്ടീഷണറിന് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആരുമായിട്ട്, യൂസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു മാറ്റർ എന്താണ്, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അതിൽ കാണിക്കുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു പോയിൻറ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, നമ്മൾ റിപ്പോർട്ടിൽ കാണിക്കണമെങ്കിൽ നമ്മളെന്താണ്, അതർ മാറ്റർ പാരഗ്രാഫിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കാണിക്കുക. ഓക്കെ, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ട് അങ്ങനത്തെ ഒരു മാറ്റർ, ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ട്. പക്ഷേ അതർ മാറ്റർ എന്താണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും എന്താണ് SA 706 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക,
നമ്മൾ ഓൾറെഡി നോക്കിയ ടോപ്പിക്കാണത് ചാപ്റ്റർ 7. This paragraph helps users understand the review engagement better but must not contradict the financial statement. അപ്പോൾ എന്താണ് ഈ 2 പാരഗ്രാഫ് എന്താണ് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യും എന്തിന് റിവ്യൂ എൻഗേജ്മെൻറ്റിനെ കൂടുതൽ മനസ്സിലാക്കാൻ. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കോൺട്രഡിക്റ്റ് ആവാൻ പാടില്ല ഈ ഒരു പാരഗ്രാഫ്. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ചേഞ്ചസ് ഇറ്റ്സ് അക്കൗണ്ടിങ് പോളിസി ആൻഡ് ഡിസ്ക്ലോസസ് ഇറ്റ് ഇൻ ദ നോട്ട്സ്. അപ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിങ് പോളിസി മാറ്റിയാൽ എന്താണ് അത് നോട്ടിൽ കാണിച്ച്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്തിൽ ഹൈലൈറ്റ് ചെയ്യണം, ഓൾറെഡി നമ്മൾ എന്തിലുണ്ട് നോട്ട്സിലുണ്ട് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. സോ ഇത് എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ വേണം ഹൈലൈറ്റ് ചെയ്യാൻ വിത്തൗട്ട് ഇംപ്ലൈയിങ് എറർ. Then other reporting responsibilities. The practitioner may have additional reporting duties beyond reviewing the financial statement. അപ്പോൾ ഒരു പ്രാക്ടീഷണർ എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ ചെയ്യുക മാത്രമല്ല മറ്റ് കുറച്ച് ഡ്യൂട്ടീസും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ എനി എക്സ്ട്രാ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ സെപ്പറേറ്റ് സെക്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ, റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് സെക്ഷനിൽ വേണം അത് കാണിക്കാൻ, ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മുടെ റിപ്പോർട്ടിൽ. ദിസ് സെക്ഷൻ ഷുഡ് ബി ടൈറ്റിൽഡ് റിപ്പോർട്ട് ഓൺ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. അപ്പോൾ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് എന്നുള്ളൊരു പേരിലുള്ള സെക്ഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ. ഇറ്റ് ഷുഡ് കം ആഫ്റ്റർ എ സെക്ഷൻ ടൈറ്റിൽഡ് റിപ്പോർട്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. റിപ്പോർട്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൊരു സെക്ഷൻ അതിനുശേഷമായിരിക്കണം ഈ ഒരു സെക്ഷൻ വരേണ്ടത്. ഏത് റിപ്പോർട്ട് ഓൺ ദ അതർ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് സെക്ഷൻ വരേണ്ടത്. എക്സാമ്പിൾ, എ ഗവൺമെൻറ് മാൻഡേറ്റ് report on compliance with tax laws would be included under other reporting responsibilities. Then documentation. Proper documentation ensure that the review engagement follows professional standards and legal requirement. അപ്പോൾ നമ്മൾ എന്താ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്തിട്ടുള്ള റിവ്യൂ എൻഗേജ്മെൻറ്റ് എന്താണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ ലീഗൽ റിക്വയർമെൻറ്റും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഡോക്യുമെൻറ്റേഷൻ ഷുഡ് അലൗ അനദർ പ്രാക്ടീഷണേഴ്സ് വിത്ത് നോ പ്രയർ നോളേജ് ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് പെർഫോം. അപ്പോൾ നമ്മളൊരു വർക്ക് എന്താണ് വേറൊരു പ്രാക്ടീഷണർ എന്താണ് അയാൾക്ക് പ്രയർ ആയിട്ടൊരു മുന്നേ യാതൊരു അറിവുമില്ല, നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സ്ഥാപനത്തിനെ കുറിച്ചിട്ടോ എന്താണ് യാതൊരു അറിവുമില്ല എങ്കിൽ പോലും അയാൾക്ക് എന്ത് വേണം, നമ്മളുടെ ഡോക്യുമെൻ്റ് കണ്ടാൽ അയാൾക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്ത വർക്ക് അയാൾക്ക് മനസ്സിലാവണം. ദ പ്രാക്ടീഷണർ മസ്റ്റ് റെക്കോർഡ് ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് പെർഫോം. അപ്പോൾ നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സിൻ്റെ എന്താണ് നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്യണം. റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ് ആൻഡ് ദ പ്രാക്ടീഷണേഴ്സ് കൺക്ലൂഷൻസ് മസ്റ്റ് ബി ഡോക്യുമെൻറ്റ്. അപ്പോൾ റിസൾട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത റിസൾട്ടും അതേമാതിരി തന്നെ പ്രാക്ടീഷണേഴ്സിൻ്റെ കൺക്ലൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം ഡോക്യുമെൻ്റ് ചെയ്യണം. ദെൻ എനി സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ദാറ്റ് എറോസ് ഡ്യൂറിങ് ദ റിവ്യൂ. അപ്പോൾ റിവ്യൂ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം കാണിക്കണം. അതേമാതിരി തന്നെ എനി പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് മെയ്ഡ് ഷുഡ് ബി റെക്കോർഡ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും എന്ത് ചെയ്യണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഡിസ്കഷൻസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ് ബോഡീസ് അബൌട്ട് കീ മാറ്റേഴ്സ് ഷുഡ് ബി ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മളെന്താണ് SA-701 കീ മാറ്റേഴ്സ്, അത് പ്രകാരം എന്തെങ്കിലും ഒരു കീ മാറ്റേഴ്സ് നമ്മളെന്താണ് മാനേജ്മെൻ്റ് ആയിട്ടോ ഗവർണൻസ് ആയിട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കീ മാറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം ഡോക്യുമെൻറ്റ് ചെയ്യണം. ദെൻ ഇഫ് എനി ഇൻഫർമേഷൻ കോൺട്രഡിക്ട്സ് ദ റിവ്യൂ ഫൈൻഡിങ്സ്. അപ്പോൾ ഏതെങ്കിലും ഇൻഫർമേഷൻ അവർ തന്നില്ല ഏതെങ്കിലും ഇൻഫർമേഷൻ നമ്മളുടെ റിവ്യൂ ഫൈൻഡിങ്സുമായിട്ട് കോൺട്രഡിക്റ്റ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ദ പ്രാക്ടീഷണർ മസ്റ്റ് റെക്കോർഡ് ഹൗ ദ ഇൻകൺസിസ്റ്റൻസി വാസ് റിസോൾവ്. അപ്പോൾ ആ ഒരു ഇൻകൺസിസ്റ്റൻസി നമ്മൾ എങ്ങനെയാണ് റിസോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, എക്സാമ്പിൾ, ഈ ഫിനാൻഷ്യൽ ഡാറ്റ ഇനീഷ്യലി ഷോസ് എ ഡിസ്ക്രിപ്പൻസീസ് ബട്ട് ഇസ് ലേറ്റർ കറക്റ്റഡ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡാറ്റ എന്താണ് ഒരു ഡിസ്ക്രിപ്പൻസി കാണിക്കുന്നുണ്ട് പക്ഷേ പിന്നെ അത് കറക്റ്റ് ചെയ്തു. ദെൻ ഡോക്യുമെൻറ്റേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഹൗ ദിസ് വാസ് ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് റിസോൾവ്. അപ്പോൾ നമ്മൾ എന്ത് ഡോക്യുമെൻ്റ് ചെയ്യണം, ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതും അതേമാതിരി തന്നെ എങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്തതും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ ഓഡിറ്റ് വേഴ്സസ് റിവ്യൂ.
വൈൽ ഓഡിറ്റ്സ് ആൻഡ് റിവ്യൂ ഷെയർ സം സിമിലാരിറ്റി. അപ്പോൾ ചില സിമിലാരിറ്റീസ് എന്താണ് ഓഡിറ്റും റിവ്യൂവും തമ്മിലുണ്ട്. ദേ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റീവ്. അവർക്ക് എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റീവാണുള്ളത്. ചില സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റീവാണുള്ളത്. ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അത് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഏതിലേക്കാണ് വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് നേച്ചർ ഓഫ് എൻഗേജ്മെൻറ്റ്. ഓഡിറ്റ് പ്രൊവൈഡ്സ് റീസണബിൾ അഷുറൻസ്. ഓഡിറ്റ് എന്താണ് റീസണബിൾ അഷുറൻസ് ആണ് ഓഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. എ റിവ്യൂ പ്രൊവൈഡ് ലിമിറ്റഡ് അഷുറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് മേജർ ഡിഫറൻസ്. എന്ന് വെച്ചാൽ റീസണബിൾ അഷുറൻസ്, ഓഡിറ്റ് വെച്ചാൽ റീസണബിൾ അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിവ്യൂ എന്ന് വെച്ചാൽ എന്താണ് ലിമിറ്റഡ് അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് ലോവർ ദാൻ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിനെക്കാട്ടും കുറച്ച് അഷുറൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റിവ്യൂ തരുന്നുള്ളൂ. സോ അതാണ് നേച്ചർ, എൻഗേജ്മെൻറ്റിൻ്റെ നേച്ചർ തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഒന്ന് റീസണബിൾ അഷുറൻസ്, ഒന്ന് ലിമിറ്റഡ് അഷുറൻസ്. എക്സാമ്പിൾ, ആൻ ഓഡിറ്റ് വെരിഫൈസ് ഓൾ ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷൻസ് എന്താണ് ഓഡിറ്റ് വെരിഫൈ ചെയ്യും. വൈൽ റിവ്യൂ ചെക്സ് ഫോർ അൺയൂഷ്വൽ ട്രെൻഡ്സ് ആൻഡ് ഇൻകൺസിസ്റ്റൻസീസ്. Then procedures performed. Audit involves detailed testing. അപ്പോൾ ഡീറ്റെയിൽഡ് ടെസ്റ്റിംഗ് ആണ് ഓഡിറ്റിൽ ഉണ്ടാവുക, ഇൻക്ലൂഡിങ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ആൻഡ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ. അപ്പോൾ രണ്ടും എന്താണ് ഓഡിറ്റിൽ ഉണ്ടാവും. ടെസ്റ്റ് ഓഫ് കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും എന്താണ് ഓഡിറ്റിൽ ഉണ്ടാവും. പക്ഷേ റിവ്യൂവിൽ എന്ത് മാത്രമേ ഉള്ളൂ, റിവ്യൂവിൻ്റെ മെയിൻ പ്രൈമറി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇൻക്വയറിയും അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും മാത്രമേ ഉള്ളൂ. സോ റിവ്യൂ മെയിൻലി ഓൺ ഇൻക്വയറി ആൻഡ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് വിത്ത് ഫ്യൂവർ ഡീറ്റെയിൽസ് ടെസ്റ്റ്. അപ്പോൾ ചില ടെസ്റ്റ് മാത്രം, ഈ ടെസ്റ്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർക്ക് ചിലത് മാത്രമേ ചെയ്യുള്ളൂ. എക്സാമ്പിൾ, ആൻ ഓഡിറ്റർ മേ കൺഫേം റവന്യൂ ബൈ ചെക്കിംഗ് ഇൻവോയ്സ്. പോയിന്റ് എന്താണ്, നമ്മൾ റവന്യൂ ഇൻവോയ്സ് ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. വൈൽ റിവ്യൂവർ മേ ആസ്ക് മാനേജ്മെൻറ്റ് അബൌട്ട് ദ റവന്യൂ ട്രെൻഡ്. അപ്പോൾ റവന്യൂ ട്രെൻഡിനെ കുറിച്ച് നമ്മൾ എന്താണ് റിവ്യൂവർ മാനേജ്മെൻറ്റ് ചോദിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ ഒന്നും വെരിഫിക്കേഷൻ ഒന്നും നടത്തൂല. ദെൻ അഷുറൻസ് ലെവൽ. അഷുറൻസ് ലെവൽ എന്താണ്, ഓഡിറ്റർ പ്രൊവൈഡ് എ ഹൈ ലെവൽ ഓഫ് അഷുറൻസ്, മറ്റേന്താണ് ലോ ലെവൽ ഓഫ് അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. എക്സാമ്പിൾ, ആൻ ഓഡിറ്റർ എക്സ്പ്രസ് എ ഫേം ഒപ്പീനിയൻ. ഒരു ഫേമിൻ്റെ ഒപ്പീനിയൻ ആണ് ഓഡിറ്റർ എക്സ്പ്രസ് ചെയ്യുക. വൈൽ എ റിവ്യൂവർ ഓൺലി സ്റ്റേറ്റ് ദാറ്റ് നത്തിങ് ഇൻഡിക്കേറ്റ് എ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. ഇത് മാത്രം എന്താണ് റിവ്യൂവിൽ പറയുള്ളൂ. ദെൻ റിപ്പോർട്ടിംഗ് ഡിഫറൻസസ്. ഓഡിറ്റ് റിപ്പോർട്ട് യൂസ് പോസിറ്റീവ് വേർഡിങ്സ് ലൈക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്, ഒരു പോസിറ്റീവ് വേർഡിങ്സ് ആണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കുക. എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയുള്ളൊരു വേർഡിങ്സ് ആണ് എന്ത് ഇതിൽ കൊടുക്കുക. റിവ്യൂ റിപ്പോർട്ട് യൂസ് ചെയ്ത നെഗറ്റീവ് വേർഡ്സ് ആണ് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടായിരുന്നു. എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മളെന്താ വിശ്വസിക്കുന്നത് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലി മിസ്റ്റേക്ക് അല്ല എന്ന് പറയുന്ന ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വേർഡിങ്സ്, ഒരു നെഗറ്റീവായ വേർഡിങ്സ് ആണെന്ത് റിവ്യൂ റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത്. വെച്ചാൽ നത്തിങ് ഹാസ് കം ടു അവർ അറ്റൻഷൻ ദാറ്റ് കോസ് അസ് ടു ബിലീവ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ്. നമ്മളിവിടെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ്, ഇതെന്താണ് നെഗറ്റീവ് വേർഡാണല്ലോ. ഇവിടെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഗീവ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ഇത് പോസിറ്റീവാണ്. ഇതെന്താണ്, ഇത് നെഗറ്റീവാണ്. ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് മെറ്റീരിയലി മിസ്റ്റേഡ് എന്നാണ് പറയുന്നതെങ്കിലും പോലും ഇവിടെ കൊടുക്കുന്ന യൂസ് ചെയ്യുന്ന വേർഡിങ്സ് എന്താണ്, നെഗറ്റീവ് വേർഡിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ, ആൻ ഓഡിറ്റ് റിപ്പോർട്ട് മൈറ്റ് സേ വി കൺക്ലൂഡ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ആക്യുറേറ്റ് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പറയുക. പക്ഷേ റിവ്യൂ റിപ്പോർട്ട് എന്താ പറയുക, വി ഫൗണ്ട് നോ എവിഡൻസ് ടു സജസ്റ്റ് ദാറ്റ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ഇന്നാക്യുറേറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇന്നാക്യുറേറ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എന്ത് പറയുക, റിവ്യൂ റിപ്പോർട്ട് പറയാം. ഓക്കെ, സോ ഇതാണെന്ത് SRE 2400. അപ്പോൾ നമ്മളെന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ പറഞ്ഞ എല്ലാ പോയിന്റുകളും നോക്കി. അപ്പോൾ ഇത് കുറച്ച് വലിയ സ്റ്റാൻഡേർഡാണ്. അതേമാതിരിയാണ് SRE 2410 വലിയ സ്റ്റാൻഡേർഡാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സ്റ്റാൻഡേർഡ് എന്താണ്, SRE 2410 ആണ്. സോ SRE 240 ഓവർവ്യൂ ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. SRE 2010 അതിൻ്റെ ഓവർവ്യൂ ആണ്. ഡിഫൈൻസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ ഓഡിറ്റർ. ഇതും എന്താണ് ചെയ്യുന്നത്, എല്ലാ സ്റ്റാൻഡേർഡുമാരെയും ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി, വെൻ റിവ്യൂയിങ് ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നേരത്തെ എന്തായിരുന്നു, ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിരുന്നു നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത്.
SRE 2400 നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ SRE 2410 നോക്കുന്നത് എന്താണ്? ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ റിവ്യൂ ആണ് ഓഫ് എൻ ഓഡിറ്റ് ക്ലയൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഓൺ ഹൗ ടു കണ്ടക്ട് ദ റിവ്യൂ, എങ്ങനെയാണ് റിവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ അതിൻ്റെ ഫോർമാറ്റും ഓഡിറ്റ് റിപ്പോർട്ടൊക്കെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ? ഇനി നമുക്ക് നോക്കേണ്ട അതാണ്, എന്താണ് ഒരു ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ? ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിഫേഴ്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ പീരീഡ് ഷോർട്ടർ ദാൻ ഫുൾ ഫിനാൻഷ്യൽ ഇയർ. അപ്പം നമ്മളെന്താണ്, ഒരു 1 ഏപ്രിൽ 2024 മുതൽ 31 മാർച്ച് 2025, ഇതാണ് എന്തൊരു ഫുൾ ഫിനാൻഷ്യൽ ഇയർ. പക്ഷേ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ പീരീഡ് ഇതാണ് വരിക, ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയറാണ് വരിക. പക്ഷേ ഇതെന്തേ ഉള്ളൂ, ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ എന്തേ ഉണ്ടാവുള്ളൂ, ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് കവർ ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, സോ ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് മസ്റ്റ് ഫോളോ ദ റിലവൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്ത് ഫോളോ ചെയ്യണം, റിലവൻ്റ് ആയിട്ടുള്ള FRF ഫോളോ ചെയ്യണം. ദ ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ക്യാൻ ബി ഐദർ എ കംപ്ലീറ്റ് ഓർ എ കണ്ടൻസ്ഡ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നുകിൽ ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ആവാം. എക്സാമ്പിൾ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ഫോർ എ ക്വാർട്ടർ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. So what is the objective behind reviewing this interim financial information? The objective of review is to determine whether anything has come to the auditor's attention that suggests the interim financial information is not prepared correctly. അപ്പോൾ നമ്മൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിനുമല്ല, ജസ്റ്റ് എന്താണ്, ഈ ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കറക്റ്റായ രീതിയിലാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. സോ ദ ഒബ്ജക്റ്റീവ് ടു റിവ്യൂ ടു ഡിറ്റർമൈൻ എന്ത്, ഇത് പ്രിപ്പയർ ചെയ്തത് പ്രോപ്പർലി അല്ല, കറക്റ്റ്ലി അല്ല എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അറ്റൻഷനിലേക്ക്, ഓഡിറ്ററിൻ്റെ അറ്റൻഷനിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്താ പറയുക എന്നുള്ള കാര്യം ഒന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. ദ ഓഡിറ്റർ പെർഫോംസ് ഇൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെയും എന്താ ചെയ്യുക, ഓഡിറ്റർ റിവ്യൂ ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സാണ് ഇവിടെ ഓഡിറ്റർ ചെയ്യുക. എ റിവ്യൂ ഹെൽപ്സ് റിഡ്യൂസ് ദ റിസ്ക് ഓഫ് മേക്കിംഗ് ആൻ ഇൻകറക്റ്റ് കൺക്ലൂഷൻ അബൌട്ട് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻകറക്റ്റ് കൺക്ലൂഷൻ കൊടുക്കുന്നത്, അത് ആ ഒരു റിസ്ക് എന്താണ്, ഒരു റിവ്യൂ ഹെൽപ്പ് ചെയ്യും. സോ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിവ്യൂ പ്രോസസ് ചെയ്യുന്നത്. Difference between a review and an audit. Review differs from audit in terms of assurance level and procedure perform. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യമാണ്, നമ്മൾ SRE 2400 നോക്കിയതാണ് എന്ത്, അഷുറൻസ് ലെവലിൻ്റെ കേസിലും പ്രൊസീജിയേഴ്സ് ലെവലിൻ്റെ കേസിലും എന്താണ്, ഓഡിറ്റും റിവ്യൂവും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. എ റിവ്യൂ ഡസ് നോട്ട് പ്രൊവൈഡ് ഫുൾ അഷുറൻസ് ഒപ്പീനിയൻ ബട്ട് ഓഫർ എ ലിമിറ്റഡ് അഷുറൻസ് കൺക്ലൂഷൻ. ദ auditor does not obtain full audit evidence. Auditor എന്താണ്, ഫുൾ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യില്ല, ബട്ട് അപ്ലൈഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഇൻക്വയറി ബേസ്ഡ് പ്രൊസീജിയർ, ഇതിലാണ് എന്ത് ചെയ്യുള്ളൂ, റിവ്യൂ ചെയ്യുള്ളൂ. എ റിവ്യൂ മേ ഹൈലൈറ്റ് സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ്. റിവ്യൂ എന്താണ്, ചില സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യും, ബട്ട് ഇറ്റ് ഡസ് നോട്ട് എൻഷുർ ഓൾ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ്. അപ്പോൾ എല്ലാ മിസ്റ്റേറ്റ്മെൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യില്ല ഏത് റിവ്യൂ. A review consists of making inquiries and applying analytical procedures but does not provide the same level of assurance as audit. അപ്പോൾ ഓഡിറ്റ് അതേ സെയിം ലെവൽ അഷുറൻസ് എന്താണ്, റിവ്യൂ തരില്ല. അത് ആകെ എന്തേ ചെയ്യുള്ളൂ, ഇൻക്വയറീസും അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്റ്റാൻഡേർഡ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഈ ഒരു ചാപ്റ്ററിന് തന്നെ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. Then agreeing the terms of the engagement. Before starting a review, the auditor and the client must agree the terms of engagement. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രീവിയസ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞ മാതിരി തന്നെ എന്താണ്, മാനേജ്മെൻറ്റും ഓഡിറ്ററും തമ്മിൽ എന്താണ് എല്ലാ ടേംസും അഗ്രി ചെയ്തിരിക്കണം. ദ ടേംസ് ആർ യൂഷ്വലി റെക്കോർഡ് ഇൻ ദ എൻഗേജ്മെൻറ്റ് ലെറ്റർ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ലെറ്റർ ആയിരിക്കണം ഈ ഒരു എൻഗേജ്മെൻറ്റ് ടേംസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ദ എൻഗേജ്മെൻറ്റ് ലെറ്റർ എൻഷ്യൂർ ക്ലാരിറ്റി ആൻഡ് അവോയ്ഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇതൊരു ക്ലിയർ ആയിരിക്കണം, അതേമാതിരി തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യണം.
ഇറ്റ് ഔട്ട്ലൈൻസ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ദ റിവ്യൂ. അപ്പോൾ ആ റിവ്യൂവിൻ്റെ സ്കോപ്പും ഒബ്ജക്റ്റീവ് എന്താണ്, ഈ ഒരു എൻഗേജ്മെൻറ്റ് ടേംസ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ലെറ്റേഴ്സ് എന്താണ് ഔട്ട്ലൈൻ ചെയ്യണം. ഇറ്റ് ഡിഫൈൻസ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയും അതേമാതിരി തന്നെ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഈ ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ ഡിഫൈൻ ചെയ്യണം. ഇറ്റ് സ്പെസിഫൈസ് ദ ലെവൽ ഓഫ് അഷുറൻസ് ഒബ്റ്റെയിൻഡ് ആൻഡ് ദ നേച്ചർ ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഏത് ലെവലിൽ നമ്മൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൻ്റെ നേച്ചറും എന്താണ്, ഏത് ടൈപ്പ് ഓഫ് റിപ്പോർട്ടാണ് ഓഡിറ്റർ കൊടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി എന്താണ് ഈ ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ സ്പെസിഫൈ ചെയ്യണം. ലൈക്ക് ഒരു ലിമിറ്റഡ് അഷുറൻസ് ആണ് കൊടുക്കാൻ പോകുന്നത്, അതേമാതിരി തന്നെ ഓഡിറ്റർ റിപ്പോർട്ട് ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ കീ ടേക്ക് അവേ, ദ റിവ്യൂ ഓഫ് ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ലിമിറ്റഡ് അഷുറൻസ് ആൻഡ് റിലൈസ് ഓൺ ഇൻക്വയറീസ് ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് റാദർ ദാൻ എക്സ്റ്റെൻസീവ് ടെസ്റ്റിംഗ് ലൈക്ക് ഓഡിറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്താണ്, അതിനൊരു കീ ടേക്ക് അവേ നമ്മൾ എടുത്തത് മാത്രം. എന്താണ് ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ എന്ന് വെച്ചാൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും ഇൻക്വയറിയുമാണ് പെർഫോം ചെയ്യുക. അതെന്താണ് ഒരു ലിമിറ്റഡ് അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഓഡിറ്റ് ചെയ്യുന്ന മാറ്റുള്ളൊരു പ്രൊസീജിയേഴ്സ് അത് ചെയ്യില്ല. Understanding the entity and its environment, including its internal control. The auditor needs to understand the entity and its environment, including internal control for both annual and interim financial reporting. അപ്പോൾ രണ്ടിനും ആനുവൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും അതേമാതിരി തന്നെ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും ഓഡിറ്റർ എന്ത് ചെയ്യണം, എൻറ്റിറ്റിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ അതിൻ്റെ എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടും ആൻഡ് ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദിസ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് കണ്ടക്ടിങ് ദ എൻഗേജ്മെൻറ്റ്. എന്താണ് എൻഗേജ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും അത് കണ്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള വെച്ചാൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓഡിറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എന്തിനാണ് ഈ ഓഡിറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അസസ് ദെയർ ലൈക്ലിഹുഡ്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, നമ്മൾ എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഡിറ്റർ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്തി, എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടും എൻറ്റിറ്റിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ചിട്ടും അണ്ടർസ്റ്റാൻഡിങ് വരുത്തി. എന്നിട്ട് എന്ത് മനസ്സിലാക്കുക, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അതിൻ്റെ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് അത് നോക്കുക. അതേമാതിരി തന്നെ അത് ഉണ്ടാവാൻ എത്രമാത്രം സാധ്യത ഉണ്ട് അതിൻ്റെ ലൈക്ലിഹുഡും അസസ് ചെയ്യുക. ദെൻ സെലക്ട് ദ റൈറ്റ് പ്രൊസീജിയർ, കറക്റ്റ് പ്രൊസീജിയർ സെലക്ട് ചെയ്യുക, ലൈക്ക് ഇൻക്വയറി, അനലിറ്റിക്സ് ആൻഡ് റിവ്യൂസ് ടു ഇവാലുവേറ്റ് ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഗെയിൻഡ് ഫ്രം പ്രീവിയസ് ഓഡിറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓഡിറ്റ്, നമ്മൾ പ്രീവിയസ് ഇയർത്തെ അല്ലെങ്കിൽ പ്രീവിയസ് പീരീഡത്തെ ഓഡിറ്റും കൂടി നമ്മളാണ് ചെയ്തത്. അതിൽ നിന്ന് നമുക്ക് എന്താണ് പല അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ. സോ ഇഫ് ആൻ ഓഡിറ്റർ ഹാസ് പ്രീവിയസ്ലി ഓഡിറ്റഡ് ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ റിലേറ്റഡ് ടു ദ ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ ആനുവൽ റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോളും എൻവിറോൺമെൻറ്റും എന്താണ് നമുക്കറിയാം. സോ ദിസ് അണ്ടർസ്റ്റാൻഡിങ് നീഡ്സ് ടു ബി അപ്ഡേറ്റഡ് ഫോർ ദ ഇൻറ്ററിം റിവ്യൂ. അപ്പോൾ ഇൻറ്ററിം റിവ്യൂ നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ഡിഫറൻസസ് ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ ഫോർ ഇൻറ്ററിം ആൻഡ് ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ ആനുവൽ റിപ്പോർട്ടും ഇൻറ്ററിം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ബേസിൽ. Internal control for interim financial reporting may differ from annual financial reporting. The auditor should identify these differences. അപ്പോൾ ഈ ഒരു ഡിഫറൻസുകൾ എന്താണ് ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ പ്രൊസീജിയേഴ്സ് ടു അപ്ഡേറ്റ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ ആനുവൽ റിപ്പോർട്ടിൻ്റെ എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട് എൻറ്റിറ്റിനെ കുറിച്ചിട്ടും എൻവിറോൺമെൻറ്റിനെ കുറിച്ചിട്ടും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക, അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് വേണ്ടത്. ഫസ്റ്റ്, കൺസിഡർ മെറ്റീരിയാലിറ്റി ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഫോർ ഇൻറ്ററിം റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇൻറ്ററിം റിപ്പോർട്ടിങ്ങിന് എന്താണ് FRFൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യണം. ദെൻ റിവ്യൂ പ്രീവിയസ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തെങ്കിലും പ്രീവിയസ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബോത്ത് കറക്റ്റഡ് ആൻഡ് അൺകറക്റ്റഡ് അതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റിവ്യൂ ചെയ്യണം. ദെൻ ഇവാലുവേറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് മാറ്റേഴ്സ്. എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യലോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മാറ്റേഴ്സ് എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് മേ സ്റ്റിൽ ബി റിലവൻറ്റ്, അത് റിലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ. എക്സാമ്പിൾ, ഇഫ് ലാസ്റ്റ് ഇയേഴ്സ് ഓഡിറ്റ് ഫൗണ്ട് വീക്ക് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ലാസ്റ്റ് ഇയർത്തെ ഓഡിറ്റ് നമുക്ക് മനസ്സിലായി എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ വീക്കാണ് ഇൻ ക്യാഷ് ഹാൻഡ്ലിംഗ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക്
ഇഫ് ഇംപ്രൂവ്മെൻറ്റ് വർ മെയ്ഡ്, അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ കൺസിഡർ ദ റിസൾട്ട് ഓഫ് പ്രീവിയസ് ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ പ്രീവിയസ് ഓഡിറ്റ് പ്രൊസീജിയർ എന്താണ്, നമ്മൾ അതിൻ്റെ റിസൾട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് ഹൗ ദേ എഫക്ട് ദ കറൻറ്റ് പീരീഡ്. റിവ്യൂ ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട്. ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ റിവ്യൂ ചെയ്യുക. ആൻഡ് മാനേജ്മെൻറ്റ്സ് ആക്ഷൻ ടേക്കൺ ഇൻ റെസ്പോൺസ്. സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇതിന് പുറമെ ഇൻക്വയറി വിത്ത് മാനേജ്മെൻറ്റ് അബൌട്ട് ദെയർ അസസ്മെൻറ്റ് ഓഫ് ഫ്രോഡ് ഇൻ ഇൻറ്ററിം റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇൻറ്ററിം റിപ്പോർട്ടിൽ എന്താണ് ഫ്രോഡ് റിസ്ക്, അതിനെക്കുറിച്ചുള്ള മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ്, അത് മാനേജ്മെൻറ്റായിട്ട് നമ്മൾ എന്താണ് ഇൻക്വയറി നടത്തണം. മാനേജ്മെൻറ്റ് എത്രമാത്രം അറിയാം ഒരു ഫ്രോഡ് റിസ്കിനെ കുറിച്ചുള്ള മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്വയറി നടത്തണം. ദെൻ ഡിസ്കസ് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മൈറ്റ് ഇമ്പാക്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇമ്പാക്ട് ചെയ്യാൻ മാത്രം എന്തെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ, എ കമ്പനി എക്സ്പാൻഡിങ് ഇൻ ടു എ ന്യൂ മാർക്കറ്റ്, ഒരു പുതിയ മാർക്കറ്റിലേക്ക് കമ്പനി പോവുകയാണ്. മേ ഹാവ് ഡിഫറെൻറ്റ് റവന്യൂ റെക്കഗ്നിഷൻ പോളിസി. വേറെ എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ പോളിസി ഉള്ളൊരു മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റും. കാരണം FRF മാറുകയാണല്ലോ. ആസ്ക് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ദർ ഇമ്പാക്ട്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അത് എന്താണ് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കണം, ഇൻക്വയറി നടത്തണം. എക്സാമ്പിൾ, ഇഫ് ദ കമ്പനി സ്വിച്ച് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അസസ് ഹൗ ഇറ്റ് എഫക്ട് റിപ്പോർട്ടിംഗ് ആക്യുറസി. അപ്പോൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലേക്ക് കമ്പനി മാറി, പുതിയൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ കമ്പനി മാറുകയാണെങ്കിൽ അതെങ്ങനെയാണ് റിപ്പോർട്ടിങ്ങിനെ ആക്യുറസീനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ടാലിയിൽ നിന്ന് നമ്മൾ ഒറാക്കിളിലേക്ക് മാറുകയാണെങ്കിൽ എന്താണ് നമ്മൾ നോക്കണം, റിപ്പോർട്ടിങ്ങിനെ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചെക്ക് ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അപ്പോൾ ഈ ഒരു ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കണം. അതേമാതിരി തന്നെ അവർ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് റെക്കോർഡ്സിൻ്റെ റിലയബിലിറ്റിയും എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. Example, verify if financial data is accurately reconciled with the supporting documents. Then additional consideration for new auditors. If the auditor is newly appointed, അപ്പോൾ ഒരു പുതിയ ഓഡിറ്റർ ആണെങ്കിൽ and he has not performed an annual audit, അപ്പോൾ ഒരു ആനുവൽ ഓഡിറ്റ് പെർഫോം ചെയ്തിട്ടില്ല for the entity, then they must obtain an understanding of the entity and its environment from scratch. അപ്പോൾ എല്ലാം സ്ക്രാച്ച് തന്നെ എന്താണ് എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങും അയാൾ വരുത്തേണ്ടി വരും. ദെൻ റിവ്യൂ ഓഫ് കമ്പോണൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ ഓഡിറ്റേഴ്സ്. അപ്പോൾ കമ്പോണൻസ് ലൈക്ക് ബ്രാഞ്ചസ് അതിൻ്റെ റിവ്യൂ നടത്തുകയാണെങ്കിൽ ദ ഓഡിറ്റർ ഡിറ്റർമൈൻ വെദർ എനി റിവ്യൂ പ്രൊസീജിയേഴ്സ് ആർ നീഡഡ് ഫോർ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഡിഫറെൻറ്റ് കമ്പോണൻസിന് റിവ്യൂ വേണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ഡിറ്റർമൈൻ ചെയ്യണം. ഇഫ് മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സ് ആർ ഇൻവോൾവ്, ഒന്നിലധികം ഓഡിറ്റേഴ്സ് ഇൻവോൾവ് ആണെങ്കിൽ ദേ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദീസ് മാറ്റേഴ്സ് എഫക്റ്റീവ്ലി. ഈ കാര്യം എഫക്റ്റീവായ രീതിയിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടോപ്പിക് എന്ന് വെച്ചാൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, ഇൻക്വയറി, അതർ റിവ്യൂ പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പർപ്പസ് ഓഫ് റിവ്യൂ പ്രൊസീജിയർ. അപ്പോൾ റിവ്യൂ പ്രൊസീജിയറിൻ്റെ പർപ്പസ് എന്താണ്? ദ ഓഡിറ്റർ ഷുഡ് ഇൻക്വയർ വിത്ത് ദോസ് റെസ്പോൺസിബിൾ ഫോർ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് മാറ്റേഴ്സ് ആൻഡ് പെർഫോം അനലിറ്റിക്കൽ ആൻഡ് അതർ റിവ്യൂ പ്രൊസീജിയർ. അപ്പം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഇൻക്വയറി ചെയ്യണം. ആരോട്? ഈ ഫിനാൻഷ്യലും അതേമാതിരി തന്നെ അക്കൗണ്ടിങ് മാറ്റേഴ്സുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ഇൻക്വയർ ചെയ്തിട്ട് എന്ത് പെർഫോം ചെയ്യണം, അനലിറ്റിക്കൽ അല്ലെങ്കിൽ അതർ റിവ്യൂ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. ദിസ് ഹെൽപ്പ് ഡിറ്റർമൈൻ ഇഫ് എനിത്തിങ് സജസ്റ്റ് ദാറ്റ് ദ ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് നോട്ട് പ്രിപ്പയർഡ് ഇൻ അക്കൗണ്ട്സ് വിത്ത് ആപ്ലിക്കബിൾ FRF. അപ്പോൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു എവിഡൻസ് കിട്ടുകയാണെന്ന് നമ്മൾ നോക്കണം. എന്ത്? ഇൻറ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ് ഒരു ആപ്ലിക്കബിൾ FRF പ്രകാരമല്ല ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ. Then scope of review procedure. The review does not usually requires detailed testing like inspecting records, observing process or sending confirmation. അപ്പോൾ എന്താണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റിംഗ് ഒന്നുമല്ല നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിവ്യൂ പ്രൊസീജിയറിൽ നടത്തുക. അതിൻ്റെ സ്കോപ്പ് വളരെ ചെറുതായിരിക്കും. നമ്മൾ ഒരു ബുക്ക് റെക്കോർഡ്സ് ഇൻസ്പെക്ട് ചെയ്യില്ല, നമ്മളെന്താണ് ചില പ്രോസസ്സുകൾ ഒബ്സർവ് ചെയ്യില്ല,
ഒരു കൺഫർമേഷൻ നമ്മൾ സെൻഡ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഫോക്കസ് ഓൺ ഇൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. ആകെ ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയർ മാത്രമേ ഇത് മെയിനായിട്ട് ചെയ്യുള്ളൂ. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിവ്യൂ പ്രൊസീജിയർ. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് റിവ്യൂ പ്രൊസീജിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്? ദ ഓഡിറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ എൻറ്റിറ്റി, പാസ്റ്റ് ഓഡിറ്റ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് മെറ്റീരിയാലിറ്റി കൺസിഡറേഷൻ ഇമ്പാക്ട് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് റിവ്യൂ പ്രൊസീജിയർ. അപ്പോൾ ഓഡിറ്റ് എൻറ്റിറ്റിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ പാസ്റ്റ് ഓഡിറ്റ് റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ മെറ്റീരിയാലിറ്റിനെ കുറിച്ചിട്ടുമുള്ള ഓഡിറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. എന്തിനൊക്കെ കുറിച്ചിട്ട്? ഒന്ന് എൻറ്റിറ്റിനെ കുറിച്ചിട്ട്, അതിൻ്റെ പാസ്റ്റ് ഓഡിറ്റ് റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ചിട്ട്, അതേമാതിരി തന്നെ മെറ്റീരിയാലിറ്റിനെ കുറിച്ചിട്ടുമുള്ള ഓഡിറ്ററിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ത് റിവ്യൂ പ്രൊസീജിയറിൻ്റെ നേച്ചറിനെയും എക്സ്റ്റെൻറ്റിനെയും ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ദെൻ കീ റിവ്യൂ പ്രൊസീജിയേഴ്സ് പെർഫോം. അപ്പോൾ എന്തൊക്കെ റിവ്യൂ പ്രൊസീജിയേഴ്സാണ് പെർഫോം ചെയ്യുക? കീ റിവ്യൂ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? റീഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഗവർണൻസ് മീറ്റിംഗ് ടു ഐഡൻറ്റിഫൈ ഇഷ്യൂസ് എഫക്റ്റിംഗ് ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഗവർണൻസിൻ്റെയും മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിലുണ്ടോ എന്നുള്ള കാര്യം നമ്മളതാണ് വായിച്ചു നോക്കും. Then checking if prior audit or review modification, adjustments or uncorrected misstatements have any impact. അപ്പോൾ പ്രയർ ഓഡിറ്റ്, മുൻകാലത്തെ ഓഡിറ്റോ അല്ലെങ്കിൽ റിവ്യൂ മോഡിഫിക്കേഷൻ, അതിൽ അവരുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടോ? പ്രയർ ഓഡിറ്റ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ റിവ്യൂ റിപ്പോർട്ടിലോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടോ? അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ? അതേമാതിരി തന്നെ എന്തെങ്കിലും അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഇമ്പാക്റ്റ് ഈ ഇയറിലുണ്ടോ, കറണ്ട് പീരീഡിലുണ്ടോ, ഇൻ്ററിം പീരീഡിലുണ്ടോ എന്നുള്ള കാര്യം എന്താണ് ചെക്ക് ചെയ്യും. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതർ ഓഡിറ്റേഴ്സ്, മറ്റ് ഓഡിറ്റേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റിവ്യൂയിങ് സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ദ എൻറ്റിറ്റീസ് ഫിനാൻസ്. അപ്പോൾ എൻറ്റിറ്റിൻ്റെ എൻറ്റിറ്റിൻ്റെ ഫിനാൻഷ്യൽസിൻ്റെ സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻറ്റ്സ് റിവ്യൂ ചെയ്യുന്നതാണ് മറ്റ് ഓഡിറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ കീ ഇൻക്വയറീസ് ടു മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് പോയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്വയറി ചെയ്യുക? ഫസ്റ്റ് ചെയ്യുക വെച്ചാൽ FRF ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? FRF ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ചോദിക്കുക. അതിനുശേഷം ഇഫ് ദർ ഹാവ് ബീൻ എനി ചേഞ്ച് ഇൻ ദ അക്കൗണ്ടിങ് പോളിസിയെ ഓർ മെത്തേഡ്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസിയിലോ മെത്തേഡ്സിലോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ദെൻ ഇഫ് എനി ന്യൂ ട്രാൻസാക്ഷൻ റിക്വയർസ് യൂസ് ഓഫ് ന്യൂ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു പുതിയ ട്രാൻസാക്ഷന് പുതിയ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ആവശ്യമുണ്ടോ, അതിൻ്റെ യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. അത് ചോദിക്കും, ഇൻക്വയറി ചെയ്യും. ദെൻ വെദർ ദർ ആർ നോൺ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻറ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കും, ഇൻക്വയറി ചെയ്യും. ദെൻ ഇഫ് അൺയൂഷ്വൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ദെൻ അസംഷൻസ് എഫക്റ്റിംഗ് ഫെയർ വാല്യൂ മെഷർമെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്സ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോൾ ഒരു ഫെയർ വാല്യൂ മെഷർമെൻറ്റിനും അതേമാതിരി തന്നെ അതിൻ്റെ ഒരു അസംഷൻ എഫക്റ്റിംഗ് ഫെയർ വാല്യൂ മെഷർമെൻറ്റ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള അസംഷൻസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഫെയർ വാല്യൂ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള അസംഷൻസ് ഉണ്ടാവും. അതേമാതിരി തന്നെ മാനേജ്മെൻറ്റ് പ്ലാനും ഫ്യൂച്ചർ ആക്ഷൻസ്, ഫ്യൂച്ചറിലേക്കുള്ള മാനേജ്മെൻറ്റ് പ്ലാനും ഈ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. സോ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കാൻ മാനേജ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെൻറ്റും അതേമാതിരി തന്നെ അവരുടെ ഫ്യൂച്ചർ പ്ലാനും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്താണ് പ്രോപ്പറായ രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മാനേജ്മെൻറ്റിനോട് ചോദിക്കും. പിന്നെ മേജർ ചേഞ്ചസ് ഇൻ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഈ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷനിലോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സിലോ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവരുടെ സ്കോപ്പ് അല്ലെങ്കിൽ ടേംസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, കമ്മിറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം, മേജറായിട്ടുള്ള എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ദെൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ലൈക്ക് ലോസൂട്ട് ക്ലെയിംസ് എന്ന് പറയുന്ന കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കും. ദെൻ കംപ്ലയൻസ് വിത്ത് ഡെറ്റ് കൺവനൻറ്റ് ആയിട്ട് നമ്മൾ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ദെൻ എനി കൺസേൺസ് റേസ്ഡ് വൈൽ പെർഫോമിംഗ് റിവ്യൂ പ്രൊസീജിയർ. അപ്പോൾ റിവ്യൂ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കൺസേൺ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, അത് ചോദിക്കും. ദെൻ ലാർജ് ഓർ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ നിയർ ദ എൻഡ് ഓർ സ്റ്റാർട്ട് ഓഫ് ദ ഇൻറ്ററിം പീരീഡ്. അപ്പോൾ ഇൻറ്ററിം പീരീഡിൻ്റെ അവസാനമോ അല്ലെങ്കിൽ തുടക്കത്തിലോ ആ ഒരു സമയത്ത് നടന്ന ലാർജ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അൺയൂഷ്വൽ ട്രാൻസാക്ഷനെ കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും.
ദെൻ നോളേജ് ഓഫ് ഫ്രോഡ് ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ് ഇൻവോൾവിംഗ് മാനേജ്മെൻറ്റ് ഓർ കീ എംപ്ലോയി. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻവോൾവ് ആയതോ അല്ലെങ്കിൽ കീ എംപ്ലോയീസ് ഇൻവോൾവ് ആയതോ ആയുള്ള ഫ്രോഡോ അല്ലെങ്കിൽ സസ്പെക്റ്റഡ് ഫ്രോഡിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു നോളജിനെ കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ദെൻ റിപ്പോർട്ട്സ് ഓഫ് ഫ്രോഡ് ഫ്രം എംപ്ലോയീസ്, റെഗുലേറ്റേഴ്സ് ഓർ അനാലിറ്റിക്സ്. അപ്പോൾ ഫ്രോഡിനെ കുറിച്ച് എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അനാലിസ്റ്റിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണ്, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ എന്താണ് മാനേജറിനോട് ഇൻക്വയറി നടത്തും. ദെൻ എനി നോൺ ഓർ സസ്പെക്റ്റഡ് വയലേഷൻസ് ഓഫ് ലോ ഓർ റെഗുലേഷൻ ദാറ്റ് മേ ഇമ്പാക്ട് ദ ഫിനാൻഷ്യൽസ്. അപ്പോൾ ഫിനാൻഷ്യൽസിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ കാരണമാകുന്ന ഏതെങ്കിലും ലോസിൻ്റെയോ അല്ലെങ്കിൽ റെഗുലേഷൻസിൻ്റെയോ വയലേഷൻ, സസ്പെക്റ്റഡ് ഓർ നോൺ, നമുക്ക് മനസ്സിലായതോ അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്നതായുള്ള വയലേഷൻസ് എന്താണ്, അതും കൂടി നമ്മൾ എന്താണ് ചോദിച്ച് മനസ്സിലാക്കും. ദെൻ അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ഐഡൻറ്റിഫൈ അൺയൂഷ്വൽ ഫിനാൻഷ്യൽ ട്രെൻഡ്സ്. അപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രെൻഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ദാറ്റ് മേ ഇൻഡിക്കേറ്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ റിവ്യൂയിങ് ദ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റിവ്യൂ ചെയ്യും ഫോർ ഇൻകൺസിസ്റ്റൻസീസ് ഓർ എറേഴ്സിനെ ഇതാക്കാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടൈമിംഗ് ഓഫ് റിവ്യൂ പ്രൊസീജിയേഴ്സിൻ്റെ ടൈമിംഗ്. The auditor may perform some review procedures before or during the preparation of interim financial statement. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യും, ഓഡിറ്റർ may perform some review procedures before or during the preparation of interim financial statement. അപ്പോൾ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യും, ചില റിവ്യൂ പ്രൊസീജിയർ ചെയ്യും, ബിഫോർ അല്ലെങ്കിൽ ഡ്യൂറിങ് ദാറ്റ് ടൈം. അപ്പോൾ ഏർലി പ്രൊസീജിയേഴ്സ് ഹെൽപ്പ് ഐഡൻറ്റിഫൈ കീ ഫിനാൻഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏർലി ആയിട്ട് നമ്മൾ ആ ഒരു ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് എന്താണ്, കീ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സൂണർ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ കമ്പൈനിങ് ഓഡിറ്റ് ആൻഡ് റിവ്യൂ പ്രൊസീജിയേഴ്സ്. സിൻസ് ദ സെയിം ഓഡിറ്റർ ഓഫൻ ഹാൻഡിൽസ് ബോത്ത് ദ ഇൻ്ററിം റിവ്യൂ ആൻഡ് ആനുവൽ ഓഡിറ്റ്. അപ്പോൾ എന്താണ്, ചില ഓഡിറ്റർ എന്ത് ചെയ്യും, ഇൻ്ററിം റിവ്യൂവും അയാൾ തന്നെ ചെയ്യും, അതേമാതിരി തന്നെ ആനുവൽ ഓഡിറ്റും അയാൾ തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ സം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ക്യാൻ ബി ഡൺ അലോങ് സൈഡ് ദ റിവ്യൂ ഓഫ് ഫോർ എഫിഷ്യൻസി. അപ്പോൾ ഈ ഒരു റിവ്യൂ പ്രൊസീജിയറിൻ്റെ സമയത്ത് നമുക്ക് എന്തും ചെയ്യാം, ചില ഓഡിറ്റ് പ്രൊസീജിയർ നമുക്ക് ചെയ്യാം. അതെന്താണ്, എഫിഷ്യൻസി നമ്മൾ കൂട്ടും. കാരണം നമുക്ക് കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമില്ല. രണ്ടും ഇപ്പോൾ നമ്മളൊരു സാധനം നമ്മളിപ്പോൾ ഒരു ഇൻക്വയറി ചെയ്യുകയാണ്, സെയിം മാറ്റർ നമുക്ക് എന്തിനും യൂസ് ചെയ്യാം, ഓഡിറ്റിനും യൂസ് ചെയ്യാം, അതേമാതിരി തന്നെ റിവ്യൂവിനും യൂസ് ചെയ്യാം. സോ അത് എഫിഷ്യൻസി നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ പ്രൊസീജിയേഴ്സ് നമുക്ക് തീർത്ത് കിട്ടും. ദെൻ ഹാൻഡ്ലിംഗ് ലീഗൽ മാറ്റേഴ്സ് ഇൻ ഇൻ്ററിം റിവ്യൂ. അൺലൈക്ക് ഓഡിറ്റ്സ്, ഇൻ്ററിം റിവ്യൂ ഡോണ്ട് യൂഷ്വലി റിക്വയർസ് ലീഗൽ കൺഫർമേഷൻ. അപ്പോൾ ലീഗൽ കൺഫർമേഷൻ്റെ ആവശ്യം എന്തിനില്ല, ഇൻ്ററിം റിവ്യൂസിന് ആവശ്യമില്ല ഓഡിറ്റ് മാറി. ഹവർ ഇഫ് ദ ഓഡിറ്റർ സസ്പെക്ട്സ് ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ലിറ്റിഗേഷൻ ദേ മേ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് എൻറ്റിറ്റീസ് ലോയർ. അപ്പോൾ ഒരു ലിറ്റിഗേഷനെ കുറിച്ചുള്ളൊരു മിസ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഓഡിറ്റർ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, എൻറ്റിറ്റീൻ്റെ ലോയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നോർമലി എന്താണ്, ലീഗൽ കൺഫർമേഷൻ ഒന്നും ആവശ്യം എന്തിനില്ല, റിവ്യൂവിനില്ല, അത് ചെയ്യൂല. ആകെ ഇൻക്വയറിയും അനാലിറ്റിക്കൽ പ്രൊസീജിയർ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ എന്താണ്, ഒരു ലിറ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടൊരു മിസ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ലോയറുമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Then ensure interim financials match record. Tracing interim financial data to accounting record. അപ്പോൾ അക്കൗണ്ടിങ് റെക്കോർഡ്സും അതേപോലെ തന്നെ ഇൻ്ററിം ഫിനാൻഷ്യൽ ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യണം, ട്രേസ് ചെയ്ത് വെക്കണം, അത് കമ്പയർ ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് റെക്കോർഡ് വെച്ചാൽ ജനറൽ ലെഡ്ജേഴ്സ് എക്സാമ്പിളിന്. ദെൻ വെരിഫൈ ദ ഡാറ്റ അഗെയിൻസ്റ്റ് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അതേമാതിരി തന്നെ മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ടും എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഏത്, ഇൻ്ററിം ഫിനാൻഷ്യൽ ഡാറ്റ. അതും ഇതും നമ്മൾ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. അക്കൗണ്ടിങ് റെക്കോർഡായിട്ടും അതേമാതിരി തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ കാര്യം നമ്മൾ നോക്കണം. Then management's responsibility for event after reviewing date. The auditor should ask management if any event have occurred that requires adjustment or disclosures in the financial statement. അപ്പോൾ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റിന് ശേഷം എന്താണ് എന്തെങ്കിലും ഇവൻറ്റോ അഡ്ജസ്റ്റ്മെൻറ്റ്സോ ഉണ്ടോ എന്നുള്ള കാര്യം, എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടോ, അതെന്താണ്, അതിന് പ്രോപ്പർ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ, ഡിസ്ക്ലോഷർ വേണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ മാനേജ്മെൻറ്റിനോട് ചോദിക്കണം.
ദ ഓഡിറ്റർ ഡസ് നോട്ട് നീഡ് ടു പെർഫോം എക്സ്ട്രാ പ്രൊസീജിയേഴ്സ്. ഓഡിറ്റർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല ഫോർ ഇവൻറ്റ്സ് ആഫ്റ്റർ ദ റിവ്യൂ റിപ്പോർട്ട് ഡേറ്റ്. അപ്പോൾ റിവ്യൂ റിപ്പോർട്ട് ഡേറ്റിന് ശേഷം ഒരു എക്സ്ട്രാ പ്രൊസീജിയർ ഒന്നും ആര് ചെയ്യേണ്ട, ഓഡിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. Going concern assessment. The auditor should ask management if their assessment of the entity's ability to continue has changed. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ മാനേജ്മെൻറ്റ് ചോദിക്കണം എന്ത്, ഇഫ് ദെയർ അസസ്മെൻറ്റ് ഓഫ് ദ എൻറ്റിറ്റീസ് ability to continue has changed. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എന്താണ് അസസ്മെൻറ്റ് റിഗാർഡിങ് ഗോയിങ് കൺസേൺ, അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്താണ്. നമ്മൾ ആകെ എന്താ ചെയ്യുള്ളൂ, ഒരു റിവ്യൂവിൽ നമ്മൾ ഇൻക്വയറിയും അനലിറ്റിക്കൽ പ്രൊസീജിയർ മാത്രം നടത്തുള്ളൂ. സോ നമ്മളെന്താ ചെയ്യുക, മാനേജറോട് നമ്മൾ ചോദിക്കുക ചെയ്യുക എന്ത്, അവരുടെ അസസ്മെൻറ്റ് റിഗാർഡിങ് ഗോയിങ് കൺസേൺ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കും. ഇഫ് ഇഷ്യൂസ് അറൈസ്, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദ ഓഡിറ്റർ ഷുഡ് ആസ്ക് മാനേജ്മെൻറ്റ് അബൌട്ട് ദെയർ പ്ലാൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാനേജറിനോട് ചോദിക്കണം. എക്സാമ്പിൾ സെല്ലിംഗ് അസറ്റ്, റീസ്ട്രക്ചറിങ് ഡെറ്റ് ആൻഡ് റെഡ്യൂസിങ് കോസ്റ്റ് ഓർ റേസിംഗ് ക്യാപിറ്റൽ. ദ ഓഡിറ്റർ ഡസ് നോട്ട് നീഡ് ടു വെരിഫൈ ദീസ് പ്ലാൻസ് ആർ ഫിസിബിൾ ബട്ട് ഷുഡ് ചെക്ക് ഇറ്റ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് ആർ ആഡിക്വേറ്റ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവർ പറഞ്ഞപ്പോൾ ഒരു പ്ലാൻസ് അത് ഫിനാൻഷ്യലി ഫിസിബിൾ ആണോ എന്നുള്ള കാര്യം, ആ ഒരു പ്ലാനുകളൊന്നും ഫിസിബിൾ ആണോ എന്നുള്ള കാര്യമൊന്നും ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് മാത്രം നോക്കണം, ഫിനാൻഷ്യൽസിൽ എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഓഡിറ്റർ ചെക്ക് ചെയ്താൽ മതി. ദെൻ അഡീഷണൽ പ്രൊസീജിയേഴ്സ് വെൻ കൺസേൺസ് അറൈസ്. ഇഫ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഇൻ്ററിം ഫിനാൻഷ്യൽസ്, അപ്പോൾ ഇൻ്ററിം ഫിനാൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദേ ഷുഡ് മേക്ക് ഫർദർ ഇൻക്വയറീസ്, അപ്പോൾ കൂടുതൽ ഇൻക്വയറീസ് നടത്തണം. ഓർ പെർഫോം എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് ടു വെരിഫൈ ആക്യുറസി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്ട്രാ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം റാദർ ദാൻ ഇൻക്വയറി ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്, ആക്യുറസി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ഇഫ് ദ ഓഡിറ്റർ ക്വസ്റ്റ്യൻസ് വെദർ റവന്യൂ റെക്കഗ്നീഷൻ ഇസ് കറക്റ്റ്, അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്തു, റവന്യൂ റെക്കഗ്നീഷൻ കറക്റ്റ് ആണെന്ന് ചോദിച്ചു. ദേ മൈറ്റ് ഡിസ്കസ് ദ ട്രാൻസാക്ഷൻ വിത്ത് സീനിയർ മാനേജ്മെൻറ്റ്, അതെന്താണ് സീനിയർ മാനേജ്മെൻറ്റ് അടുത്തും ആ ഒരു ട്രാൻസാക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഓർ റിവ്യൂ ദ സെയിൽസ് കോൺട്രാക്ട്. Next, assessing misstatements. The auditor should check if uncorrected misstatements are significant both individually and collectively. അപ്പോൾ uncorrected misstatements അത് സിഗ്നിഫിക്കൻ്റ് ആണോ, ഇൻഡിവിജ്വലായിട്ടും അതേമാതിരി തന്നെ കളക്റ്റീവായിട്ടും സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ഇഫ് ദ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഇന്നാഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ്, അപ്പോൾ മിസ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇന്നാഡിക്വേറ്റ് ഡിസ്ക്ലോഷർ ആണുള്ളത് FSൽ, അങ്ങനെയാണെങ്കിൽ ആർ ഇമ്പോർട്ടൻറ്റ്, ദ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് must be adjusted to align with the financial reporting framework. അപ്പോൾ എന്താണ് അത് FS അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. കാരണം മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആഡിക്വേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, FRFുമായിട്ട് പ്രോപ്പറായ രീതിയിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ദ ഓഡിറ്റർ യൂസസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് ടു ഡിസൈഡ് ഇഫ് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയൽ. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്, അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മാനേജ്മെൻറ്റ്സ് റെപ്രസെൻറ്റേഷൻസ്. ദ ഓഡിറ്റർ മസ്റ്റ് ഗെറ്റ് എ റിട്ടേൺ കൺഫർമേഷൻ ഫ്രം മാനേജ്മെൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് അടുത്ത് ഓഡിറ്റർ എന്ത് വാങ്ങണം, റിട്ടേൺ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ റിട്ടേൺ കൺഫർമേഷൻ വാങ്ങണം. എന്തിനൊക്കെ വേണ്ടിയിട്ട്, റിഗാർഡിംഗ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഇൻറ്റേർണൽ കൺട്രോൾ ടു പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് എറർ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിന് റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, എന്ത് ഫ്രോഡും എററും പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. ദെൻ ദ ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോളോസ് ദ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ്, റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് FRF ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ട് എന്താണ് കൺഫർമേഷൻ വാങ്ങണം. ദെൻ എനി അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഫൗണ്ട് ബൈ ദ ഓഡിറ്റർ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി. അപ്പോൾ ഒരു ഓഡിറ്റർ എന്താണ് ഒരു അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിച്ചു, പക്ഷേ ആ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ കളക്റ്റീവായിട്ടോ അത് സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടുന്നതാണ് ഒരു മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ തരണം. ദെൻ എ ലിസ്റ്റ് ഓഫ് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യണം, അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റും കൂടി എന്താണ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ മാനേജ്മെൻറ്റ് ഹാസ് റിവീൽഡ് ഓൾ ഫാക്ട്സ് റിലേറ്റഡ് ടു ദ നോൺ ഫ്രോഡ്സ് ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ്. അപ്പോൾ മാനേജ്മെൻറ്റിന് അറിയാവുന്ന
അവിടെ എല്ലാ അറിയാവുന്ന നോൺ ആയിട്ടുള്ള ഫ്രോഡും അതേമാതിരി തന്നെ സസ്പെക്റ്റഡ് ഫ്രോഡുകളും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള എല്ലാ ഫാക്റ്റുകളും മാനേജ്മെൻറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം റെപ്രസെൻറ്റേഷനിൽ പറയണം. ദെൻ മാനേജ്മെൻറ്റ് ഹാസ് ഷെയർഡ് ഇറ്റ്സ് ഇവാലുവേഷൻ ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അതിലുള്ള മാനേജ്മെൻറ്റ് ഇവാലുവേഷൻ, മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത് അതെന്താണ്, അതും റെപ്രസെൻറ്റേഷനിൽ പറയണം. എന്ന് വെച്ചാൽ കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യം. Then management has disclosed all cases of known or possible violations of law or regulations that impact financial statement. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വയലേഷൻസും, ലോ റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആ എല്ലാ പോസിബിൾ കേസും എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. Then management has informed the auditor about significant events occurring after balance sheet date. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം ഒക്യൂർ ചെയ്തിട്ടുള്ള എല്ലാ സിഗ്നിഫിക്കൻറ്റ് ഇവൻസും അതും എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് ഈ ഒരു റിട്ടേൺ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻ വഴി ഓഡിറ്ററിന് കൈമാറണം, ഓഡിറ്ററിന് കൊടുക്കണം. ദെൻ അതിന് ശേഷമുള്ള സാധനമാണ് എന്ത്, ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ഫോർ അപ്ലൈയിങ് ഇൻഫർമേഷൻ. ദ ഓഡിറ്റർ ഷുഡ് read any additional information that accompany the interim financial statement and check for inconsistency. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഈ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതായിട്ട് അക്കമ്പനി ചെയ്യുന്ന ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് വായിച്ചിട്ട് ഇത് തമ്മിൽ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തമ്മിൽ എന്താണ്, അത് കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഇഫ് ദർ ആർ മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസി, പക്ഷേ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ the auditor should determine if corrections are needed in the financial statement or the additional information. അപ്പോൾ കറക്ഷൻസ് വേണോ, ഒന്നിൽ എന്തിലേക്കും വേണ്ട, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും വേണ്ടി വരിക, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ അഡീഷണൽ ഇൻഫർമേഷനിലായിരിക്കും അത് വേണ്ടി വരിക. സോ ഏതിലാണോ വേണ്ടതെന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം, എന്തെങ്കിലും മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസീസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. ദെൻ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസീസ്. ഇഫ് ദ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നീഡ് ചേഞ്ചസ് ആൻഡ് മാനേജ്മെൻറ്റ് റിഫ്യൂസ്. അപ്പോൾ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റങ്ങൾ, ഒരു ചേഞ്ചിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു, അത് റിഫ്യൂസ് ചെയ്തു, പറ്റില്ല എന്ന് പറഞ്ഞു. ദ ഓഡിറ്റർ കൺസിഡർ ദ ഇമ്പാക്റ്റ് ഓൺ ദ റിവ്യൂ റിപ്പോർട്ട്. അപ്പോൾ റിവ്യൂ റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഓഡിറ്റർ മെൻഷൻ ചെയ്യണം, ഇതിൻ്റെ ഇമ്പാക്റ്റ് അതിൽ കൊടുക്കണം. ഇഫ് ദ അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് ഇൻകൺസിസ്റ്റൻസ് ആൻഡ് മാനേജ്മെൻറ്റ് റിഫ്യൂസ് ടു ചേഞ്ച് ഇറ്റ്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനിലാണ് എന്തുള്ളത്, ആ ഒരു ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ മാറ്റം വേണ്ടത്, പക്ഷേ മാനേജ്മെൻറ്റ് എന്ത് പറഞ്ഞു, ആ മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദ ഓഡിറ്റർ മേ ആഡ് എ പാരഗ്രാഫ് ഇൻ ദ റിവ്യൂ റിപ്പോർട്ട് എക്സ്പ്ലെയിനിങ് ദ ഇൻകൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, റിവ്യൂ റിപ്പോർട്ടിൽ ഒരു പാരഗ്രാഫും കൂടി ആഡ് ചെയ്യണം. ആൻഡ് ഡിലേ ഇഷ്യൂയിങ് ദ റിവ്യൂ റിപ്പോർട്ട്. അപ്പോൾ ആ റിവ്യൂ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഡിലേ ആക്കണം. ആൻഡ് വിഡ്രോ ഫ്രം ദ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് ആണ് എന്തുള്ളത്, ഓഡിറ്ററിനുള്ളത്. ഇപ്പോൾ ഒരു അഡീഷണൽ ഇൻഫർമേഷനിലാണ് എന്ത് ഇൻകൺസിസ്റ്റൻസി ഉള്ളത്, അത് മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്യില്ല എന്നുള്ള പറയുകയാണെങ്കിൽ 3 ഓപ്ഷൻസാണ് ഓഡിറ്ററിനുള്ളത്. ഒന്ന് റിവ്യൂ റിപ്പോർട്ട് ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യുക, എന്ത് ഈ ഒരു ഇൻകൺസിസ്റ്റൻസി എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് റിവ്യൂ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ് ഡിലേ ആക്കുക, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് തന്നെ വിഡ്രോ ചെയ്യുക. Example of material inconsistencies. If management present alternative earnings measures that make financial result look better but are unclear or misleading, this could be a material inconsistency. അപ്പോൾ എന്താണ്, ഒരു മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു ഏർണിംഗ് മെഷർ ഉണ്ട്, നമുക്കൊരു വേറൊരു വരുമാന സ്രോതസ്സ് നമ്മൾ കാണിക്കുകയാണ് മാനേജ്മെൻറ്റ്. അത് കാണിക്കുന്നതോടെ നമ്മൾ ഫിനാൻഷ്യൽസ് എന്താവും, അത് കുറച്ചും കൂടി ഒന്ന് ബെറ്ററാവും, കുറച്ചും കൂടി എന്താണ് പ്രോഫിറ്റബിൾ ആവും. പക്ഷേ എന്താണ്, ഇത് അൺക്ലിയർ ആണ്, ഈ ഒരു ഏർണിങ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. അതേമാതിരി തന്നെ അത് മിസ്ലീഡിങ്ങും ആണ്, ആക്ച്വലി അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്ക്ലോഷർ എന്താണ്, അതൊരു മെറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസി ആണ്. ദെൻ അഡ്രസ്സിങ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ്. ഇഫ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് എ ഫാക്ച്വൽ മിസ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫാക്ച്വൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻ അഡീഷണൽ ഇൻഫർമേഷൻ ദേ ഷുഡ് ഡിസ്കസ് ഇറ്റ് വിത്ത് മാനേജ്മെൻറ്റ്. ഈ ഒരു കാര്യം എന്താണ്, മാനേജ്മെൻറ്റ് അടുത്ത് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. ഇഫ് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് കറക്റ്റ് ദ മിസ്റ്റേറ്റ്മെൻറ്റ്, മാനേജ്മെൻറ്റ് എന്താണ് ഈ മിസ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദ ഓഡിറ്റർ കൺസിഡർ ഫർദർ ആക്ഷൻ സച്ച് ആസ് നോട്ടിഫൈങ് ഗവർണൻസ് ഓർ സീക്കിംഗ് ലീഗൽ അഡ്വൈസ്. അപ്പോൾ ഈ ഒരു കാര്യം മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒന്നുകിൽ ഗവർണൻസ് നോട്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ലീഗൽ അഡ്വൈസ് ചോദിക്കണം.
Example of material misstatement of facts. If an incorrect financial ratio is reported in the company's press release, this would be a material misstatement of fact. അപ്പോൾ എന്താണ്, ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ റേഷ്യോ ആണ് നമ്മളുടെ കമ്പനീൻ്റെ പ്രസ് റിലീസിൽ കാണിച്ചിട്ടുള്ളതെങ്കിൽ അതൊരു ഫാക്റ്റിൻ്റെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻ്റ് ആണ്. Then consulting experts for misstatements. If there is a disagreement about potential misstatement, അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ the auditor may ask management to consult a qualified third party to resolve the issue. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്താണ് പൊട്ടൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡിസഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ ഓഡിറ്റർ ഒരു കാര്യം പറയുകയാണ്, മാനേജ്മെൻറ്റ് വേറെ കാര്യം പറയുകയാണ്. അപ്പോൾ അവർ തമ്മിലൊരു ഡിസഗ്രിമെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടിയെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടേക്കിംഗ് ഫർദർ ആക്ഷൻ ഇഫ് ഇഷ്യൂസ് റിമെയിൻ അൺറിസോൾവ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ എന്താണ്, അൺറിസോൾവ് ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു തേർഡ് പാർട്ടിയെ വിളിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, സോൾവ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് എ മിസ്റ്റേറ്റ്മെൻറ്റ് റിമെയിൻസ് അൺറിസോൾവ് ദ ഓഡിറ്റർ മേ നീഡ് ടു നോട്ടിഫൈ ഹയർ അതോറിറ്റീസ് ഓർ സീക്ക് ലീഗൽ അഡ്വൈസ്. അപ്പോൾ അത് ഹയർ അതോറിറ്റിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നോട്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസ്, ലീഗൽ ഗൈഡൻസ് വാങ്ങണം. Then next topic ആണ് communication. If during the review of interim financial information, the auditor finds a matter that requires material adjustments for compliance with the financial reporting framework, they must communicate this to the management immediately. അപ്പോൾ ഓഡിറ്റർ എന്താണ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് മനസ്സിലായി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഒരു മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. എന്തിനു വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് FRF കംപ്ലൈ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് ഒരു മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ വേണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വേണം എന്നുള്ള കാര്യം, ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ വേണം എന്നുള്ള കാര്യം റിവ്യൂവറിന് മനസ്സിലായി, ഓഡിറ്ററിന് മനസ്സിലായി. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം മാനേജ്മെൻ്റ് അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ. ദെൻ എസ്കലേഷൻ ടു ദോസ് ചാർജ് വിത്ത് ഗവർണൻസ്. ഇഫ് മാനേജ്മെൻറ്റ് ഡസ് നോട്ട് റെസ്പോണ്ട് അപ്രോപ്രിയറ്റ്ലി. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് പറഞ്ഞു, എന്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള FRF പ്രോപ്പർ അല്ല, സോ അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല വിത്തിൻ എ റീസണബിൾ ടൈം. അങ്ങനെയാണെങ്കിൽ ദ ഓഡിറ്റർ ഇൻഫോം TCWG ആസ് സൂൺ ആസ് പോസിബിൾ, ഐദർ ഓറലി ഓർ ഇൻ റൈറ്റിംഗ്. അപ്പോൾ ഓറലി ആയിട്ടോ അല്ലെങ്കിൽ ഇൻ റൈറ്റിങ്ങിലോ നമ്മൾ എന്ത് ചെയ്യണം, TCWGൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യണം. The choice between the oral and written communication depends on the factors like nature, sensitivity or the timing. അപ്പോൾ ഓറൽ വേണോ അല്ലെങ്കിൽ റിട്ടേൺ വേണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു ഇഷ്യൂവിൻ്റെ നേച്ചർ, സെൻസിറ്റിവിറ്റി, അതിൻ്റെ ടൈമിങ്ങിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ ചെയ്യുക. ഇഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഓറൽ ദ ഓഡിറ്റർ മസ്റ്റ് ഡോക്യുമെൻറ്റ് ചെയ്ത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഓറൽ ആണെങ്കിലും ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് പിന്നെ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ഫർദർ ആക്ഷൻ ഇഫ് ഗവർണൻസ് ഡസ് നോട്ട് റെസ്പോണ്ട്. ഇനി TCWG എന്ത് ചെയ്തില്ല, റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ എന്താണ് ഒരു ഓഡിറ്റർ ചെയ്യേണ്ടത്, ഇഫ് TCWG ഡു നോട്ട് ആക്ട് അപ്രോപ്രിയറ്റ്ലി ദ ഓഡിറ്റർ കൺസിഡർ. അപ്പോൾ ഓഡിറ്റർ എന്താണ് കൺസിഡർ എന്ന് വെച്ചാൽ മോഡിഫൈ ദ റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വിഡ്രോ ഫ്രം ദ എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ റിസൈൻ ഫ്രം ദ ഓഡിറ്റ് അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ ഓഡിറ്റ് അപ്പോയിൻമെൻറ്റിൽ നിന്നും റിസൈൻ ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് വെച്ചാൽ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഓഡിറ്റ് അപ്പോയിൻമെൻറ്റിൽ നിന്നും റിസൈൻ ചെയ്യുക. ദെൻ ഫ്രോഡ് ഓർ നോൺ കംപ്ലയൻസ് വിത്ത് ലോ റെഗുലേഷൻ. നിയമം ലോ റെഗുലേഷൻ കംപ്ലൈ ചെയ്തില്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രോഡ്. ഇഫ് ദ ഓഡിറ്റർ സസ്പെക്ട്സ് ഫ്രോഡ് ഓർ ലീഗൽ നോൺ കംപ്ലയൻസ് ദേ മസ്റ്റ് റിപ്പോർട്ട് ഇറ്റ് ടു അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് ലെവൽ. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ലെവലിലേക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യണം. The level of management depends on the risk of collusion or involvement of senior members. അപ്പോൾ ഈ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് വെച്ചാൽ കൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മ, ആരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തത്, അതേമാതിരി തന്നെ ഏതൊക്കെ സീനിയർ മെമ്പേഴ്സാണ് ഓഫ് ദ മാനേജ്മെൻ്റ് ആണ് ഈ ഒരു ഫ്രോഡിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അടുത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക.
Then the auditor must also consider the information governance and the review implication. അപ്പോൾ ഓഡിറ്റർ എന്ത് കൺസിഡർ ചെയ്യണം? ഇൻഫർമേഷൻ ഗവർണൻസും അതേപോലെ തന്നെ റിവ്യൂ ഇംപ്ലിക്കേഷനും ഓഡിറ്റർ കൺസിഡർ ചെയ്യണം ഈ ഒരു സിറ്റുവേഷനിൽ. Then governance related matters. The auditor communicates relevant matters from the review to governance if they impact financial reporting oversight. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓവർസൈറ്റ് എന്ന് വെച്ചാൽ ആരാണോ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓവർസൈറ്റ്, അപ്പോൾ അത് റിലേറ്റഡ് അതിനെ ഇമ്പാക്റ്റ് ചെയ്തൊരു മാറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? TCWG ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ടോപ്പിക്കാണെന്ത്? റിപ്പോർട്ടിംഗ് ദ നേച്ചർ, എക്സ്റ്റെൻറ്റ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ദ റിവ്യൂ. അപ്പോൾ റിവ്യൂവിൻ്റെ നേച്ചർ, എക്സ്റ്റെൻറ്റ്, റിസൾട്ട് ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് എന്താ വെച്ചാൽ ദ ഓഡിറ്റർ മസ്റ്റ് ഇഷ്യൂ എ റിട്ടേൺ റിപ്പോർട്ട് കവറിങ്. അപ്പോൾ റിട്ടേൺ റിപ്പോർട്ട് കൊടുക്കണം. റിട്ടേൺ റിപ്പോർട്ടിൽ എന്താണ് കവർ ചെയ്യുന്നത്? സോ റിട്ടേൺ റിപ്പോർട്ട് കവറിങ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സാധനമാണ് അതിൻ്റെ കണ്ടൻറ്റ്. റിട്ടേൺ റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് വേണ്ടത്? അതിൽ വേണ്ട കണ്ടൻസ് ആണെന്ത്? ഫസ്റ്റ് ഹെഡിങ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ്. പ്രോപ്പറായ അപ്രോപ്രിയേറ്റ് ഒരു ഹെഡിങ് കൊടുക്കണം. ദെൻ അഡ്രസ്സിനെ നമ്മൾ മെൻഷൻ ചെയ്യണം ആസ് റിക്വയർഡ് ബൈ ദ എൻഗേജ്മെൻറ്റ്. ആരാണോ ഇൻറ്റൻഡ് യൂസേഴ്സ് അവരായിരിക്കണം അഡ്രസ്സി. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ, നമ്മൾ ഏതൊക്കെ ഹെഡിങ് ഇൻക്ലൂഡ് ഹെഡിങ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ഡേറ്റ് ആൻഡ് പീരീഡ് കവർ. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളത്, ഏത് ഡേറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതേമാതിരി തന്നെ ഏത് പീരീഡാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നത്. ഇൻ്ററിം പീരീഡ് ആണല്ലോ, സോ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണോ ആ പീരീഡ് കവർ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾക്ക് നമ്മൾ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടതാണ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ദ മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. ദെൻ എക്സ്പ്രസ് ദ ഓഡിറ്റർ ഇസ് റെസ്പോൺസിബിൾ ഫോർ റിവ്യൂയിങ് ദ ഇൻഫർമേഷൻ. ദെൻ റിവ്യൂ പ്രോസസ്, നമ്മൾ മെൻഷൻ ചെയ്യണം. ലൈക്ക് കണ്ടക്ടിങ് ആസ് പെർ SRE 2004-10. അത് പ്രകാരമാണ് നമ്മൾ ഈ റിവ്യൂ പ്രോസസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. ഇൻക്ലൂഡിങ് ഇൻക്വയറി ആൻഡ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ദെൻ സ്കോപ്പ് ലിമിറ്റേഷൻ. എ റിവ്യൂ ഇസ് നോട്ട് an audit and does not provide full assurance. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ലിമിറ്റഡ് അഷുറൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതേമാതിരി നമ്മളൊരു ഓഡിറ്റ് അല്ല ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മൾ റിപ്പോർട്ടിൽ. ദെൻ കൺക്ലൂഷൻ ഓൺ ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, നമ്മളുടെ കൺക്ലൂഷൻ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ലൈക്ക് സ്റ്റേറ്റ് വെദർ ദ ഫിനാൻഷ്യൽ പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ദെൻ ഡേറ്റ് ഓഫ് ദ റിപ്പോർട്ട്, സ്പെസിഫൈ വെൻ ദ റിപ്പോർട്ട് വാസ് ഇഷ്യൂഡ്, എപ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തത് ആ ഡേറ്റ് കൊടുക്കണം. ദെൻ പ്ലേസ് ഓഫ് സിഗ്നേച്ചർ, നമ്മുടെ ലൊക്കേഷൻ മുംബൈ ആണോ കേരള ആണോ ഏത് ലൊക്കേഷനിലാണ് നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് നമ്മൾ സൈൻ ചെയ്തത് അത് കൊടുക്കണം. ദെൻ ഓഡിറ്റർ സിഗ്നേച്ചർ ആൻഡ് മെമ്പർഷിപ്പ് നമ്പർ, ഓഡിറ്ററിൻ്റെ സിഗ്നേച്ചറും മെമ്പർഷിപ്പ് നമ്പർ നമ്മൾ കൊടുക്കണം. ഇൻക്ലൂഡ് ദ ഓഡിറ്റേഴ്സ് ICA മെമ്പർഷിപ്പ് നമ്പർ. ദെൻ ഫേം രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഇഫ് ആപ്ലിക്കബിൾ. നമ്മളൊരു ഫേം, ഒരു ഓഡിറ്റ് ഫേം എന്നാണ് നമ്മളൊരു റിവ്യൂ പ്രോസസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫേമിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ കൊടുക്കണം. മെൻഷൻസ് ICA രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഒരു റിട്ടേൺ റിപ്പോർട്ടിലുള്ള കണ്ടൻറ്റുകൾ. ദെൻ യുണീക്ക് ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇനി യുഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യുഡിൻ എന്താ വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. യുഡിൻ മസ്റ്റ് ബി ജനറേറ്റഡ് ആൻഡ് സ്റ്റേറ്റഡ് ഇൻ ദ റിപ്പോർട്ട് ആസ് ഇറ്റ് ഇസ് ആൻ അഷുറൻസ് എൻഗേജ്മെൻറ്റ് അണ്ടർ SRE 2400 ആൻഡ് SRE 2410. അപ്പോൾ SRE 2400ഉം 410 പ്രകാരം എന്താണ് എൻഗേജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഒരു അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണ് ഇത് രണ്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉഡിൻ ജനറേറ്റ് ചെയ്യണം. ഉഡിൻ അതിന് മാത്രമല്ല നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉഡിൻ ജനറേറ്റ് ചെയ്യേണ്ട ഇതാണ്. അതൊരു യുണീക്ക് ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിപ്പാർച്ചർ ഫ്രം applicable financial reporting framework. If the auditor finds a material issue in interim financial information that is not corrected by management, they must express a qualified or adverse conclusion. അപ്പോൾ എന്താണ് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്താണ് ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷനിലുണ്ട്, അത് മാത്രമല്ല അത് മാനേജ്മെൻറ്റ് എന്താണ് കറക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഒരു ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് കൺക്ലൂഷൻ വേണം കൊടുക്കാൻ. സോ ഫസ്റ്റ് ടോപ്പിക്കാണ് അതിലെ മോഡിഫിക്കേഷൻസ് ഇൻ ദ റിവ്യൂ റിപ്പോർട്ട്. ഇഫ് ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഡസ് നോട്ട് കംപ്ലൈ വിത്ത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അത് കംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ദ ഓഡിറ്റർ മോഡിഫൈ ദ റിപ്പോർട്ട്, ഓഡിറ്റർ എന്ത് ചെയ്യണം? റിപ്പോർട്ട് മോഡിഫൈ ചെയ്യണം. ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ഡിപ്പാർച്ചർ, എങ്ങനെയാണിത് കംപ്ലൈ ചെയ്യാത്തത്. രണ്ടാമത് സ്റ്റേറ്റ് ദ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ,
ഇഫ് പോസിബിൾ. അപ്പോൾ ഈ ഒരു ഡിപ്പാർച്ചർ ഇത് കംപ്ലൈ ചെയ്യാത്തത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇഫ് റിക്വയർഡ് ഡിസ്ക്ലോഷേഴ്സ് ഈസ് മിസ്സിംഗ് ദ ഓഡിറ്റർ ഇൻക്ലൂഡ് ഇറ്റ് ഇൻ റിപ്പോർട്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസ്ക്ലോഷറാണ് മിസ് ചെയ്യുന്നത്, ഇഫ് റിക്വയർഡ് ഡിസ്ക്ലോഷർ ഈസ് മിസ്സിംഗ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൽ ആ ഡിസ്ക്ലോഷർ ആഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ adverse conclusion. If the issue is so severe that a qualified conclusion is not enough, അപ്പോൾ ഒരു പെർവസീവ് ആയുള്ളൊരു ഇഷ്യൂ ആണിത്, ഒരു സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഗിവ്സ് ആൻ അഡ്വേഴ്സ് കൺക്ലൂഷൻ മീനിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മിസ്ലീഡിങ് ഓർ ഇൻകംപ്ലീറ്റ്. Then limitation on scope. A scope limitation prevent the auditor from completing the review. അപ്പോൾ നമ്മളൊരു റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നിന്നും ഓഡിറ്ററിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു ലിമിറ്റേഷനാണെന്ത്, സ്കോപ്പ് ലിമിറ്റേഷൻ. ഇഫ് ദിസ് ഹാപ്പൻസ്, ഇത് നടക്കുകയാണെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് ഇൻഫോം മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ് ഇൻ റൈറ്റിംഗ് ആൻഡ് കൺസിഡർ വെദർ എ റിപ്പോർട്ട് ക്യാൻ ബി ഇഷ്യൂഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ മാനേജ്മെൻറ്റ് അടുത്തും അതേമാതിരി തന്നെ ഗവർണൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യണം. കാരണം നമുക്ക് പ്രോപ്പറായ രീതിയിൽ റിവ്യൂ പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പറയണം. ആൻഡ് അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതിയിട്ടാണ് കൊടുക്കേണ്ടത്. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടും നമുക്ക് ഇഷ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ലിമിറ്റേഷൻ ഇമ്പോസ്ഡ് ബൈ മാനേജ്മെൻറ്റ്. ഇനി മാനേജ്മെൻ്റ് ആണെന്ത് ലിമിറ്റേഷൻ ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ ദ ഓഡിറ്റർ ഡസ് നോട്ട് അക്സെപ്റ്റ് എൻ എൻഗേജ്മെൻറ്റ് ഇഫ് ദേ നോ ദേ കനോട്ട് കംപ്ലീറ്റ് ദ റിവ്യൂ ഡ്യൂ ടു മാനേജ്മെൻറ്റ് റെസ്ട്രിക്ഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് റെസ്ട്രിക്ഷൻ കാരണം അവർക്ക് റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണ്, ഒരു ഓഡിറ്ററിന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യരുത്, അവർ എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇഫ് മാനേജ്മെൻറ്റ് ലേറ്റർ ഇമ്പോസ് ലിമിറ്റേഷൻസ്, പക്ഷേ എന്താണ്, നമ്മൾ ഒരു എൻഗേജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് മാനേജ്മെൻറ്റ് എന്താണ് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നതെങ്കിൽ ദ ഓഡിറ്റർ ആസ്ക് ഫോർ റിമൂവൽ. ആ ഒരു ലിമിറ്റേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റർ പറയണം. ഇഫ് മാനേജ്മെൻറ്റ് റിഫ്യൂസ്, മാനേജ്മെൻറ്റ് സമ്മതിച്ചില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ദ ഓഡിറ്റർ കനോട്ട് കംപ്ലീറ്റ് ദ റിവ്യൂ ഓർ എക്സ്പ്രസ് എ കൺക്ലൂഷൻ. ആ റിവ്യൂ ഓഡിറ്ററിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതേമാതിരി തന്നെ ഒരു കൺക്ലൂഷൻ എക്സ്പ്രസ് ചെയ്യണം, ലൈക്ക് ഡിസ്ക്ലെയിമർ ഓഫ് കൺക്ലൂഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ദെൻ ദ ഓഡിറ്റർ ഇൻഫോം മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ് ഇൻ റൈറ്റിംഗ്. അതെന്ത് ചെയ്യണം, മാനേജ്മെൻറ്റിനടുത്തും ഈ ഒരു കാര്യം എഴുതിയിട്ട് വേണം കൊടുക്കാൻ, ഇൻഫോം ചെയ്യാൻ. എന്തൊക്കെ, ഈ ഒരു റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം, അതേമാതിരി തന്നെ അല്ലെങ്കിൽ ഈ ഒരു കൺക്ലൂഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, എഴുതി വേണം കൊടുക്കാൻ. ഇഫ് എ മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ് ഫോർ കംപ്ലയൻസ് വിത്ത് ഫ്രെയിം വർക്ക്. അപ്പോൾ ഒരു ഫ്രെയിം വർക്കിൻ്റെ കംപ്ലയൻസ് റിലേറ്റഡ് ആയിട്ട് മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. ആ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ദ ഓഡിറ്റർ ചെക്സ് ദ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഡ്യൂട്ടീസ് ബിഫോർ ഡിസൈഡിങ് വെദർ ടു ഇഷ്യൂ എ റിപ്പോർട്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് ഇഷ്യൂ ആണെങ്കിൽ എന്തെങ്കിലും ലീഗൽ അല്ലെങ്കിൽ റെഗുലേറ്ററി റിപ്പോർട്ട് ഒരു ഡ്യൂട്ടീസ് ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം ഈ ഒരു സിറ്റുവേഷനിൽ. ഇഫ് എ റിപ്പോർട്ട് ഇസ് നീഡഡ്, ഒരു റിപ്പോർട്ട് വേണമെങ്കിൽ ദ ഓഡിറ്റർ ഡിസ്ക്ലെയിം ദ കൺക്ലൂഷൻ. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു, നമുക്കൊരു റിവ്യൂ നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനും പറ്റില്ല എന്നും പറഞ്ഞു. പക്ഷേ നമ്മൾ ഒരു ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് പറയുകയാണ്, നിങ്ങൾ എന്തായാലും റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡിസ്ക്ലെയിം കൺക്ലൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുക. സ്റ്റേറ്റ് ദാറ്റ് ദേ കുഡ് നോട്ട് കംപ്ലീറ്റ് ദ റിവ്യൂ. ദെൻ അതർ ലിമിറ്റേഷൻസ് ഓൺ സ്കോപ്പ്. മറ്റ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സംടൈംസ് ലിമിറ്റേഷൻസ് ആർ കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം എന്ത് നടക്കും, ലിമിറ്റേഷൻസ് നടക്കും. നോട്ട് ബൈ മാനേജ്മെൻറ്റ്. ഇഫ് സോ ദ ഓഡിറ്റേഴ്സ് യൂഷ്വലി കനോട്ട് കംപ്ലീറ്റ് ദ റിവ്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിറ്റർ ചിലപ്പം ചില സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല എന്ത് റിവ്യൂ പ്രോസസ്സ്. ഇഫ് ദ ലിമിറ്റേഷൻ എഫക്ട് ഓൺലി സ്പെസിഫിക് മാറ്റർ, ഒരു സ്പെസിഫിക് മാറ്ററിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ലിമിറ്റേഷൻ എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, ദ ഓഡിറ്റർ ക്വാളിഫൈസ് ദ റിപ്പോർട്ട് ആൻഡ് ആഡ്സ് ആൻ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ്. എന്താണ്, ഓഡിറ്റർ ആ റിപ്പോർട്ട് ക്വാളിഫൈ ചെയ്തിട്ട് ഒരു എക്സ്പ്ലനേറ്ററി പാരഗ്രാഫാണ് കൊടുക്കുക. ഇനി അങ്ങനെയല്ല, ഇഫ് എ പ്രയർ ഓഡിറ്റ് ഹാഡ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഒരു പ്രയർ ഓഡിറ്റ് എന്താണ്, ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയനാണ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡ്യൂ ടു സ്കോപ്പ് ലിമിറ്റേഷൻ ദ ഓഡിറ്റർ ചെക്സ് ഇഫ് ദ ഇഷ്യൂ സ്റ്റിൽ എക്സിസ്റ്റ്. ഓക്കെ. ഇപ്പോൾ മുന്നത്തെ ഒരു റിപ്പോർട്ടിൽ നിന്നാണ് ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ട് തന്നെ ഈ ഒരു സെയിം റീസൺ കൊണ്ട് തന്നെ ഒരു ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റർ എന്ത് ചെക്ക് ചെയ്യണം, ആ സെയിം ഇഷ്യൂ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ഇപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം ആ ഒരു സ്കോപ്പ് ലിമിറ്റേഷൻ ഇപ്പോഴും ഉണ്ടോ, ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കാരണമുള്ള സ്കോപ്പ് ലിമിറ്റേഷൻ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം.
നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗോയിങ് കൺസേൺ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് അൺസർട്ടനിറ്റീസ്. ഇഫ് ദ ഓഡിറ്റർ ഫൈൻഡ്സ് അൺസർട്ടനിറ്റീസ് ദാറ്റ് കാസ്റ്റ് ഡൗട്ട് ഓൺ ദ എൻറ്റിറ്റീസ് അബിലിറ്റി ടു കണ്ടിന്യൂ ദേ ആഡ് ആൻ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് ഇൻ ദ റിപ്പോർട്ട്. അപ്പോൾ എന്താണ് ഓഡിറ്ററിന് മനസ്സിലായി, എന്തൊരു ഓഡിറ്ററിന് ഒരു അൺസർട്ടനിറ്റി തോന്നുകയാണ്, ഇവർക്ക് ഇനി കൂടുതൽ കാലം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഓഡിറ്ററിന് വരികയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഈ ഒരു മാറ്റർ എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ റിപ്പോർട്ട് ചെയ്യണം. ഇഫ് എ പ്രയർ ഓഡിറ്റ് ഓർ റിവ്യൂ ഹാഡ് an emphasis of matter paragraph on going concern and the uncertainty still exists, the auditor adds a paragraph again. അപ്പോൾ മുന്നത്തെ റിപ്പോർട്ടിലും മുന്നത്തെ ഓഡിറ്റിലോ അല്ലെങ്കിൽ റിവ്യൂലോ ഇങ്ങനത്തെ സെയിം കാര്യം, ഈ ഒരു മാറ്റർ റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ അതേമാതിരി തന്നെ അതിലും ഉണ്ട്. അത് ഓഡിറ്റർ എന്ത് ചെക്ക് ചെയ്യണം, ആ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു പാരഗ്രാഫ് ഓഡിറ്റർ പിന്നെയും ആഡ് ചെയ്യണം, ഈ ഒരു റിപ്പോർട്ടിലും ആഡ് ചെയ്യണം. ഇഫ് ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ഈസ് നോട്ട് പ്രോപ്പർലി ഡിസ്ക്ലോസ്, ഈ ഒരു ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി എന്താണ് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ദ ഓഡിറ്റർ ഗിവ്സ് എ ക്വാളിഫൈഡ് ഓർ അഡ്വേഴ്സ് കൺക്ലൂഷൻ. ഒരു ക്വാളിഫൈഡോ അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് കൺക്ലൂഷനാണ് ഓഡിറ്റർ കൊടുക്കുക. ആൻഡ് ക്ലിയർലി മെൻഷൻ ദിസ് ഇഷ്യൂ, ഈ ഒരു ഇഷ്യൂ എന്താണ് ക്ലിയർ ആയിട്ട് മെൻഷനും ചെയ്യും. Then other considerations. The engagement terms requires that if interim financial information refers to an auditor's review, the report must be included in the document. അപ്പോൾ എൻഗേജ്മെൻറ്റ് ടേമിൽ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണ് ഒരു ഓഡിറ്ററിൻ്റെ റിവ്യൂ റിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, ആ ഒരു ഡോക്യുമെൻറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇഫ് മാനേജ്മെൻറ്റ് ഒമിറ്റ്സ് ദ റിവ്യൂ റിപ്പോർട്ട്, മാനേജ്മെൻ്റ് ആണ് ഈ റിവ്യൂ റിപ്പോർട്ട് ഒമിറ്റ് ചെയ്യാണ്, അവരത് ഇൻക്ലൂഡ് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ദ ഓഡിറ്റർ കൺസിഡർ സീക്കിംഗ് ലീഗൽ അഡ്വൈസ്. ലീഗൽ അഡ്വൈസ് എന്താണ് ഓഡിറ്റർ സീക്ക് ചെയ്യണം. ഇഫ് എ മോഡിഫൈഡ് റിപ്പോർട്ട് വാസ് ഇഷ്യൂഡ് ആൻഡ് മാനേജ്മെൻറ്റ് പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽസ് വിത്തൗട്ട് ഇറ്റ്, അപ്പോൾ നമ്മളൊരു മോഡിഫൈഡ് റിപ്പോർട്ട് കൊടുത്തു, പക്ഷേ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു, അവരുടെ ഫിനാൻഷ്യൽസ് എന്താണ് അവർ ഈ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാണ്ട് കൊടുത്തു, പബ്ലിഷ് ദ ഫിനാൻഷ്യൽസ് വിത്തൗട്ട് ദ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ കൺസിഡർ ലീഗൽ ആക്ഷൻസ് ആൻഡ് പോസിബിൾ റെസിഗ്നേഷൻ. ലീഗൽ ആക്ഷൻസ് നോക്കണം, അതേപോലെ തന്നെ പോസിബിൾ റെസിഗ്നേഷനും എന്ത് ചെയ്യണം ഓഡിറ്റർ നോക്കണം. ദെൻ കണ്ടൻസ്ഡ് ഇൻ്ററിം ഫിനാൻഷ്യൽസ് ഡു നോട്ട് ഓൾവേസ് ഇൻക്ലൂഡ് ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽസ് ഇൻ്ററിം ഫിനാൻഷ്യൽസ് ആണെങ്കിൽ അത് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യില്ല. യൂസേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു റിഫർ ടു ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ യൂസേഴ്സ് എന്ത് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും കിട്ടണമെങ്കിൽ അവർ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം റിഫർ ചെയ്യാൻ. If required, the interim report should state that it must be read with the latest audited financials. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻ്ററിം റിപ്പോർട്ട് എന്ത് റിഫർ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇൻ്ററിം സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ വേണം വായിക്കാൻ എന്ന് അതിൽ പറയണം, സ്റ്റേറ്റ് ചെയ്യണം. Then if such a statement is missing, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിസ്സിംഗ് ആണെങ്കിൽ ദ ഓഡിറ്റർ ചെക്സ് ഇഫ് ദ റിപ്പോർട്ട് ഈസ് മിസ്ലീഡിങ്. ആ റിപ്പോർട്ട് മിസ്ലീഡിംഗ് ആണെന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ആൻഡ് ഡിസൈഡ് വെദർ ടു മോഡിഫൈ ദ റിവ്യൂ റിപ്പോർട്ട്. ആ നമ്മളുടെ റിവ്യൂ റിപ്പോർട്ട് മോഡിഫൈ ചെയ്യണോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, ഓഡിറ്റർ ഡിസൈഡ് ചെയ്യണം. ദെൻ ഡോക്യുമെൻറ്റേഷൻ ആണ്. ദ ഓഡിറ്റർ മസ്റ്റ് ഡോക്യുമെൻറ്റ് ദ റിവ്യൂ പ്രോപ്പർലി ടു സപ്പോർട്ട് ദെയർ കൺക്ലൂഷൻ ആൻഡ് കംപ്ലൈ വിത്ത് SRE സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്. അപ്പോൾ എന്താണ് ഓഡിറ്റർ എന്താ ഡോക്യുമെൻ്റ് ഉണ്ട്, ആ റിവ്യൂ പ്രോപ്പർലി ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ സപ്പോർട്ടിൽ, നമ്മുടെ കൺക്ലൂഷൻ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെന്താണ് റിവ്യൂ പ്രോപ്പർലി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അതേമാതിരി തന്നെ നമ്മൾ SRE സ്റ്റാൻഡേർഡ്സും അതേമാതിരി തന്നെ ലീഗൽ റിക്വയർമെൻറ്റ് നമ്മൾ കംപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു റിവ്യൂ പ്രോസസ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ ഡോക്യുമെൻ്റ് ചെയ്യണം. സോ ഇതാണ് ചാപ്റ്റർ 10. ഇതിൽ നമ്മൾ 2 സ്റ്റാൻഡേർഡ്സാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഒന്ന് വെച്ചാൽ SRE 2400 എന്ന് വെച്ചാൽ റിവ്യൂ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് നോക്കിയ സ്റ്റാൻഡേർഡാണ് SRE 2410. ഇത് കവർ ചെയ്യുന്നത് വെച്ചാൽ ഇൻ്ററിം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ റിവ്യൂ ആണ്. സോ ഇത് രണ്ടും വലിയ സ്റ്റാൻഡേർഡ്സാണ്. അതേമാതിരി തന്നെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിലും പറയുന്നുള്ളത്. അധികം പുതുമായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ വലിയ ചാപ്റ്റേഴ്സാണ്. സോ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത കുറേ ടോപ്പിക്കുകളിലാണ് നമ്മളത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത്, ചില കാര്യങ്ങൾ ടോപ്പിക്കുകൾ.
സോ ഇതാണ് ചാപ്റ്റർ 10. നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 11. സോ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ചാപ്റ്റർ 11 നോക്കാം. സോ താങ്ക് യു.